ഓക്കെ. സോ ലോജിക്കൽ റീസണിങ്ങിന്റെ രണ്ടാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോജിക്കൽ റീസണിങ്ങിന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആർഗ്യുമെന്റ്സുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു സിലോജിസം സോൾവ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അനലിറ്റിക്കൽ മെത്തേഡും അതേപോലെ തന്നെ വെൻ ഡയഗ്രം ഉപയോഗിച്ചുള്ള മെത്തേഡും നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ആ ഏരിയയിൽ നിന്നും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഈസ് കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ. ടേംസിന്റെ കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് ഇനഫ്. എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും, ഈ തന്നിരിക്കുന്ന ഒരു കനോട്ടേഷൻ ആണോ അതിന്റെ ഡിനോട്ടേഷൻ ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അത്രയും മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്താണ് കനോട്ടേഷൻ, എന്താണ് ഡിനോട്ടേഷൻ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ഓക്കെ, സോ കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ ആർ ടു പ്രിൻസിപ്പൽ മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിംഗ് ദി മീനിങ് ഓഫ് വേർഡ്സ്. നമ്മളൊരു വേർഡ് തന്നു കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് പറയുന്ന രണ്ട് രീതികളാണ് ആക്ച്വലി കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ. കനോട്ടേഷൻ refers to a wide array of positive and negative associations that most words naturally carry with them, whereas denotation is a precise literal definition of a word that might be found in a dictionary. അതായത് കനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിനെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ, പല സാഹചര്യങ്ങൾക്കനുസരിച്ച് അർത്ഥങ്ങൾ വരാറുണ്ട്. ഇതിന് അത്തരം യൂസേജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ കനോട്ടേഷൻ എന്ന് പറയും. വെറസ് ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലിറ്ററൽ മീനിങ് മാത്രമാണ്. എന്താണോ ആ വേർഡ് കൊണ്ട് യഥാർത്ഥത്തിൽ ലിറ്ററൽ മീനിങ് വരുന്നത് അത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിനോട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. കനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ കനോട്ടേഷൻ റെഫേഴ്സ് ടു ദി മീനിങ് that is implied by a word apart from the thing which it describes explicitly. അതായത് ആ ഒരു സിറ്റുവേഷനിൽ ആ വേർഡിന്റെ അർത്ഥം എന്താണ്, ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് കനോട്ടേഷനിൽ വരിക. അല്ലാതെ ആ വേർഡിന്റെ യഥാർത്ഥ ലിറ്ററൽ മീനിങ് അല്ല, ഓർ എക്സ്പ്ലിസിറ്റ് മീനിങ് അല്ല നമ്മൾ കനോട്ടേഷനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻ സിമ്പിൾ ടേംസ് ഡിനോട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ മീൻസ് ഓൺലി എ സിംഗിൾ മീനിങ് ഓഫ് എ വേർഡ് യൂസ്ഡ് ഇൻ സം കോണ്ടെക്സ്റ്റ്. ഒരു വേർഡിന്റെ ഒറ്റ മീനിങ്, അതിന് പാരലൽ മീനിങ് അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ പല മീനിങ്ങുകളൊന്നും ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ആ മീനിങ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് ലിറ്ററൽ മീനിങ് ഡിക്ഷണറി മീനിങ് മാത്രം നോക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ, that woman is a dove at heart. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, that woman is a dove by heart, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഹിയർ ദി ഡോവ് ഇംപ്ലൈസ് പീസ് ഓർ ജെന്റാലിറ്റി. ഓക്കെ, എന്ത് സംഭവിക്കുന്നത്, ആ ജെന്റിലാണ് അല്ലെങ്കിൽ പീസ്ഫുൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ലേഡിയെ ഷീസ് ഡോവ് ബൈ ഹാർട്ട് എന്ന് പറയാനുള്ള കാരണം. അവിടെ ആ ഡോവിന്റെ എക്സാക്ട് മീനിങ് ആണോ ഉപയോഗിച്ചത്? അല്ല, ആ കോണ്ടെക്സ്റ്റില് ആ ഡോവിന്റെ മീനിങ് എന്ന് പറയുന്നത് പീസ് എന്നാണ്. യഥാർത്ഥത്തിൽ ഡോവിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോവ് യഥാർത്ഥ മീനിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്രാവ് എന്ന് പറയുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ വന്നിരിക്കുന്നത് എന്തായിരിക്കും? അതാണ് ഡിനോട്ടേഷൻ. അതേസമയം ആ ഒരു വേർഡിനെ ചില കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അതിന്റെ മറ്റൊരു മീനിങ് ആണ് പറയുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളിലെല്ലാം അത് കനോട്ടേഷൻ ആണ്. എന്നാൽ അതിന്റെ ഡിക്ഷണറി മീനിങ്, ലിറ്ററൽ മീനിങ് മാത്രമാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ അതിനെ ഡിനോട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഡിനോട്ടേഷൻ മീൻസ് ദി ലിറ്ററൽ ഡെഫിനിഷൻ ഓഫ് ദി വേർഡ്, ദി ബേസിക് ഡെഫിനിഷൻ, അതാണ് ഡിനോട്ടേഷൻ എന്ന് പറയുന്നത്. ടു ഗീവ് ആൻ എക്സാമ്പിൾ, ദി ഡിനോട്ടേഷൻ ഫോർ ബ്ലൂ എന്ന് പറഞ്ഞാൽ കളർ ബ്ലൂ ആണ്. ഡിനോട്ടേഷൻ ആണെങ്കിൽ എക്സാക്ട് ലിറ്ററൽ മീനിങ് മാത്രമാണ് അവിടെ എടുക്കുക, കളർ ബ്ലൂ എന്ന് പറയുന്ന മീനിങ് മാത്രമേ അവിടെ എടുക്കൂ. ഇഫ് someone says that girl was blue, അങ്ങനെ നോർമലി നമ്മൾ പറയാറുണ്ട് ദി ഗേൾ വാസ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഇത്തിരി സാഡ് ആണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ അത്തരം ഒരു വേർഡ് അത്തരത്തിലൊരു സെന്റൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന്റെ ഡിനോട്ടേഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ആ ഗേള് ബ്ലൂ കളറാണ് എന്ന് മാത്രമായിരിക്കും. വേറെ കനോട്ടേഷൻ ആണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ മീനിങ് ആയിരിക്കും എടുക്കുന്നത്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ. രണ്ട് കൺസെപ്റ്റും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ കനോട്ടേഷനും ഡിനോട്ടേഷനും? ക്ലിയർ ആണ് സർ. ശരി, ഈ രണ്ട് കൺസെപ്റ്റ് ഓർത്തേക്കുക. ചില ഡയറക്ട്ലി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. നൗ മൂവിങ് ഓൺ, അടുത്ത സിലബസ് ഏരിയയാണ് അനലോജി. അനലോജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോജി ഈസ് എ ടൈപ്പ് ഓഫ് റീസണിങ് ഇൻ വിച്ച് എ കമ്പാരിസൺ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ തിങ്സ് ദാറ്റ് ഹാവ് സിമിലർ ഫീച്ചേഴ്സ്
or in other words, analogy means similarity. ഒരു കമ്പാരിസണിലൂടെ അല്ലെങ്കിൽ സിമിലാരിറ്റിയിലൂടെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, ട്രീ ടു ലീഫ്, ട്രീയും ലീഫും എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാവുന്ന മറ്റൊന്നെന്താണ്? ഫ്ലവറും ട്രീയും ലീഫും ആണെങ്കിൽ ഫ്ലവറിന് എന്തായിരിക്കും? പെറ്റലായിരിക്കും. അതേപോലെ ഹാമ്, നെയിൽ, അങ്ങനെയാണെങ്കിൽ കോം, ഹെയർ. സോ ഇത്തരത്തിലുള്ള രണ്ട് വേർഡ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്നും റീസൺ ചെയ്യുന്ന രീതിയാണ് അനലോജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അനലോജിയിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോർമലി അത് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ലൈക്ക് യു ക്യാൻ സീ ഹിയർ ഒരു എക്സാമ്പിൾ കണ്ടോ, ഷിംല ഹിമാചൽ പ്രദേശ്, അങ്ങനെയാണെങ്കിൽ ജയ്പൂർ എന്താണ്? ഷിംല ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ്. ജയ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ആണ് അപ്പോൾ? യെസ്, രാജസ്ഥാൻ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള അനലോജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. മറ്റൊരു ക്വസ്റ്റ്യൻ, ബോൺ, ഓർത്തോപീഡിയാക്, സ്കിൻ, ഡെർമറ്റോളജിസ്റ്റ്. കണ്ടോ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് അനലോജി ഏരിയയിൽ ചോദിക്കുക. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ABCD ZYXW, ദെൻ DCBA എന്തായിരിക്കും? ഓക്കെ, അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന രീതി ആലോചിച്ചാൽ പോരെ. അതായത് ABCD എഴുതിയിരിക്കുന്ന ജസ്റ്റ് റിവേഴ്സ് ഓർഡറിലാണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ZYXW ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. യു വിൽ ഗെറ്റ് WXYZ. WXYZ. So the answer is option A. Okay. മറ്റൊരു ക്വസ്റ്റ്യൻ, 100:99, then 5:dash. 100:99, then 5:dash. 24 ആണ്. ഗുഡ്. സോ 199 ആക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മതി. 100നെ 99 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 199 ആവണമെങ്കിൽ 100ന്റെ 100 അല്ലല്ലോ, 10 ആണല്ലോ അല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. 10:9 ആണ്, പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആണ്. സോ 1099 ആക്കണമെങ്കിൽ 10ന്റെ സ്ക്വയർ മൈനസ് 1, അതാണല്ലോ 99. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 100 മൈനസ് 1 ആണ് 99 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 5 സ്ക്വയർ മൈനസ് 1 ചെയ്യാം. 5 സ്ക്വയർ is 25 മൈനസ് 1 is 24. ഓക്കെ, ഇത്തരത്തില് നമ്മളുടെ നമ്പർ സീരീസിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റീസണിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അനലോജി ചോദിക്കാം, ഈ രീതിയിലുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പോൾ സ്റ്റേറ്റ്സും ക്യാപിറ്റലും വെച്ചുള്ള അനലോജി കണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലോജി ഏരിയയിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ. നമ്മൾ ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ഏരിയയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ. ഡെഫിനിഷൻസ് പല രീതിയിലുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് ടൈം ഈസ് intentional definition. Intentional definition. What is that? Specifying the properties or features and also meaning of the term. അതായത് ഇവിടെ നമ്മൾ ആ ഡെഫിനിഷൻ എന്നുള്ളത് ആ ഒരു ടേമിന്റെ പ്രോപ്പർട്ടീസും ടേമിന്റെ ഫീച്ചേഴ്സും അതിന്റെ മീനിങ്ങും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ ആണെങ്കിൽ അതിനെ ഇന്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഇൻ കെമിസ്ട്രി ഈസ് ഡിഫൈൻഡ് ആസ് എ കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ആൻഡ് ഇൻ ഫിസിക്സ് it is as a liquid with a freezing point of 0 degrees Celsius and a boiling point of 100 degrees Celsius. അതായത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ഡെഫിനിഷൻ പ്രകാരം വാട്ടറിന്റെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ പ്രോപ്പർട്ടീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം ഡെഫിനിഷൻസിനെ ഇന്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. ഓക്കെ, ഒരൈറ്റത്തെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആ വസ്തുവിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ്, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഇന്റൻഷണൽ ഡെഫിനിഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ. എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈങ് ദി ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദി ടേം. ആ ടേമിനകത്ത് ആരൊക്കെ വരും,
ഇന്റൻഷണൽ എങ്ങനെയാ അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നതെങ്കിൽ എക്സ്റ്റൻഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആ ടേമിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആ ടേമിന്റെ ക്ലാസ്സിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റം ചേർന്നതാണ്, ഏതൊക്കെ വസ്തുക്കൾ ചേർന്നതാണ് നമ്മൾ ഈ പറയുന്ന ആ കാര്യം, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദി പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെർക്കുറി വരുന്നുണ്ട്, വീനസ് വരുന്നുണ്ട്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോ. സോ ഇത്തരത്തില് അതിൽ വരുന്ന ഡിഫറെന്റ് കോമ്പോണൻസുകൾ ആണ് പറയുന്നതെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നതാണ് ഈ വസ്തു എന്നാണ് പറയുന്നതെങ്കിൽ, ആ രീതിയിലാണ് ഡിഫൈൻ ചെയ്തെങ്കിൽ അത് എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ ആണ്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റൻഷണൽ ആൻഡ് എക്സ്റ്റൻഷണൽ. ഇന്റൻഷണൽ ആണെങ്കിൽ ആ വസ്തുവിന്റെ പ്രോപ്പർട്ടിയും ഫീച്ചേഴ്സും ആയിരിക്കും ഡെഫിനേഷൻ ആയിട്ട് പറയുക. എക്സ്റ്റൻഷണൽ ഡെഫിനേഷൻ ആണെങ്കിൽ എന്തൊക്കെ ചേർന്നതാണ് ഈ വസ്തു എന്നായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പാണ് ലെക്സിക്കൽ ഡെഫിനിഷൻ. ലെക്സിക്കൽ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ഓൾസോ ടേംഡ് ആസ് റിപ്പോർട്ടീവ് ഡെഫിനിഷൻ. അതായത് ഡിക്ഷണറി മീനിങ് എന്ന് പറയും. ആ ഒരു വസ്തുവിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്താണോ ലാംഗ്വേജ് പ്രകാരം അതിന്റെ ഡിക്ഷണറി മീനിങ് അത് പറയുവാണെങ്കിൽ അത് ലെക്സിക്കൽ ഡെഫിനേഷൻ ആണ്. ഓക്കെ, lexical definition is the dictionary meaning of the term, the common vocabulary of a given language. For example, defining book, chair, and so on. ഒരു ബുക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ബുക്ക് ഇന്നതാണ് എന്ന് നമ്മൾ ആ ഡിക്ഷണറി മീനിങ് ആയിരിക്കും അവിടെ പറയുക. അല്ലെങ്കിൽ ഒരു ചെയറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡിക്ഷണറി മീനിങ് പറയുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലെക്സിക്കൽ ഡെഫിനിഷൻ ആണ്. സോ 3 ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഒന്നാമതായി ഇന്റൻഷണൽ ഡെഫിനിഷൻ, ദെൻ എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ, ദെൻ ലെക്സിക്കൽ ഡെഫിനിഷൻ. നാലാമത്തെ ടൈപ്പാണ് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ. സോ ഇറ്റ് ഇസ് ആൻ ഓർബിട്രറി സ്പെസിഫൈഡ് ഡെഫിനിഷൻ. സ്റ്റിപ്പുലേറ്റീവ് ഓർബിട്രറി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദി എക്സിസ്റ്റിംഗ് മീനിങ് ഓഫ് ദി ടേം. അതായത് നിലവിലുള്ള മീനിങ് പറയാൻ വേണ്ടിയല്ല, ഈ സാഹചര്യത്തിൽ ഇതിന്റെ മീനിങ് ഇന്നതാണ്, ഗിവൺ സിറ്റുവേഷനിൽ ഈ ഒരു ഐറ്റത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം, ഇതിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ ആണ്. It is used to assign a new meaning to the term, whether or not the term has already got its meaning. For example, there are idioms or slangs used in English language. അതായത് ഇവിടെ സംഭവിക്കുന്നത് സ്റ്റിപ്പുലേറ്റീവ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ തിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയൊരു മീനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യം പറയാൻ വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ മാത്രം പറയാവുന്ന ഒരു മീനിങ് കൊടുക്കുകയാണ്. ഇവിടെയെല്ലാം സ്റ്റിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആയിരിക്കും ആ ടേമിന് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ. ഇഡിയംസും സ്ലാങ്സും ഒക്കെ നമ്മൾ ഈ പറയുന്ന സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസിന് എക്സാമ്പിൾ ആണ്. ദെൻ അഞ്ചാമത്തെ ടൈപ്പ് പ്രിസൈസിംഗ് ഡെഫിനിഷൻ. എ ഡെഫിനിഷൻ ഡെവലപ്ഡ് ടു ക്ലാരിഫൈ എ വേഗ് ഓർ ambiguous ടേം. വ്യക്തതയില്ലാത്ത ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൃത്യതയുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിസൈസിംഗ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ലീഗൽ ടേംസ്. ചിലപ്പോൾ ലീഗൽ ടേംസിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവയെല്ലാമാണ്. സോ കൃത്യമായിട്ട് ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അത്തരത്തിൽ ഇതിന് പുറത്തൊന്നും ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സ് മാത്രമാണ് നമ്മളുടെ മൗലികാവകാശങ്ങൾ. അതിൽ പറയാത്തതൊന്നും നമ്മളുടെ മൗലികാവകാശങ്ങളല്ല. അതുപോലെ സയന്റിഫിക് ഡെഫിനിഷൻ, ഇപ്പൊ വൈറസിനെ ഡിഫൈൻ ചെയ്യുന്നു. വൈറസിനെ ഇപ്പോ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ IT ബേസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സയന്റിഫിക് ഡെഫിനിഷൻ വരുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ലൈക്ക് വൈറസ് ഇസ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ദാറ്റ് കോസസ് സ്മോൾ പോക്സ്. സ്മോൾ പോക്സിന് കാരണമാകുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ് വൈറസ്. ആ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ പെർട്ടിക്കുലർ ഐറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും അത്തരം ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഓർ ഇൻ മെഡിക്കൽ സെറ്റിംഗ്സ്, സയന്റിഫിക് ഓർ മെഡിക്കൽ സെറ്റിംഗ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗൽ ടേംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷനാണ് പ്രിസൈസിംഗ് ഡെഫിനിഷൻ. ഇവിടെ പർപ്പസ് എന്ന് പറയുന്നത് വേഗ് ഓർ ആംബിഗ്യസ് ടേംസിനെ കൃത്യമായിട്ട് നിർവചിക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പ്രിസൈസിംഗ് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ദെൻ പെർസ്വേസീവ് ഡെഫിനിഷൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പെർസ്വേസീവ് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് UGCക്ക്. ഓക്കെ, സോ പെർസ്വേസീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എനി ഡെഫിനിഷൻ ദാറ്റ് അറ്റാച്ച് ആൻ ഇമോട്ടീവ്, പോസിറ്റീവ് ഓർ ഡെറിഗേറ്ററി മീനിങ് ടു എ ടേം വേർ ഇറ്റ് ഹാസ് നൺ. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യത്തെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പെർസ്വേസീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മീനിങ് ഇല്ല, എന്നാൽ നമ്മൾ ആ ഒരു ടേമിന് ഒരു ഇമോട്ടീവ് മീനിങ് കൊടുക്കുകയാണ്.
അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മീനിങ്ങോ അല്ലെങ്കിൽ ഒരു സംതിങ് ലൈക്ക് ഒരു ഇമോഷൻ ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മീനിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് പെർസ്യൂസീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ദിസ് മേ ബി യൂസ്ഡ് ആസ് എ റിറ്റോറിക് ടൂൾ ഇൻ എ ഡിബേറ്റ് ഓർ ഡിസ്കഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത്. ജസ്റ്റ് നോക്കുക, someone against abortion might offer a definition of abortion as a murder of an innocent person during pregnancy. ഈ ഒരു ഡെഫിനിഷൻ വെക്കാനുള്ള റീസൺ എന്താണ്? ഈ ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് ആരും അബോർഷൻ നടത്തരുത്, അബോർഷനിലേക്ക് പോകരുത്. ആ ഒരു ഇമോഷൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ അബോർട്ട് ചെയ്യുവാണെങ്കിൽ യു ആർ കില്ലിങ് ആൻ ഇന്നസെന്റ് പേഴ്സൺ ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു എന്താ പറയുക, യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇല്ലാത്ത, അതായത് ഇത്തരത്തിലൊരു ഇമോട്ടീവ് ഡെഫിനിഷൻ അവിടെ ഇല്ല. ഡെഫിനിഷൻ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ അബോർഷനെ മർഡർ ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇമോട്ടീവ് ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഇൻഡിവിജ്വലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത്തരം ഡെഫിനിഷൻസിനെയാണ് പെർസ്യൂസീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഡെഫിനിഷൻ ക്യാരീസ് എ നെഗറ്റീവ് കണക്ടേഷൻ. അതായത് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ മീനിങ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കണക്ടേഷൻ ആണ്. ആസ് ദി ടേം മർഡർ സജസ്റ്റ് ദാറ്റ് abortion is wrongful killing, and it is also assumes that the aborted fetus is already a person. അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് അബോർഷൻ എന്ന് പറയുന്നത് മോറലി റോങ് ആണെന്ന് നമ്മൾ പറയുന്നു, റോങ്ഫുൾ കില്ലിംഗ് ആണെന്ന് നമ്മൾ പറയുന്നു. രണ്ടാമതായിട്ട് ഈ ഫീറ്റസിനെ ഓൾറെഡി ഒരു പേഴ്സൺ ആയിട്ട് അങ്ങ് ചിത്രീകരിക്കുന്നു. സച്ച് എ ഡെഫിനിഷൻ ഇസ് ഷുവർലി നോട്ട് അപ്രോപ്രിയേറ്റ് ഇൻ ഫെയർ ഡിബേറ്റ്. അവിടെ നമ്മൾ പറയുമ്പോൾ ഒരു സയന്റിഫിക് ടേംസ് ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഡെഫിനേഷൻ അവിടെ നിലനിൽക്കില്ല. എന്നിരുന്നാൽ കൂടിയും ആ ഇൻഡിവിജ്വലെ റിറ്റോറിക്കലി ഒരു ടൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഇൻഡിവിജ്വലിനെ അതിൽ നിന്ന് പിന്മാറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കമ്പൽ ചെയ്യാൻ, തെറ്റാണെന്ന് നമ്മുടെ പോയിന്റിനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡെഫിനിഷനാണ് പെർസ്യൂസീവ് ഡെഫിനിഷൻ. ഓക്കെ, നൗ സെവൻത് വൺ ഈസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഇതിനൊരു ഡെഫിനിഷൻ നമ്മൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ എ ഡെഫിനിഷൻ ദാറ്റ് പ്രൊവൈഡ്സ് എ മീനിങ് ടു എ ടേം ബൈ സ്പെസിഫൈയിങ് എ മെഷർമെന്റ് പ്രൊസീജിയർ. അതായത് ഫോർ ദിസ് പർപ്പസ് ഇതിന്റെ ഡെഫിനിഷൻ ഇന്നതായിരിക്കണം, അതിനെ ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു പർപ്പസുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ട് ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു ടേം എന്നായിരിക്കും ഓപ്പറേഷണൽ ഡെഫിനിഷൻ പ്രകാരം ഡിഫൈൻ ചെയ്തത്. ഓക്കെ, then functional definition, a definition that specifies the purpose or use of items denoted by the term. അതായത് അവിടെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിന്റെ ആ ഒരു ഉപയോഗം വെച്ചുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഫങ്ഷണൽ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് അതിന്റെ യൂസേജിനെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയാം. Then ostensive definition, a definition developed by showing someone an object and attaching a weight to it. അതായത് ഒരു ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതേപോലൊരു ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ അതിനെയാണ് ഓസ്റ്റൻസീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ദിസ് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ഈസ് യൂസ്ഡ് വെയർ ദി ടേം ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ വെർബലി, either because the word will not be understood as with children or new speakers of language, or because the nature of the term such as colors or sensations. അതായത് നമുക്കിവിടെ സംഭവിക്കുന്നത് ഒരു ഐറ്റം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്നതാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മേ ബി, അല്ലാതെ കാണിക്കാതെ വെർബലി നമുക്ക് അതെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലേ മനസ്സിലാവൂ എന്ന് പറയില്ലേ, അതേപോലെ ആ ഒരു ഐറ്റം അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കളർ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതേ കളറുള്ള ഒരു ഐറ്റമാണ് മറ്റേത്, റെഡ് കളർ ആണെങ്കിൽ ഇതാണ് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിന്റെയും കളർ, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് വിഷ്വലി ആ ഒരു ഒരു ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒബ്ജക്റ്റ് പോലെ ഇരിക്കുന്ന മറ്റൊന്നാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒസ്റ്റൻസീവ് ഡെഫിനിഷനാണ്. എ ഡെഫിനിഷൻ ഡെവലപ്ഡ് ബൈ ഷോയിങ് സംവൺ ആൻ ഒബ്ജക്റ്റ് ആൻഡ് അറ്റാച്ചിങ് എ വേർഡ് ടു ഇറ്റ്. ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് ഈ ഒബ്ജക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഐറ്റം ഇന്നതിന് വേണ്ടി ഉപയോഗിക്കാം, അത്തരത്തിൽ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അത് ഒസ്റ്റൻസീവ് ഡെഫിനിഷൻ ആണ്. ബിക്കോസ് നോർമലി ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഇത്തരം ഡെഫിനിഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ഇത്തരം ഡെഫിനിഷൻസ് യൂസ് ചെയ്യാം. ഒസ്റ്റൻസീവ് ഡെഫിനിഷൻ.
Okay, then analogous. Analogous definition. This definition as analogy corresponding in some particular, അതായത് എ ബ്രെയിൻ ആൻഡ് കമ്പ്യൂട്ടർ അനലോഗസ്. അതായത് സംഭവിക്കുന്നത് എന്താ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പാരിസണിലൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് കമ്പ്യൂട്ടർ ഇസ് ലൈക്ക് ബ്രെയിൻ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത്തരം ഡെഫിനിഷൻസിനെയാണ് അനലോഗസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. Okay, so these are the different types of definitions. Types: intentional, extensional, lexical, stipulative, then precising definition, persuasive definition, operational definition, then functional definition, and extensive definition, and finally analogous definition. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഏരിയയിൽ നിന്നും മുമ്പ് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ബ്രെയിൻ ഇസ് ലൈക്ക് കമ്പ്യൂട്ടർ. ഓക്കെ, അത് ഏത് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ എക്സാമ്പിൾ അവിടെ എഴുതിയിരിക്കുന്നത്. അത് അനലോഗസ് ഡെഫിനിഷൻ ആണ്. അതേപോലെ രണ്ടാമത് വെച്ചിരിക്കുന്നത് പ്രഗ്നൻസി അല്ലെങ്കിൽ മീൻസ് അപോർഷൻ, അതിനെ ഒരു മർഡർ ആയിട്ട് ചിത്രീകരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ പ്രകാരമാണ്, അത് പെർസ്യൂസീവ് ഡെഫിനിഷൻ ആണ്. ഇത് രണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, shall I move on? Yes, sir. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാലസീസ് ആണ്. ലോജിക്കൽ ഫാലസീസ്. വാട്ട് ഈസ് എ ഫാലസി? ഫലീഷ്യസ് ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞില്ല. എന്താണ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് എ ഫാലസി? ഫാലസി മീൻസ് എറർ, റൈറ്റ്? റീസണിങ്ങിൽ വരുന്ന എററിനെയാണ് ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, റീസണിങ്ങിൽ വരുന്ന എറർ. വെരി ഗുഡ്, എറർ. സോ simply fallacy is a mistake in reasoning. In other words, defect in an argument that misleads the mind is called fallacy. നമ്മളുടെ ആർഗ്യുമെന്റിൽ വരുന്ന ഒരു തെറ്റ്, ഈ തെറ്റ് കാരണം നമ്മുടെ കൺക്ലൂഷൻ തെറ്റിപ്പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഫാലസി എന്ന് പറയും. സോ ലോജിക്കൽ ഫാലസി 2 രീതിയിലുണ്ട്. ഒന്ന് ഫോർമൽ ഫാലസി, രണ്ടാമതായിട്ട് ഇൻഫോർമൽ ഫാലസി. ഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a fallacy in which there is the involvement of an error in the form, arrangement or technical structure of an argument is called formal fallacy. അതായത് ഫാലസി ഹാപ്പൻ ചെയ്തിരിക്കുന്നത് ആർഗ്യുമെന്റ് ഫാലസി കാരണം, അതായത് സ്ട്രക്ചറിൽ എറർ വരുവാണ്. ആർഗ്യുമെന്റ് ഫോം ചെയ്തിരിക്കുന്നതിന്റെ സ്ട്രക്ചറിൽ എറർ വരുവാണ്, അല്ലെങ്കിൽ ഫോർമേഷൻ എറർ വരികയാണ്, അറേഞ്ച്മെന്റ് എറർ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഫോർമൽ ഫാലസി എന്ന് പറയും. ഓക്കെ, ഫാലസി എന്താണ്? ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചറിലാണ് എറർ വന്നിരിക്കുന്നത്. ലൈക്ക് യു ക്യാൻ സി ദിസ് എക്സാമ്പിൾ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പറയണേ. ഓൾ ബ്ലാക്ക് ബഗ്സ് ആർ കാർണിവോറസ്, ഓൾ റാറ്റ്സ് ആർ കാർണിവോറസ്. കൺക്ലൂഷൻ എന്താണ്? ഓൾ റാറ്റ്സ് ആർ കാർണിവോറസ്. Is this valid? Is this argument is valid? ഒരു നല്ല ആർഗ്യുമെന്റ് ആണെങ്കിൽ അതിനൊരു മേജർ ടേം ഉണ്ടാവണം, ഒരു മൈനർ ടേം ഉണ്ടാകണം, ഒരു മിഡിൽ ടേം ഉണ്ടായിരിക്കണം. ഇത് പ്രോപ്പർലി അല്ലേ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കാർണിവോറസ് is a term that repeats in every sentence, right? Even in conclusion. അതായത് ഒരു മിഡിൽ ടേം is not properly arranged, or you can say ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് ഇല്ല, സ്ട്രക്ചർ ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് നമ്മളുടെ ആർഗ്യുമെന്റ് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല, പ്രോപ്പർ ഫോം ഇല്ല, അങ്ങനെ വരുവാണെങ്കിൽ അത് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഫോർമൽ ഫാലസിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർമൽ ഫാലസി. ദെൻ ഇൻഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഫോർമൽ ഫാലസി എന്താ? സ്ട്രക്ചറിൽ എറർ വരുവാണെങ്കിൽ അത് ഫോർമൽ ഫാലസിയാണ്. എന്നാൽ മീനിങ്ങിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൽ, യൂസ് ഓഫ് ലാംഗ്വേജിലൊക്കെയാണ് എറർ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഇൻഫോർമൽ ഫാലസി എന്ന് പറയും. ഓക്കെ, സോ ഇൻഫോർമൽ ഫാലസീസ് ആർ എ മാറ്റർ ഓഫ് അൺക്ലിയർ എക്സ്പ്രഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ലോജിക് ഓഫ് ദി മീനിങ് ഓഫ് ദി ലാംഗ്വേജ്. അതായത് ആ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ അതിന്റെ ലോജിക്കിൽ ഓർ ഗ്രാമറിൽ വന്നിരിക്കുന്ന എറർ ആണെങ്കിൽ ആ സാഹചര്യങ്ങളിലൊക്കെ അത് ഇൻഫോർമൽ ഫാലസി ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യാം. സോ ഓപ്പോസിറ്റ് ടു ഇറ്റ്, ഫോർമൽ ഫാലസി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഡീൽസ് വിത്ത് ദി ലോജിക് ഓഫ് ടെക്നിക്കൽ സ്ട്രക്ചർ.
ഫോർമൽ ഫാലസി ടെക്നിക്കൽ സ്ട്രക്ചറിൽ വരുന്ന എറർ ആണെങ്കിൽ ഇൻഫോർമൽ ഫാലസി അതിന്റെ മീനിങ്ങിൽ വരുന്ന എററാണ്. മീനിങ്ങിൽ വരുന്ന എററാണ്. റിമെമ്പർ ദാറ്റ്. ഓക്കെ. സോ ഇൻഫോർമൽ ഫാലസി ഇൻവോൾവ്സ് എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇൻഫോർമൽ ഫാലസിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് നോക്കാം. ദി മിസ്യൂസ് ഓഫ് ലാംഗ്വേജ് വരുന്ന എറർ ആകാം. ലൈക്ക് വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നതിലെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗ്രാമറിലുള്ള എറർ. രണ്ടാമതായിട്ട് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. ഫാക്റ്റോ ഒപ്പീനിയനോ നമ്മൾ മിസ്സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നു, തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. ദെൻ മിസ്കൺസെപ്ഷൻ ഡ്യൂ ടു അണ്ടർലൈങ് പ്രീസപ്പോസിഷൻ. നമ്മളുടെ തെറ്റിദ്ധാരണ മൂലം കാര്യങ്ങളെ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. ആ സാഹചര്യങ്ങളിലും അത് ഇൻഫോർമൽ ഫാലസിയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ഇല്ലോജിക്കൽ സീക്വൻസ് ഓഫ് തോട്ട്സ്. നമ്മൾ ആ ചിന്തിച്ചിരിക്കുന്ന രീതി ഇല്ലോജിക്കലാണ്, ആ സീക്വൻസ് ഓഫ് തോട്ട് ലോജിക്കൽ അല്ല. അവിടെയും എന്ത് സംഭവിക്കും? ഇൻഫോർമൽ ഫാലസി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. സോ ഇൻഫോർമൽ ഫാലസി ഇൻവോൾവ് ചെയ്യാവുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് മിസ്യൂസ് ഓഫ് ലാംഗ്വേജ്, രണ്ട് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്, അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർലൈൻ പ്രിസപ്പോസിഷൻസ് കാരണം, നമ്മൾ മുൻകൂട്ടി നമ്മളുടെ തെറ്റിദ്ധാരണകൾ കാരണമായിരിക്കാം. അതുമല്ലെങ്കിൽ ഇല്ലോജിക്കൽ സീക്വൻസ് ഓഫ് തോട്ട്സ്. തോട്ടിലേക്ക് എത്തുന്ന ആ ഒരു പ്രോപ്പർ അലൈൻമെന്റ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാത്തതുകൊണ്ടാകാം. ഇതൊക്കെ കൊണ്ട് ഇൻഫോർമൽ ഫാലസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസീസ്, ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ്. ഇൻഫോർമൽ ഫാലസീസ് കോമൺലി ചോദിക്കാറുള്ളതാണ്. പക്ഷേ റീസെന്റ് ആണ് ഫോർമൽ ഫാലസീസിനെ പറ്റി ക്വസ്റ്റ്യൻസ് തുടങ്ങിയത്. 2018 ശേഷം ഈ സിലബസ് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഇൻഫോർമൽ ഫാലസീസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ബിക്കോസ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഫോർമൽ ഫാലസീസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം ടൈം ഫോർമൽ ഫാലസി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഫോർമൽ ഫാലസി ഏരിയ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2022 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ഫോർമൽ ഫാലസീസുമായിട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു. അവിടെ ഇൻഫോർമൽ ഫാലസി ചോദിച്ചില്ല, ഫോർമൽ ഫാലസിയാണ് ചോദിച്ചത്. അതുകൊണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസി ഇത് രണ്ടും നമുക്ക് റെലവെന്റ് ആണ്, ഒന്നും ഒഴിവാക്കാനില്ല. ഓക്കെ. സോ ഈ ഫോർമൽ ഫാലസീസിന്റെ ടൈപ്പ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ദെൻ illicit treatment of major term, illicit treatment of minor term, exclusive premises, affirmative conclusion from negative premises, negative conclusion from affirmative premises. അതായത് ഫോർമൽ ഫാലസി എന്തായിരുന്നു? സ്ട്രക്ചറിൽ വരുന്ന എററാണ്. സ്ട്രക്ചറിൽ വരുന്ന എറർ ഈ പറയുന്ന 6 രീതിയിൽ ഹാപ്പൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ വേ നമുക്ക് കാണാം, ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. അതായത് ദി ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ is a formal fallacy that is committed when middle term in a categorical syllogism is not distributed in either the minor premise or the major premise. Middle term is not distributed. Minor premise-ലും major premise-ലും middle term distributed അല്ല. It is thus a syllogistic fallacy. അല്ല, അതായത് either in minor premise or major premise. ഒന്നെങ്കിൽ അത് മൈനർ premise-ൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ മേജർ premise-ൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. ആ സാഹചര്യത്തിലാണ്, അതായത് മിഡിൽ ടൈം ഡിസ്ട്രിബ്യൂട്ട് ആകുക, ഈ കൺസെപ്റ്റ് ഒക്കെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാം. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നെയ്തർ ഓഫ് ദി പ്രമിസസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ? യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. നെയ്തർ ഓഫ് ദി പ്രമിസസ് അക്കൗണ്ട്സ് ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദി മിഡിൽ ടൈം. മിഡിൽ ടേമിന്റെ എല്ലാ മെമ്പേഴ്സിനെ പറ്റിയും ഈ പറയുന്ന 2 പ്രമിസുകളിൽ ഒന്നിലും തന്നെ പറയുന്നില്ല. ഓക്കെ. വിച്ച് കോൺസിക്വന്റ്ലി ഫെയിൽസ് ടു ലിങ്ക് ദി മേജർ ആൻഡ് മൈനർ ടേം. അത് കാരണം മേജർ ടേമും മൈനർ ടേമും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ അവിടെയാണ് ഈ ഫാലസി ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ഷോ യു. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന 4 ടൈപ്പ് ഉണ്ടല്ലോ പ്രപ്പോസിഷൻസിനകത്ത്. ഒന്ന് എ ടൈപ്പ്, ദെൻ ഇ ടൈപ്പ്, ഐ ടൈപ്പ് ആൻഡ് ഒ ടൈപ്പ്. ഈ 4 എണ്ണത്തിലും ദി ഫസ്റ്റ് ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ്. എ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഒരു എക്സാമ്പിൾ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. സി ഓൾ, വേണ്ട, പൊളിറ്റീഷ്യൻസ് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ബോറാവും. നമുക്ക് കാറ്റ്സിനെ എടുക്കാം. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. ഓക്കെ. ഇനി നിങ്ങൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ എന്താ? ഇവിടെ പറയുന്നത് ഓൾ കാറ്റ്സിനെ പറ്റിയാണ്. അതായത്
ക്യാറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയെ പൂർണ്ണമായിട്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു കാറ്റഗറിയെ പറ്റി പറയുകയാണെങ്കിൽ മാത്രമാണ് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയും. ഇവിടെ മാമൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഒന്ന് പറയാമോ? ഇവിടെ മാമൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല? മാമൽസിൽ വേറെയും പെടില്ല. എക്സാക്ട്ലി, അതാണ് എനിക്ക് വേണ്ടത്. അതായത് മാമൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ക്യാറ്റ്സ് എന്ന് പറയുന്ന മാമൽസിനെ മാത്രമാണ്. മാമൽസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയെ മൊത്തമായിട്ട് എടുത്തിട്ടില്ല. ഓക്കെ, സോ ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ മാമൽസ് എന്ന് പറയുന്നത് ക്യാറ്റ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയെ മാത്രം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മാമൽസിനെ ഇവിടെ പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ആകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ക്യാറ്റ്സിനെയാണ്. ഓക്കെ, സോ എ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അവിടെ എപ്പോഴും ഫസ്റ്റ് ടേം ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയല്ലേ? ക്യാറ്റ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഫസ്റ്റ് ടേം, അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ദി സെക്കൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓ സ്റ്റേറ്റ്മെന്റ്സ്. ഓ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സെക്കൻഡ് ടേം ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ, സം ക്യാറ്റ്സ് ആർ നോട്ട് mammals. Some cats are not mammals എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ലോജിക്കലി ചിന്തിച്ചു നോക്കി, ഈ സം ക്യാറ്റ്സ്, ചില കാറ്റുകൾ മാമൽസ് അല്ല. അവിടെ മാമൽസ് എന്ന് പറയുന്ന പൂർണ്ണമായ കാറ്റഗറിയെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ്? മാമൽസ് എന്ന് പറയുന്ന ആ പൂർണ്ണമായ കാറ്റഗറിയിൽ ചില കാറ്റുകൾ വരില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം മാമൽസ് എന്ന് പറയുന്ന കാറ്റഗറിയെ അവിടെ പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഓ ടൈപ്പ് ആണെങ്കിൽ, ഓ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ സെക്കൻഡ് ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇവിടെ മാമൽസ് ആണ് പൂർണ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഈ സ്റ്റേറ്റ്മെന്റ്സ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് നോ ക്യാറ്റ്സ് ആർ മാമൽസ്. നോ ക്യാറ്റ്സ്, ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ക്യാറ്റ്സിനെ പറയുന്നുണ്ട്. റൈറ്റ്? ക്യാറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം എന്തല്ല? മാമൽസ് എന്ന് പറയുന്നത് അല്ല. സോ മാമൽസ് എന്ന് പറയുന്ന പൂർണ്ണമായ കാറ്റഗറിയിൽ, ക്യാറ്റ്സ് എന്ന് പറയുന്ന പൂർണ്ണമായ കാറ്റഗറിയിൽ ആരെയും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. സോ ബോത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഈ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നൺ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഐ സ്റ്റേറ്റ്മെന്റ്. ഐ സ്റ്റേറ്റ്മെന്റിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഫോർ എക്സാമ്പിൾ, സം ക്യാറ്റ്സ് ആർ മാമൽസ്. ഇവിടെ ഏത് മാമൽസിനെ പറ്റിയാണ് പറയുന്നത്? ഈ പറയുന്ന ചില കാറ്റുകൾ മാമൽസ് ആണ്. ആ ചില കാറ്റുകൾ എന്ന് പറയുന്ന മാമൽസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ക്യാറ്റ്സ് ആയാലും കുറച്ച് ക്യാറ്റ്സിനെ പറ്റിയേ പറയുന്നുള്ളൂ. അതായത് ഐ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് നല്ലതാണ്. ബിക്കോസ് ഈ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് നമ്മൾ പിന്നീട് ഹേതു ഭാഷാസ് ഒക്കെ പറയുമ്പോൾ അതിനകത്തും കണക്റ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദി ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മീഡിയം occurs when the terms that links the two premises is never distributed. അതായത് ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് മീഡിയം ഹാപ്പൻ ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് പ്രമിസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അല്ലേ? മിഡിൽ ടേം ഉപയോഗിച്ചുകൊണ്ടല്ലേ രണ്ട് പ്രമിസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ആ മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, ആ മിഡിൽ ടേം രണ്ട് പ്രമിസുകളിലും പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് ഈ ഒരു ഫാലസി ഹാപ്പൻ ചെയ്യുന്നത്. ഐ ഷോ യു. സി, ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഓൾ ഇസഡ് ആർ ബി, ദെൻ ഓൾ വൈ ഈസ് ബി. സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഇസഡ് പൂർണ്ണമായിട്ടും ബിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിൽ വരുന്ന ഇസഡിനെ പറ്റി മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബി ഈസ് നോട്ട് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ്. അതേപോലെ വൈ പൂർണ്ണമായിട്ടും ബിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ ബി എന്ന് പറയുന്ന ആ എൻറ്റയർ കാറ്റഗറിയെ പറ്റി രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്നില്ല. സോ ഇവിടെ മിഡിൽ ടേം എന്താണ്? കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രമിസിനെ റിപ്പീറ്റ് ചെയ്യുന്ന ടേമാണ് മിഡിൽ ടേം. കൺക്ലൂഷനിൽ വന്നിട്ടില്ല. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. ബി രണ്ട് പ്രപ്പോസിഷൻസിലും കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ, രണ്ട് പ്രപ്പോസിഷനിലും ബി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല.
അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന എററാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. സോ ബി ഈസ് ദി കോമൺ ടേം ബിറ്റ്വീൻ ദി ടു premises, അതായത് മിഡിൽ ടേം, ബട്ട് നെവർ ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ദി സിലോജിസം ഈസ് ഇൻവാലിഡ്. ബി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ സിലോജിസം ഇൻവാലിഡ് ആണ്. ബി വുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ premise which states either, ഒന്നെങ്കിൽ ഇങ്ങനെ പറയണം, ഓൾ ബി ഈസ് ഇസഡ്. അതായത് നേരെ തിരിച്ചാണെങ്കിൽ ഓൾ ബി ഈസ് ഇസഡ് എന്നാണോ, അല്ലെങ്കിൽ ഓൾ ബി ഈസ് വൈ എന്നോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഓർ സം ബി ഈസ് ഇസഡ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ വന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻ. ഡിസ്ട്രിബ്യൂഷൻ വരുന്നില്ലെങ്കിൽ അവിടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. സോ ഓൾസോ എ റീറ്റെയിൻഡ് റൂൾ ഓഫ് ലോജിക് ഈസ് ദാറ്റ് എനിത്തിങ് distributed in the conclusion must be distributed in at least one premises. കൺക്ലൂഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു പ്രമൈസിലെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണമെന്നാണ് ലോജിക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് പറയാം. ഇപ്പോ എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് മനസ്സിലായോ? മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിന്റെ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സി, ഓൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്സ്. My grandfather carries backpacks. See the logic? എല്ലാ സ്റ്റുഡൻസും ബാക്ക് പാക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദറും ബാക്ക് പാക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. Therefore, my grandfather is a student. ഇവിടെ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇല്ല. അതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. അതായത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ഗ്രാൻഡ് ഫാദറിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്ക് പാക്ക് ക്യാരിയേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ലോജിക്ക് വരും. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഈ സ്ട്രക്ചർ ഈസ് വീക്ക്. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ കറക്റ്റ് ചെയ്താൽ മതി. സി, ഓൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്ക്. സി, അവിടെ മിഡിൽ ടേം തന്നെ മാറും. ഓൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്ക്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ സ്റ്റുഡൻറ്. Therefore, my grandfather carries backpack. ഇപ്പൊ സ്ട്രക്ചർ കറക്റ്റ് ആണോ? സി, സ്റ്റുഡൻസ് എന്ന് പറയുന്ന മിഡിൽ ടേം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു മിഡിൽ ടേം മാറി, മിഡിൽ ടേം സ്റ്റുഡൻസ് ആയി. സ്റ്റുഡൻസ് എന്ന് പറയുന്ന മിഡിൽ ടേം ഫസ്റ്റ് ടേമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നമ്മളുടെ കൺക്ലൂഷൻ വരുമ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ക്യാരീസ് ബാക്ക്പാക്ക് എന്ന് പറയുന്നത് വാലിഡ് ആണ്. ഇതാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഓക്കെ, is it clear? Yes, sir. രണ്ടാമത്തെ ഫാലസിയിലേക്ക് പോവാം. രണ്ടാമത്തെ ഫാലസി ഇല്ലിസിറ്റ് മേജർ എന്നായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത്. ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മേജർ ടേം ഓർ ഇല്ലിസിറ്റ് മേജർ എന്ന് പറയും. സോ ഇല്ലിസിറ്റ് മേജർ ഇസ് എ ഫോർമൽ ഫാലസി കൺവിക്റ്റഡ് ഇൻ എ കാറ്റഗറിക്കൽ സിലോജിസം ദാറ്റ് ഈസ് ഇൻവാലിഡ് ബിക്കോസ് ഇറ്റ്സ് മേജർ ടേം ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി മേജർ premise ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി കൺക്ലൂഷൻ. എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റീസൺ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തേക്കുക. എന്താണ് റീസൺ? മേജർ ടേം ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി മേജർ premise. മേജർ premisseലെ മേജർ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ ഈ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എററിനെ നമുക്ക് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറയാം. അതായത് ഇതിന്റെ ഫോം ഇങ്ങനെയായിരിക്കും: all A are B, no C are A, therefore no C are B. ഇതിലെ മേജർ ടേം ഏതാണ്? ഇതിലെ മേജർ ടേം ഏതാണ്? ബി. വെരി ഗുഡ്. ഇതിന്റെ മേജർ ടേം എന്ന് പറയുന്നത് ബി ആണ്. എന്തുകൊണ്ടാണ് ബി? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. അതൊക്കെ പെട്ടെന്ന് എനിക്ക് എല്ലാവരും ആൻസർ പറയണം കേട്ടോ. ലാസ്റ്റ് ഡേ നമ്മൾ കുറെ നേരം അതിന് സ്പെൻഡ് ചെയ്തതാണ്. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്, നമ്മുടെ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ടേം ആണ് മേജർ ടേം. ഈ മേജർ ടേം ഏതിലാണ് വരുന്ന? premise-നെയാണ് നമ്മൾ മേജർ premise എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ടേം വരുന്ന premise-നെയാണ് മേജർ premise എന്ന് പറയുന്നത്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ദി മേജർ ടേം ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി മേജർ premise. മേജർ premise-ൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ നോക്കി. തന്നിരിക്കുന്ന എ ടൈപ്പ് ആണ്. എ ടൈപ്പ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടേം മാത്രമാണ്.
ഓൾ എ പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ ബി പൂർണ്ണമായിട്ട് അവിടെ എടുത്തിട്ടില്ല. സോ ബി ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ദെൻ നോ സി ആർ എ എന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെ രണ്ട് കേസും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ബിക്കോസ് ഇ ആണ്. ഈ ടൈപ്പ് വരുവാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു. ഈ ടൈപ്പ് ആണെങ്കിൽ രണ്ട് ടേമും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എല്ലാ സിയെ പറ്റിയും എല്ലാ എയെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഫൈനലി നിങ്ങൾ കൺക്ലൂഷൻ നോക്കി. നോ സി ഈസ് ബി. നോ സി ആർ ബി എന്ന് പറഞ്ഞാൽ സിയെ പറ്റി പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ബിയെ പറ്റിയും പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് മേജർ പ്രിമിസിൽ നമ്മളുടെ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, പക്ഷെ കൺക്ലൂഷനിൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇങ്ങനെ വന്നാൽ വരുന്ന ഫാലസിയാണ് ഇല്ലിസിറ്റ് മേജർ ടേം. ഓക്കെ. സീ ദി എക്സാമ്പിൾ. ഓൾ ഡോഗ്സ് ആർ മാമൽസ്. നോ കാറ്റ്സ് ആർ ഡോഗ്സ്. നോ കാറ്റ്സ് ആർ മാമൽസ്. ഇവിടെ നിങ്ങൾ നോക്കുക. മേജർ ടേം ഏതാണ്? മേജർ ടേം ഏതാണ്? വേഗം പറയും. വിച്ച് ഇസ് ദി മേജർ ടേം ഹിയർ? Mammals. Mammal. Okay. Major term mammals. Which is the minor term? Which one is the minor term? Minor term ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വേഗം പറ. Cats. Okay. Then middle term? കൺക്ലൂഷനിൽ വരാതെ രണ്ട് സെൻസിലും വരുന്ന ടേം എന്ന് പറയുന്നത് ഡോഗ്സ് ആണ്. ഡോഗ്സ് ആണ് മിഡിൽ ടേം. സോ നമ്മളുടെ മേജർ ടേം എന്ന് പറയുന്നത് മാമൽ ആണ്. ഈ മേജർ ടേം എന്ന് പറയുന്നത് നമ്മളുടെ മേജർ പ്രെമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നോക്കുക. എന്താണ് മേജർ പ്രെമിസ്? മാമൽസ് വരുന്ന പ്രെമിസിനെയാണ് മേജർ പ്രെമിസ് എന്ന് പറയുന്നത്. അതായത് മേജർ ടേം വരുന്ന പ്രെമിസ് ആണ് മേജർ പ്രെമിസ്. മേജർ പ്രെമിസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് എ ടൈപ്പ് ആണ്. എ ടൈപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ടേം ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, സെക്കൻഡ് ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അതായത് മാമൽസ് എന്ന് പറയുന്ന മേജർ ടേം മേജർ പ്രെമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. പക്ഷേ ഡോഗ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുമ്പോൾ കാറ്റ്സും ഡോഗ്സും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ കാറ്റ്സും മാമൽസും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി മേജർ ടേം, ബട്ട് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി കൺക്ലൂഷൻ. ഓക്കെ. സോ മേജർ ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷെ മേജർ ടേം മേജർ പ്രെമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഇവിടെ ഒക്യൂർ ചെയ്ത ഫാലസിയാണ് എന്തെന്ന് പറയുന്നത്? ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ ഇല്ലിസിറ്റ് മൈനർ. ഹെഡിങ് എഴുതാൻ മറന്നുപോയതാണ്. ഹെഡിങ് ഇവിടെ എഴുതിയേക്കാം. ഇതാണ് നമ്മളുടെ അടുത്ത ടൈപ്പ് ഓഫ് ഫാലസി, illicit minor. So illicit minor is a formal fallacy committed in a categorical syllogism that is invalid because its minor term is undistributed in the minor premise but distributed in the conclusion. Just opposite. നേരത്തെ നമ്മൾ എന്താണോ മേജർ ടേമിനെ പറ്റി പറഞ്ഞത് അതേ കാര്യം നിങ്ങൾ മൈനർ ടേമിനെ പറ്റി പറയും. അങ്ങനെയാണെങ്കിൽ അത് ഇല്ലിസിറ്റ് മൈനർ ആണ്. അതായത് ദിസ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി മൈനർ premise. മൈനർ പ്രമിസിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, പക്ഷേ കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫാലസിയാണ് ഇല്ലിസിറ്റ് മൈനർ. അതിന്റെ ആർഗ്യുമെന്റ് ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ എ ആർ ബി, ഓൾ എ ആർ സി, ഓൾ സി ആർ ബി. ഓക്കെ. ഏതാണ് ഇവിടെ മൈനർ ടേം? സി. ഓക്കെ. മൈനർ ടേം എന്ന് പറയുന്നത് ഇവിടെ സി ആണ്. ആ സി വരുന്ന premise ആണ് നമ്മളുടെ മൈനർ premise. അതായത് ഓൾ എ ആർ സി എന്ന് പറയുന്നതാണ് മൈനർ premise. ഓൾ എ ആർ സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എ ആണ്. എ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അതേപോലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ബിക്കോസ് എ ടൈപ്പ് ആണ്. എ ടൈപ്പ് എവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ടേം ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, സെക്കൻഡ് ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റീസൺ അവിടെ മാച്ച് ചെയ്യുന്നില്ല നോക്കി. അതായത് കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കൺക്ലൂഷൻ എന്താ? ഓൾ സി ആർ ഡി. കൺക്ലൂഷനിൽ ആ സി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ മൈനർ പ്രമിസിൽ ആ സി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. മൈനർ പ്രമിസിൽ എ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൂ. മൈനർ പ്രമിസ് ഏതാണ്? ഓൾ എ ആർ സി. അപ്പോൾ എ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, സി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ.
ദെൻ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ കാറ്റ്സ് ആർ ഫെലൈൻസ്. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. സോ ഓൾ മാമൽസ് ആർ ഫെലൈൻസ്. What happened here? See, ഇവിടെ മൈനർ ടേം എന്ന് പറയുന്നത് മാമൽസ് ആണ്. അപ്പോൾ കൺക്ലൂഷനിൽ എല്ലാ മാമൽസിനെയും പെടുത്തിയിട്ടുണ്ട്. കൺക്ലൂഷനിൽ മാമൽസ് എന്ന് പറയുന്ന ആ പൂർണ്ണമായ കാറ്റഗറിയെ പെടുത്തിയിട്ടുള്ളത് കൊണ്ട് കൺക്ലൂഷനിൽ ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതേസമയം നമ്മളുടെ മൈനർ പ്രെമിസിലോ, മൈനർ പ്രെമിസ് എന്ന് പറയുന്നത് ഇതാണ്, ഓൾ കാറ്റ്സ് ആർ മാമൽസ്. അവിടെ കാറ്റ്സ് മാത്രമാണ് പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, മാമൽസിനെ പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. സോ ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്നത്, ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന മൈനർ പ്രെമിസിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ കൺക്ലൂഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇല്ലിസിറ്റ് മൈനർ എന്ന ഈ ഫാലസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ? സോ 3 ടൈപ്പ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇല്ലിസിറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ആണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രെമിസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ രണ്ടാമത് നമ്മൾ ഇല്ലിസിറ്റ് മേജർ കണ്ടു. ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രെമിസിൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, പക്ഷെ കൺക്ലൂഷനിൽ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മൈനർ ആണെങ്കിലോ, മൈനർ ആണെങ്കിൽ ഇല്ലിസിറ്റ് മൈനർ ആണെങ്കിൽ മൈനർ പ്രെമിസിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, പക്ഷേ കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഇല്ലിസിറ്റ് മൈനർ വരുന്നത്. ഈ 3 ഫോർമൽ ഫാലസിസ് ക്ലിയർ ആണോ? Yes, sir. Right. Now, fallacy of exclusive premises. Exclusive premises എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the fallacy of exclusive premises is a syllogistic fallacy committed in a categorical syllogism that is invalid because both of its premises are negative. രണ്ടും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ രണ്ടിനും ഒന്നും പെടുന്നില്ല എന്നല്ലേ അർത്ഥം. രണ്ടും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ, അതായത് നോ കാറ്റ്സ് ആർ ഡോഗ്സ്, നോ ഡോഗ്സ് ആർ പെറ്റ്സ്. സംഭവിച്ചിരിക്കുന്നത് എന്താ? അവിടെ രണ്ടിടത്തും ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റിലും ക്യാറ്റ് ഡോഗ്സ് അല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പെറ്റ്സ് അല്ല എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നില്ല. രണ്ടും എക്സ്ക്ലൂസീവ് ആണ്. അത്തരത്തിൽ 2 എക്സ്ക്ലൂസീവ് പ്രമൈസുകൾ തന്നിട്ട് കൺക്ലൂഷനിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. എക്സ്ക്ലൂസീവ് പ്രമൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ EOO4 ടൈപ്പ് ആണ്. EOO4 എന്താന്ന് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് EOO4? ഈ അറേഞ്ച്മെന്റ് എന്താ പറയുന്നത്? എക്സാക്ട്ലി, മൂഡ് ആൻഡ് ഫിഗർ. മൂഡ് എന്ന് പറയുന്നത് EOO ആണ്, ഫിഗർ എന്ന് പറയുന്നത് ഫോർത്ത് ടൈപ്പ് ആണ്. സോ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോ കാറ്റ്സ് ആർ ഡോഗ്സ്, കാറ്റ്സ് ഒന്നും ഡോഗ്സ് അല്ല എന്ന് പറഞ്ഞു. ദെൻ സം ഡോഗ്സ് ആർ നോട്ട് പെറ്റ്സ്, സം ഡോഗ്സ് ആർ നോട്ട് പെറ്റ്സ്. രണ്ടും എക്സ്ക്ലൂസീവ് ആണ്, രണ്ടിലും ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല, രണ്ടിലും എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞു. ദെൻ കൺക്ലൂഷനിൽ സം പെറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്, നോട്ട് കാറ്റ്സ്. ഇവിടെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്താലേ കൺക്ലൂഷൻ പറയാൻ പറ്റൂ. 2 എക്സ്ക്ലൂസീവ്സ് പറഞ്ഞിട്ട് കൺക്ലൂഷനും എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ അത് ആക്ച്വലി എറർ ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ് പ്രമൈസുകളിൽ നിന്നും ഒരു എക്സ്ക്ലൂസീവ് കൺക്ലൂഷൻ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്തിരിക്കുന്നത് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി 4th one, fallacy of exclusive premises. Okay, you can see another example here. No planets are dogs. Planets എന്ന് പറയുന്ന ഡോഗ്സ് അല്ല എന്ന് പറഞ്ഞു. Some dogs are not pets. ഡോഗ്സ് എന്ന് പറയുന്നത്, ചില ഡോഗ്സ് എന്ന് പറയുന്നത് പെറ്റും അല്ല എന്ന് പറഞ്ഞു. ആൻഡ് കൺക്ലൂഷൻ പറയുന്നു സം പെറ്റ്സ് ആർ നോട്ട് പ്ലാനറ്റ്സ്. എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പുതിയ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ടോ? നത്തിങ് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ് ഈ ഒരു ഫാലസി ക്രിയേറ്റ് ചെയ്തതായിട്ട് നമ്മൾ പറയുന്നത് ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രമൈസസ്. നൗ 5ാമത്തെ ഫോർമൽ ഫാലസിയാണ് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം എ നെഗറ്റീവ് പ്രമൈസ്. 2 നെഗറ്റീവ് പ്രമൈസുകൾ തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു അഫർമേറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഫാലസിയാണ്. അത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പ്രോബ്ലംസ് ചെയ്തപ്പോഴും പറഞ്ഞാണ്. 2 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് ഒരു അഫർമേറ്റീവ് കൺക്ലൂഷൻ എടുക്കാനോ 2 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ നിന്ന് ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാനോ സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു എറർ ആണ്. അതാണ് ഇവിടെ പറയുന്നത്.
affirmative conclusion from a negative premise. So affirmative conclusion from a negative premise or illicit negative എന്ന് പറയും. Illicit negative is a formal fallacy that is committed when a categorical syllogism has a positive conclusion and one or two negative premises. ഒന്നോ അതിലധികമോ നെഗറ്റീവ് പ്രമൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ പറയാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഇസ് എ ഫാലസി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സി നോ ഫിഷ് ആർ ഡോഗ്സ്. ഒരു ഫിഷും ഡോഗ്സ് അല്ല എന്ന് പറഞ്ഞു. നോ ഡോഗ്സ് ക്യാൻ ഫ്ലൈ. രണ്ടും ഈ ടൈപ്പ് ആണ്. രണ്ട് നെഗറ്റീവ് പ്രമിസുകളാണ്. കൺക്ലൂഷൻ നോക്കി, therefore all fish can fly. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ലോജിക്കിലേക്ക് എത്തുക? സോ രണ്ട് നെഗറ്റീവ്സ് വന്നിട്ട് ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ നോക്കിയാൽ അവിടെ ഹാപ്പൻ ചെയ്തിരിക്കുന്ന ഫാലസിയാണ് affirmative conclusion from negative premises. Okay, one more. Next one is negative conclusion from affirmative premises. Negative conclusion from affirmative premises, അതായത് just opposite. So negative conclusion from affirmative premises is a syllogistic fallacy committed when a syllogistic, one second. Okay. സിക്സ്ത് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് കൺക്ലൂഷൻ ഫ്രം അഫർമേറ്റീവ് പ്രമൈസസ് ആണ്. നെഗറ്റീവ് കൺക്ലൂഷൻ ഫ്രം അഫർമേറ്റീവ് പ്രമൈസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ലോജിക്. നമുക്കൊരിക്കലും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും പോസിറ്റീവ് കൺക്ലൂഷനിലേക്കോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ഒരു നെഗറ്റീവ് കൺക്ലൂഷനോ എടുക്കാൻ ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എറർ ആണ് നെഗറ്റീവ് കൺക്ലൂഷൻ ഫ്രം അഫർമേറ്റീവ് പ്രമൈസസ്. കെൻ സീ ദിസ് എക്സാമ്പിൾ. ഓൾ കേണൽസ് ആർ ഓഫീസേഴ്സ്. ഓൾ ഓഫീസേഴ്സ് ആർ സോൾജിയർ. ഇത് രണ്ടും പോസിറ്റീവ് ആണല്ലോ, രണ്ട് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ കൺക്ലൂഷൻ നെഗറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കും. നോ കേണൽസ് ആർ സോൾജിയർ. അങ്ങനെ രണ്ട് അഫർമേറ്റീവ് പ്രമൈസിൽ നിന്ന് ഒരു നെഗറ്റീവ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്യുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് നെഗറ്റീവ് കൺക്ലൂഷൻ ഫ്രം അഫർമേറ്റീവ് പ്രമൈസസ്. ഓക്കെ, സോ ദീസ് ആർ ദി 6 ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസി. ഏതെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? പറയൂ. ഓക്കെ എവരിവൺ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? സോ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഫോർമൽ ഫാലസീസ്, ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ് കണ്ടു. ഇനി നെക്സ്റ്റ് ഒരു 30 മിനിറ്റ്സ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസീസ്. ഇൻഫോർമൽ ഫാലസീസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 100 or 200 or 300 ഫാലസീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ സ്കോപ്പ് പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാലസീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഫസ്റ്റ് ഈസ് അഡ് ഹോമിനം ഫാലസി. അഡ് ഹോമിനം മീൻസ് അറ്റാക്കിംഗ് ദി പേഴ്സൺ. പേഴ്സണൽ അറ്റാക്ക് എന്ന് പറയാം, അറ്റാക്കിംഗ് ദി പേഴ്സൺ. അതായത് ദിസ് ഫാലസി ഒക്കേഴ്സ് വെൻ someone attacks the person making the argument rather than addressing the argument itself. അതായത് ഇവിടെ ആർഗ്യുമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് പകരം ആ ആർഗ്യുമെന്റ് പറയുന്ന ഇൻഡിവിജ്വലിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. സോ ആർഗ്യുമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, ആ ആർഗ്യുമെന്റ് പറയുന്ന ഇൻഡിവിജ്വലിന് അത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്, നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി എന്താണുള്ളത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് അഡ് ഹോമിനം. നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്ട്രക്ചറിലുള്ള ഫാലസിയാണ്. ഇപ്പോ പറയാൻ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ഓർ ലാംഗ്വേജ്, അതിൽ വരുന്ന ഫാലസിയെ പറ്റിയാണ്. ഗ്രാമാറ്റിക്കൽ മീനിങ്ങിലൊക്കെ വരുന്ന ഫാലസീസ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഒന്നാമത്തെ ഫാലസിയാണ് അഡ് ഹോമിനം. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാലസിയാണ്. സോ ഇവിടെ ഓർക്കുക, ആക്ച്വലി ഈ ഫാലസി ഒക്യൂർ ചെയ്യുന്നത് ആർഗ്യുമെന്റിനെതിരെ സംസാരിക്കാതെ ആ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. ആ ഇൻഡിവിജ്വലിനെതിരെ സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ലിസൺ ടു ജോൺസ് ഇക്കണോമിക് പോളിസി പ്രപ്പോസൽ, ഹി ഈസ് എ ടെറിബിൾ പേഴ്സൺ. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ ജോണിന്റെ ഇക്കണോമിക് പോളിസി പ്രപ്പോസലിനെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. പക്ഷെ അത് കേൾക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ ഇൻഡിവിജ്വൽ ഒരു ടെറിബിൾ പേഴ്സൺ ആണ്, ആ ഇൻഡിവിജ്വലിന് ഒരു ബുദ്ധിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഇൻഡിവിജ്വലിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റിനെ നള്ളിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് അഡ് ഹോമിനം or personal attack, or you can say attacking the person. Okay, so that is the first fallacy. Second one, straw man fallacy. Straw man fallacy എന്ന് പറഞ്ഞാൽ this fallacy happens when
someone misinterprets their opponent's argument to make it easier to attack. അതായത് ആ സെക്കൻഡ് ഇൻഡിവിജ്വൽ പറയുന്ന ആർഗ്യുമെന്റിനെ തെറ്റിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും വീണ് കിട്ടുന്ന ഒരു ചെറിയ പാർട്ട് എടുത്തിട്ട് അതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത്തരത്തിൽ അതിനെ വലിച്ച് വലുതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സ്ട്രോമാൻ ഫാലസിയാണ്. ഫോർ എക്സാമ്പിൾ, ഓപ്പോണൻസ് ഓഫ് എൻവയോൺമെന്റൽ ബിൽ വാണ്ട്സ് ടു ഡിസ്ട്രോയ് ജോബ്സ് ആൻഡ് ഇക്കോണമി. എൻവയോൺമെന്റൽ ബില്ല് വരുമ്പോൾ അത് തടയുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോബ് ഡിസ്ട്രോയ് ചെയ്യാനാണ്. എങ്ങനെ പറയുമ്പോൾ ഇത് സംഭവിക്കുക? ആക്ച്വലി ആ ഒരു ആർഗ്യുമെന്റിൽ, സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർഗ്യുമെന്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പോയിന്റ് എടുക്കും. ആ ചെറിയ പോയിന്റ് എടുത്തിട്ട് എൻ്റെ ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സ്ട്രോമാൻ ഫാലസിയാണ്. ഓക്കെ, സ്ട്രോമാൻ ഫാലസിക്ക് അതൊരു എക്സാമ്പിൾ ആണ്. ലൈക്ക് ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്നും ഒരു ചെറിയ പാർട്ട് മാത്രം എടുക്കുന്നു. ആ ചെറിയ പാർട്ട് വെച്ചിട്ട് ആ ഇൻഡിവിജ്വൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സ്ട്രോമാൻ. സ്ട്രോമാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡിസ്കഷന് ശേഷം ഞാൻ സ്ട്രോമാനെ കാണിച്ചു തരാം എക്സാമ്പിൾ. ദെൻ അടുത്തത് അപ്പീൽ ടു അതോറിറ്റി. അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഫാലസി occurs when someone argues that a claim is true simply because an authority figure or celebrity says it. അതായത് ഈ ഒരു ഫാലസി ഒക്യൂർ ചെയ്യപ്പെടുന്നത് നമ്മൾ പറയുകയാണ്, ഒരു ഇൻഡിവിജ്വൽ, ഒരു ഫേമസ് ഇൻഡിവിജ്വൽ, ആ ഫേമസ് ഇൻഡിവിജ്വൽ പറഞ്ഞതുകൊണ്ട് അത് ശരിയാണ്. മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാൽ പറയുന്നത് ഇക്കണോമിക് പോളിസി ശരിയല്ല എന്നാണ്. സോ മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഇക്കണോമിസ്റ്റ് ആണോ? അല്ല. പക്ഷെ അതൊരു ഫേമസ് പേഴ്സൺ ആണ്. ആ ഫേമസ് പേഴ്സൺ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു കാര്യം ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് അപ്പീൽ ടു അതോറിറ്റി. എക്സാമ്പിൾ ഇവിടെ കാണാം. ദി ഫേമസ് ആക്ടർ സേസ് ദിസ് ഡയറ്റ് പിൽ വർക്ക്സ് സോ ഇറ്റ് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് പിൽ. ഒരു ഫേമസ് ആക്ടർ പറയാണ് ഈ ഡയറ്റ് പിൽ വർക്ക് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അപ്പോൾ 100% അത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തത് അപ്പീൽ ടു ഇഗ്നോറൻസ്. അപ്പീൽ ടു ഇഗ്നോറൻസ്. സോ ദിസ് ഫാലസി ഹാപ്പൻസ് വെൻ someone argues that a claim is true because it haven't been proven false or vice versa. അതായത് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ശരിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് പറയാൻ തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ദൈവമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ദൈവം ഇല്ല. ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുന്നത് എന്താ? ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഒരു കാര്യം ഇല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അതുണ്ട് എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഒരിക്കലും നോളജ് ആവുന്നില്ല. നമുക്കൊരു കാര്യം അറിയില്ല എന്നുള്ളത് കൊണ്ട് ആ അറിവില്ലായ്മയുടെ ഓപ്പോസിറ്റ് ട്രൂ ആവില്ല. അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. എക്സാമ്പിൾ പറയാം, there is no evidence that alien does not exist. ഏലിയൻ ഇല്ല എന്നുള്ളതിന് തെളിവൊന്നുമില്ല, അതുകൊണ്ട് ഏലിയൻ must exist, അതുകൊണ്ട് ഏലിയൻ ഉണ്ടാവണം. ഇങ്ങനെ പറയുവാണെങ്കിൽ that is a fallacy, that is called appeal to ignorance. Then circular reasoning or begging the question. Circular reasoning fallacy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the fallacy occurs when the argument's premises assume that the truth of conclusion making the argument circular. അതായത് പ്രമിസുകളിൽ തന്നെ ആർഗ്യുമെന്റ് കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രമിസിൽ തന്നെ കൃത്യമായിട്ട് അസ്യൂം ചെയ്യുകയാണ് കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് സർക്കുലർ റീസണിങ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദി ബൈബിൾ ഈസ് ദി വേർഡ് ഓഫ് ഗോഡ് because God inspired it and we know that because the Bible says so. സംഭവിച്ചിരിക്കുന്നത് എന്താ? ആ ഒരു സർക്കുലർ വേയിലാണ് ഇവിടെ ആർഗ്യുമെന്റ് വരിക്കുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ഈസ് ദി വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു, ബിക്കോസ് ഗോഡ് ഇൻസ്പയർഡ് ഇറ്റ്. ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്തരത്തില് നമ്മളുടെ പ്രമിസുകളിൽ തന്നെ കൺക്ലൂഷൻ അസ്യൂം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആ ഒരു പ്രമിസുകൾ തന്നെ കൺക്ലൂഷനിൽ നിന്നെടുത്താണ്. അപ്പോൾ അത്തരത്തിൽ പ്രമിസുകൾ കൺക്ലൂഷനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന റീസണിങ് ആണ് സർക്കുലർ റീസണിങ് ഓർ യു ക്യാൻ സേ ബെഗിങ് ദി ക്വസ്റ്റ്യൻ. സോ 5 ഫാലസീസ് നമ്മൾ പറഞ്ഞു. 5 ഫാലസീസ്. ഒന്നാമത്തത് അഡ് ഹോമിനം, പേഴ്സണൽ അറ്റാക്ക്, അറ്റാക്കിംഗ് ദി പേഴ്സൺ. സ്ട്രോമാൻ ഫാലസി, ഒരു ചെറിയ പോയിന്റ് എടുത്തിട്ട് അത് വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു. ദെൻ അപ്പീൽ ടു അതോറിറ്റി,
ഏതെങ്കിലും ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ പറഞ്ഞതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റിയാണ്. അപ്പീൽ ടു ഇഗ്നറൻസ്, നിങ്ങൾക്കൊരു കാര്യം ഇല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറയുന്നത് അപ്പീൽ ടു ഇഗ്നറൻസ് ആണ്. സർക്കുലർ റീസണിങ് നമ്മുടെ പ്രെമിസുകളിൽ തന്നെ കൺക്ലൂഷൻ അസ്യൂംഡ് ആണ്. പ്രെമിസുകളിൽ തന്നെ കൺക്ലൂഷൻ വേറൊന്നെടുക്കാതെ കൺക്ലൂഷൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കുലർ റീസണിങ് ആണ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ശരി. ആറാമത്തത് ഫോൾസ് ഡിലേമ ഓർ ഫോൾസ് ഡിക്കോട്ടമി എന്ന് പറയും. ഫോൾസ് ഡിലേമ എന്ന് പറഞ്ഞാൽ ദിസ് ഫാലസി പ്രസൻസ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഓപ്ഷൻസ് ആസ് ദി ഓൺലി പോസിബിലിറ്റീസ് വെൻ there is actually more choices available. അതായത് നമ്മളുടെ മുമ്പിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അത് ഫോൾസ് ഡിലേമയാണ്. എന്തുകൊണ്ടാ? ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇത് രണ്ടും ഇല്ലാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ആ ഇൻഡിവിജ്വലിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല. ഓക്കെ, രണ്ട് ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുക. ഇത് രണ്ടും ഇല്ലാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കാവുന്ന ഒരു ഓപ്ഷനേ കൊടുക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഫോൾസ് ഡിലേമ എന്ന് പറയും. ഓക്കെ, യു ആർ എയ്തർ വിത്ത് അസ് ഓർ അഗെയിൻസ്റ്റ് അസ്. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഡിക്കോട്ടമി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോൾസ് ഡിലേമ എന്ന് പറയും. ഓക്കെ, ദെൻ ഏഴാമത്തത് ഹാസ്റ്റി ജനറലൈസേഷൻ, ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ്. So this fallacy involves making a broad conclusion based on small sample size or insignificant evidence. നമ്മളുടെ കയ്യിൽ സഫീഷ്യന്റ് ആയുള്ള എവിഡൻസ് ഇല്ല. അങ്ങനെ സഫീഷ്യന്റ് ആയുള്ള എവിഡൻസ് ഇല്ലായിരുന്നിട്ട് കൂടി നമ്മളൊരു ബ്രോഡ് ജനറലൈസേഷൻ പറയുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, I met 2 rude people from that country, so everyone from that country must be rude. ഒരു ഹാസ്റ്റി ജനറലൈസേഷൻ അല്ലേ? ഞാൻ അവിടുന്ന് കണ്ടിട്ടുള്ള 2 ഇൻഡിവിജ്വലും റൂഡായിട്ടാണ് ഒരു പെരുമാറിയത്, അതുകൊണ്ട് ആ രാജ്യത്തുള്ള എല്ലാവരും റൂഡാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇപ്പോൾ 2 or 3 സാമ്പിൾസ് ഹാസ് എ പെർട്ടിക്കുലർ ബിഹേവിയർ. അങ്ങനെയാണെങ്കിൽ എല്ലാ സാമ്പിൾസ്, എല്ലാ പോപ്പുലേഷനും അതേ ബിഹേവിയർ ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹാപ്പൻ ചെയ്തിരിക്കുന്ന ഫാലസിയാണ് ഹാസ്റ്റി ജനറലൈസേഷൻ. ഓക്കെ, ദെൻ എട്ടാമതായിട്ട് അപ്പീൽ ടു ഇമോഷൻ, ഇമോഷണൽ മാനിപ്പുലേഷൻ എന്നും പറയും. അപ്പീൽ ടു ഇമോഷൻ, ദിസ് ഫാലസി റിലൈസ് ഓൺ ഇമോഷണൽ അപ്പീൽസ് rather than logical arguments to persuasion. സോ ഇവിടെ അപ്പീലാണ്, ഇമോഷണൽ അപ്പീലാണ്, അല്ലാതെ ലോജിക് അവിടെ യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഡോണ്ട് പാസ് ദിസ് ലോ, തിങ്ക് ഓഫ് ഓൾ ദി സഫറിങ് ഇറ്റ് വിൽ കോസ്. ഇമോഷണലി ഇപ്പൊ നമ്മൾ പാർലമെന്റിൽ ഒരു സ്പീച്ച് ഇറക്കുമ്പോൾ പറയാമെന്ന് വിചാരിക്കാം, ഈ ലോ ഇപ്പൊ പാസ്സാക്കിയില്ലെങ്കിൽ എന്തോരം കഷ്ടപ്പാടുകളാണ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇമോഷൻ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അതായത് ജെനുവിൻ ആർഗ്യുമെന്റിന് പകരം ഇമോഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അപ്പീൽ ടു ഇമോഷൻ ആണ്. ഓക്കെ, ദെൻ 9th one is red herring. Red herring എന്ന് പറഞ്ഞാൽ ദിസ് ഫാലസി ഇൻട്രൊഡ്യൂസ് ആൻ അൺറിലേറ്റഡ് ടോപ്പിക് ഓർ ആർഗ്യുമെന്റ് ടു ഡൈവേർട്ട് അറ്റൻഷൻ അവേ ഫ്രം ദി മെയിൻ ഇഷ്യൂ. അതായത് ഇപ്പൊ പലപ്പോഴും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫാലസിയാണ് റെഡ് ഹെറിങ്. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ആ ഒരു സംസാരം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ആ ഒരു ഡിസ്കഷൻ ചേഞ്ച് ചെയ്യും, ആ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇതിനെയാണ് റെഡ് ഹെറിങ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഐ നോ ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ഓൺ ടൈം, ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ ഹാർഡ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻസ്റ്റെഡ്. ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സംസാരിക്കാം, അല്ലാതെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ റീസൺസിനെ പറ്റി സംസാരിക്കേണ്ട. അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താ? സംഭവിച്ചിരിക്കുന്നത് ആ മെയിൻ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്യുവാണ് ഡിസ്കഷൻ. ആ ഡിസ്കഷൻ ഡൈവേർട്ട് ചെയ്ത് വേറൊരു ഇഷ്യൂയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെഡ് ഹെറിങ്. മറ്റൊരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ കുട്ടികൾ അമ്മമാരൊക്കെ ഉറങ്ങാനൊക്കെ പറയുമ്പോൾ അവര് ഉറങ്ങാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഉടനെ തന്നെ വേറെന്തിനെങ്കിലും പറ്റി സംസാരിച്ചു തുടങ്ങും. നമുക്ക് ഉറുമ്പുകളെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റി സംസാരിച്ച് ആ ഒരു ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതെല്ലാം റെഡ് ഹെറിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആൻഡ് 10th one
post hoc fallacy or false cause fallacy. Post hoc or false cause. So this fallacy assumes that because one event follows another, the first event is caused by second. Okay, this fallacy assumes that രണ്ട് ഇവന്റ് ഒരെണ്ണം കഴിഞ്ഞപ്പോൾ മറ്റേത് വന്നു. ഒരെണ്ണം കഴിഞ്ഞ് മറ്റേത് വന്നതുകൊണ്ട് എല്ലായ്പ്പോഴും ആ ഒരു ഇവന്റ് വന്നത് കാരണം, ഫസ്റ്റ് ഇവന്റ് വന്നത് കാരണമാണ് സെക്കൻഡ് ഇവന്റ് വന്നത്. ഫസ്റ്റ് ഇവന്റ് കാരണമാണ് സെക്കൻഡ് ഇവന്റ് വന്നത് എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ അത് ആക്ച്വലി ഫോൾസ് കോസ് ആണ്. ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ചെയ്തത് കൊണ്ട് സെക്കൻഡ് ഇവന്റ് വന്നു എന്ന് അസ്യൂം ചെയ്യുന്നതാണ് ഫോൾസ് കോസ്. എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ചില എക്സാമ്പിൾസ് ഇവിടെ കാണാം. ഐ വോർ മൈ ലക്കി സോക്സ് ആൻഡ് വി വോണ്ട് ടു ഗെയിം. ഞാൻ ഇന്ന് എന്റെ ലക്കി സോക്സ് ഇട്ടത് കൊണ്ടാണ് ഇന്ന് കളി ജയിച്ചത്. ഓക്കെ, സോ അവിടെ എന്താ നമ്മൾ ക്ലെയിം ചെയ്തത്? ലക്കി സോക്സ് ആണ് വിക്ടറിക്ക് കാരണം. ഇത്തരം കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോൾസ് കോസ് ഫാലസിയാണ്. ഓക്കെ, സോ 10 ഫാലസീസ് നമ്മൾ കണ്ടു. റീസെന്റ് കണ്ട 5 എണ്ണം ഞാൻ ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടത് ഫോൾസ് ഡിലേമ. നമ്മുടെ മുമ്പിൽ 2ൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇന്റൻഷനലി ഓപ്ഷൻസിനെ ലിമിറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അത് ഫോൾസ് ഡിലേമയാണ്. ദെൻ ഹാസ്റ്റി ജനറലൈസേഷൻ. നമ്മൾ കണ്ട സാമ്പിൾ വളരെ കുറവാണ്. ആ കുറച്ച് സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം പോപ്പുലേഷനും ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹാസ്റ്റി ജനറലൈസേഷൻ ആണ്. ദെൻ അപ്പീൽ ടു ഇമോഷൻ. ഇമോഷണൽ അപ്പീൽ. ഇവിടെ നിങ്ങളിപ്പോ ഈ പറയുന്ന ഒരു എന്താ പറയാ, പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫാമിലി ആത്മഹത്യയും മറ്റൊരു ആത്മഹത്യയും എല്ലാവർക്കും പ്രശ്നമാണ്, അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് 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 ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു അപ്പീൽ ടു ഇമോഷൻ ആണ്. ഓക്കെ, ദെൻ റെഡ് ഹെയറിംഗ്. മെയിൻ ഡിസ്കഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഡിസ്കഷൻ എടുത്തിരുന്നതാണ് റെഡ് ഹെയറിംഗ്. ആൻഡ് ഫൈനലി ഫോൾസ് കോസ്. ഫോൾസ് കോസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു കോസ് അല്ലാതെ 2 ഇവന്റുകൾ ഒരു ലൈനിൽ ഹാപ്പൻ ചെയ്തു. ഫസ്റ്റ് ഇവന്റ് ഹാപ്പൻ ചെയ്തു, സെക്കൻഡ് ഇവന്റ് ഹാപ്പൻ ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് ഇവന്റ് കാരണമാണ് സെക്കൻഡ് ഇവന്റ് ഹാപ്പൻ ചെയ്തത് എന്ന് പറയുവാണെങ്കിൽ അത് ഫോൾസ് കോസ് ആണ്. ഓക്കെ, സോ 10 ഫാലസികൾ ക്ലിയർ ആയോ? Yes, sir. Okay, now let's move on. 11ാമത്തെ fallacy, appeal to tradition. So this fallacy argues that something is true or better because it has been done that way for a long time. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ തമ്പ് റൂൾ എന്നൊക്കെ പറയും. അതായത് ഒരു കാര്യം അതേ രീതി ചെയ്തത് കൊണ്ട് ഗുണമുണ്ടായി, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു വേ ആണ്, അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള വിശ്വാസമൊക്കെ ഇത്തരം അപ്പീൽ ടു ട്രഡീഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, we should continue this outdated policy because it's the way we have always done things. അതായത് ഇതിന് ജെനുവിൻ ആയിട്ടുള്ള ബാക്കിംഗ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോളിസി ആയാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്തു വന്ന കാര്യമാണ്, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നതിന് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ഇല്ല, ജസ്റ്റ് ബിക്കോസ് ഓഫ് മിയർ ട്രഡീഷൻ. അങ്ങനെയാണെങ്കിൽ അത്തരം ഫാലസിനെയാണ് അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അപ്പീൽ ടു പോപ്പുലാരിറ്റി. ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയും അപ്പീൽ ടു പോപ്പുലാരിറ്റി. അതായത് ദിസ് ഫാലസി ആർഗ്യൂസ് ദാറ്റ് എ ക്ലെയിം ഈസ് ട്രൂ ഓർ വാലിഡ് ബിക്കോസ് മെനി പീപ്പിൾ ബിലീവ് ഇറ്റ് ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് പോപ്പുലർ. കുറെ ആളുകൾ ഇത് വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങളും അത് തന്നെ ചെയ്യണം. ബാൻഡ് വാഗൺ ഓർ അപ്പീൽ ടു പോപ്പുലാരിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എവരിവൺ ഈസ് യൂസിങ് ദി ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ ആപ്പ്, സോ ഇറ്റ് മസ്റ്റ് ബി ദി ബെസ്റ്റ്. ഈ പുതിയ സോഷ്യൽ മീഡിയ ആപ്പാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്, അതിനർത്ഥം ഇതായിരിക്കണം അപ്പൊ ഏറ്റവും നല്ലത്. സോ പോപ്പുലർ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്, ആ പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളത് അത് ഏറ്റവും നല്ലതാണെന്നുള്ളതിന് റീസൺ ആണ്. അങ്ങനെ ആ പോപ്പുലാരിറ്റി വെച്ചിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസിയാണ് അപ്പീൽ ടു പോപ്പുലാരിറ്റി ഓർ ബാൻഡ് വാഗൺ ഫാലസി. Then loaded question. This fallacy occurs when a question is posed in a way that assumes something not yet proven, trapping the respondents. അതായത് ക്വസ്റ്റ്യൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു ആൻസർ ലോഡഡ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ലോഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹാവ് യു സ്റ്റോപ്ഡ് ചീറ്റിംഗ് ഓൺ എക്സാംസ്? ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നിങ്ങൾ എന്താ ആൻസർ പറയും? യെസ് പറയൂ, നോ പറയൂ? യെസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മുമ്പ് ചീറ്റ് ചെയ്തിരുന്നു.
നോ പറയുകയാണെങ്കിലോ നിങ്ങൾ മുമ്പ് ചീറ്റ് ചെയ്തിരുന്നു. സോ ക്വസ്റ്റ്യൻ ഈസ് ലോഡഡ് വിത്ത് ആൻ ഇന്റൻഷൻ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു ഉത്തരം, ഒരു കൺക്ലൂഷൻ അവിടെ ഓൾറെഡി ലോഡഡ് ആണ്. ആ ഒരു ഇന്റൻഷൻ അവിടെ ലോഡ് ചെയ്തിട്ട് റെസ്പോണ്ടന്റിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത്തരം ഫാലസിയാണ് ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഹാവ് യു സ്റ്റോപ്പ് സീയിങ് ടു മച്ച് ടെലിവിഷൻ? ക്വസ്റ്റ്യൻ ആൻസർ എന്താ? എസ്ഒ നോയോ പറയാൻ പറ്റുള്ളൂ. എസ്ഒ നോയോ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് ടൈം TV കണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഈസ് ലോഡഡ് ക്വസ്റ്റ്യൻ. ദെൻ ലോഡഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അടുത്തത് ട്യൂക്കോക്ക് ഫാലസി ഓർ U2 ഫാലസി. അതായത് ട്യൂക്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫാലസി ഡിഫ്ലെക്ട്സ് ക്രിറ്റിസിസം ബൈ അക്യൂസിങ് ദി അക്യൂസർ ഫോർ ദി സെയിം ഓർ സിമിലർ ബിഹേവിയർ. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു നിങ്ങൾ പറഞ്ഞു, നിങ്ങളും പണ്ട് ഇത് തന്നെ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് പറയുകയാണെങ്കിൽ അത് ട്യൂക്കോക്ക് ആണ് ഓർ U2 ഫാലസി ആണ്. സിമ്പിൾ. യു സേ ഐ ഷുഡ് ഇൻ സ്മോക്ക്. നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്നോട് സ്മോക്ക് ചെയ്തിരുന്നു, പക്ഷെ നിങ്ങൾ ഈ സ്മോക്ക് ചെയ്തുകൊണ്ട് നടന്ന ആളല്ലേ, നിങ്ങൾക്ക് അത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു ആർഗ്യുമെന്റ് ഇങ്ങോട്ട് തന്നപ്പോൾ ആ ആർഗ്യുമെന്റിനെ കൗണ്ടർ ആർഗ്യൂ ചെയ്യുന്നു സെയിം തിങ് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് U2 ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, സോ 15 എണ്ണമായി. Can see it here. Appeal to tradition, then appeal to popularity or bandwagon തന്നെ ചോദിക്കാം. Then loaded question and Tucock or U2 fallacy. Appeal to nature. Naturistic fallacy എന്ന് പറയും. This fallacy asserts that something is good or right because it is natural, or it argues that something is bad because it is unnatural. So natural ആയിട്ടുള്ള എല്ലാം നല്ലതാണ്, അൺനാച്ചുറൽ ആയിട്ടുള്ള എല്ലാം മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഫാലസിയാണ്. ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫാലസി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല, ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. യൂസിങ് ഹെർബൽ റെമഡീസ് ഈസ് ബെറ്റർ ദാൻ ടേക്കിംഗ് മെഡിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഇസ് നാച്ചുറൽ. അപ്പോൾ നേച്ചറിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് അത് നല്ലതാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫാലസിയാണ് അപ്പീൽ ടു നേച്ചർ. ദെൻ കോമ്പോസിഷൻ ആൻഡ് ഡിവിഷൻ. കോമ്പോസിഷനും ഡിവിഷനും. Composition fallacy occurs when someone assumes that what is true of the parts is also true for the whole. അതായത് ഒരു പാർട്ട് എടുക്കുമ്പോൾ ശരിയാകുന്ന അതേ കാര്യം എൻറ്റയർ തിങ് എടുത്താലും ശരിയായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കോമ്പോസിഷൻ ഫാലസിയാണ്. ഡിവിഷൻ ഫാലസി എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ്. എൻറ്റയർ തിങ് എടുക്കുമ്പോൾ ശരിയായിരിക്കും, പക്ഷെ അതിന്റെ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. എക്സാമ്പിൾ പറയാം. കോമ്പോസിഷൻ എക്സാമ്പിൾ. ഈച്ച് പ്ലെയർ ഓൺ ദി ടീം ഈസ് എക്സെപ്ഷണൽ. ബാഴ്സലോണയുടെ കാര്യം പറയുന്നത് എല്ലാ പ്ലെയറും, അല്ലെങ്കിൽ റിയൽ മാഡ്രിഡ് കാര്യം പറയുമ്പോൾ എല്ലാ പ്ലെയറും എക്സെപ്ഷണലാണ്. എന്നാൽ അതിനർത്ഥം ആ ടീം മൊത്തമായിട്ട് എക്സെപ്ഷണൽ ആണെന്നാണോ? സോ ദി ടീം ആസ് എ ഹോൾ മസ്റ്റ് ബി അൺബീറ്റബിൾ. അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസി ഏതാണ്? ഇതാണ് കോമ്പോസിഷൻ. പ്ലേയേഴ്സ് എല്ലാം എക്സെപ്ഷണൽ ആണെന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്താ? ഓരോ ഇൻഡിവിജ്വൽ പാർട്ട് ശരിയാണ്. പ്ലേയേഴ്സ് എക്സെപ്ഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്ടിൽ അത് വാലിഡ് ആണ്. പക്ഷെ ആ ഇൻഡിവിജ്വൽ പാർട്ട് വാലിഡ് ആയതുകൊണ്ട് ദി എൻറ്റയർ തിങ് ട്രൂ ആയിരിക്കും, അതേ രീതിയിൽ ഫോളോ ചെയ്യുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്യുന്ന ഫാലസിയാണ് കോമ്പോസിഷൻ. ഓക്കെ, സോ ഈച്ച് പ്ലെയർ ഓഫ് ദി ടീം ഈസ് എക്സെപ്ഷണൽ, സോ ദി ടീം ആസ് എ ഹോൾ മസ്റ്റ് ബി അൺബീറ്റബിൾ. അവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസി കോമ്പോസിഷൻ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ടീം ഈസ് എക്സെപ്ഷണൽ, പക്ഷേ പ്ലേയേഴ്സ് എല്ലാവരും എക്സെപ്ഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. അതാണ് ഡിവിഷൻ. So this car is made of high quality parts, so it must be a top notch vehicle. Okay, high quality parts ഉപയോഗിക്കുന്നു. അതിനേക്കാൾ നല്ലത് പ്രീവിയസ് എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് നല്ലൊരു എക്സാമ്പിൾ അതാണ്. ഒരു ടോട്ടൽ തിങ്ങിൽ പറയുമ്പോൾ അത് ശരിയാണ്, എന്നാൽ ഈ ഓരോ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെല്ലാവരും എക്സെപ്ഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. അതാണ് ഫാലസി ഓഫ് ഡിവിഷൻ. അടുത്തത് അപ്പീൽ ടു ഫിയർ. സ്കെയർ ടാക്ടിക്സ് എന്നൊക്കെ പറയും. അപ്പീൽ ടു ഫിയർ. ദിസ് ഫാലസി അറ്റംപ്റ്റ് ടു persuade by using fear, often exaggerating the potential danger. നമ്മൾ പേടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നേരിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്യുന്ന ഫാലസിയാണ് അപ്പീൽ ടു ഫിയർ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡോണ്ട് ബൈ യുവർ സെക്യൂരിറ്റി സിസ്റ്റം, യുവർ ഫാമിലി സേഫ്റ്റി ഇസ് അറ്റ് റിസ്ക്. സെക്യൂരിറ്റി സിസ്റ്റം മേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒരു ഭയം ക്രിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടത് മേടിക്കാൻ ശ്രമിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അപ്പീൽ ടു ഫിയർ. ഓക്കെ,
മുമ്പൊക്കെ കണ്ടിട്ടില്ലേ ഈ മെസ്സേജ് 6 പേർക്കോ 10 പേർക്കോ നിങ്ങൾ ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നാളെ ആകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിക്കും. ഇതൊക്കെ അപ്പീൽ ടു ഫിയർ ആണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭയം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് അപ്പീൽ ടു ഫിയർ. ദെൻ ജനറ്റിക് ഫാലസി. Genetic fallacy, this fallacy involves dismissing an argument based on its source or origin rather than evaluating the argument's content. അതായത് ഈ ആർഗ്യുമെന്റ് സോഴ്സ് തന്നെ തെറ്റാണ്, പിന്നെ എന്തിനാ ആർഗ്യുമെന്റ് കേൾക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ സോഴ്സ് തെറ്റാണ്. ലൈക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന അഡ്ഹോമിനം അഡ്ഹോമിനുമായിട്ട് സിമിലർ ആണ്. അഡ്ഹോമിനം അറ്റാക്കിംഗ് ദി പേഴ്സൺ ആണെങ്കിൽ സോഴ്സ് ഈസ് റോങ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആർഗ്യുമെന്റിനെ എതിർക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജനറ്റിക് ഫാലസി. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ട്രസ്റ്റ് ദാറ്റ് റിസർച്ച് ഇറ്റ് വാസ് കണ്ടക്ടഡ് ബൈ എ റൈവൽ കമ്പനി. നിങ്ങൾക്ക് ആ റിസർച്ച് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ബിക്കോസ് ആ റിസർച്ച് ചെയ്തത് നിങ്ങളുടെ ഒരു റൈവൽ കമ്പനിയാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. സോഴ്സിനെ വിശ്വസിക്കാത്തതുകൊണ്ട് പറയുന്ന കോണ്ടെക്സ്റ്റേ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറ്റിക് ഫാലസിയാണ്. ആൻഡ് നോൺ സെക്യൂട്ടർ. Non-sequitur fallacy. This fallacy occurs when the conclusion of an argument does not logically follow from the premises. Premises നിന്നും yes, വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഹലോ, അവിടുത്തെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ ഫൈൻ. സോ നോൺ സെക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫാലസി occurs when the conclusion of an argument does not logically flow from the premises. പ്രമൈസിൽ നിന്നും എടുക്കുന്ന ഒന്നല്ല, അത് ലോജിക്കലി പ്രമൈസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒന്നല്ല കൺക്ലൂഷൻ എങ്കിൽ അത് നോൺ സെക്യൂട്ടർ ആണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ഗ്രേറ്റ് ഷെഫ്, സോ ഷീ മസ്റ്റ് ബി എക്സലന്റ് അറ്റ് പ്ലേയിങ് ദി പിയാനോ. നമ്മളുടെ ആ ഒരു പ്രമിസിൽ നിന്ന് എടുത്തിരിക്കുന്നതാണോ കൺക്ലൂഷൻ? അല്ല. അങ്ങനെ പ്രമിസിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്ന ഒന്നല്ല കൺക്ലൂഷൻ എങ്കിൽ അതിനെയാണ് നോൺ സെക്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20 ഫാലസീസ് അത്രയും, അതിൽ ഏകദേശം ഒരു 15ഓളമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്നത്. അവയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Is it clear? ശരി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഇന്ത്യൻ ലോജിക്. സോ ഇതുവരെ നമ്മൾ വെസ്റ്റേൺ ലോജിക്കുമായി ബന്ധപ്പെട്ട ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഏരിയയാണ് ഇന്ത്യൻ ലോജിക്. ഓക്കെ, സോ ഇന്ത്യൻ ലോജിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോജിക് പ്രകാരം മീൻസ് ഓഫ് നോളജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓർത്തഡോക്സ് ഓർ ആസ്റ്റിക് മീൻസും അതേപോലെ തന്നെ അൺഓർത്തഡോക്സ് ഓർ നാസ്റ്റിക്. ഓർത്തഡോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ആസ്തികമായിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് വേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജിനെയാണ്. അതേപോലെ അൺഓർത്തഡോക്സ് ഓർ നാസ്തികമായിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ വേദയിൽ അധിഷ്ഠിതമല്ലാത്ത നോളജിനെയാണ് നാസ്തികം എന്ന് പറയുന്നത്. അതായത് വേദയിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജിനെ നമ്മൾ 6 ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്നുള്ള രീതിയിലാണ് പറയുക. ന്യായ ഫിലോസഫി, വൈശേഷിക ഫിലോസഫി,
മീമാംസ ഓർ പൂർവമീമാംസ ഫിലോസഫി, സംഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി ആൻഡ് ഉത്തരമീമാംസ ഫിലോസഫി. ഇനി അൺഓർത്തഡോക്സ് ഓർ നാസ്തികമായിട്ടുള്ള നോളജിനെ നമ്മൾ ബുദ്ധിസം, ജൈനിസം ആൻഡ് ചാർവക സ്കൂൾ ഓഫ് തോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സ്കൂൾസ് ഓഫ് തോട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഐ വാണ്ട് യു ടു ലേൺ ദി മീൻസ് ഓഫ് നോളജ്, ബിക്കോസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് സ്കൂൾ ഓഫ് തോട്ട് മനസ്സിലാക്കാൻ. സോ വാട്ട് ഈസ് എ പ്രമാണ? പ്രമാണ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോജിക്ക് പ്രകാരം മീൻസ് ഓഫ് നോളജ് ആണ്. നമ്മൾ അറിവ് നേടിയെടുക്കുന്ന വഴികളെയാണ് പ്രമാണ എന്ന് പറയുന്നത്. അറിവ് നേടിയെടുക്കുന്ന ഏതൊക്കെ വഴികളിലായിരിക്കും, നമ്മൾ നോളജ് നേടിയെടുക്കുന്ന ഏതൊക്കെ രീതികളിലായിരിക്കും? മേ ബി നമ്മുടെ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇപ്പോ അനുമാനിക്കുന്നതിലൂടെയോ ഉപമിക്കുന്നതിലൂടെയോ ഒക്കെ നേടിയെടുക്കുന്ന നോളജ് ആയിരിക്കാം. ഇവയെല്ലാം പ്രമാണയുടെ ഭാഗമാണ്. സോ നോളജ് ക്യാൻ ബി ടേംഡ് ആസ് പ്രമ ആൻഡ് അപ്രമ. പ്രമ എന്ന് പറഞ്ഞാൽ വാലിഡ് നോളജും അപ്രമ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് നോളജുമാണ്. So the concept of pramana is derived from the Sanskrit root. Prama means correct notion or true knowledge or basis or foundation of accurate knowledge. So prama എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ നോളജ് എന്നുള്ള രീതിയിലാണ്. കറക്റ്റ് നോളജ്, ആ നോളജ് വെച്ച് നേടിയെടുക്കുന്ന വഴികളാണ് പ്രമാണ. ഓക്കെ, സോ ഹെൻസ് പ്രമാണ മീൻസ് വാലിഡ് മീൻസ് ഓഫ് നോളജ്. സോ പ്രമാണ ലിറ്ററലി മീൻസ് പ്രൂഫ്. പ്രമാണ എന്ന് പറയുന്നത്, പ്രമാണം എന്ന് പറയുന്ന മലയാളം ചെയ്യുമ്പോൾ പോലെ തന്നെയാണ് പ്രൂഫ് എന്നോ അല്ലെങ്കിൽ മീൻസ് ഓഫ് നോളജ് എന്നോ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് എ തിയറി ഓഫ് നോളജ് ദാറ്റ് എൻകംപാസസ് വൺ ഓർ മോർ റിലയബിൾ ആൻഡ് വാലിഡ് മീൻസ് ബൈ ഹ്യൂമൻ ബീങ്സ് ഗെയിൻ ആക്യുറേറ്റ് ആൻഡ് ട്രൂ നോളജ്. എങ്ങനെയാണ് മനുഷ്യന് അറിവ് നേടുന്നത്, യഥാർത്ഥ നോളജ് എങ്ങനെയാണ് നേടിയെടുക്കുന്നത്, അതിന്റെ വാലിഡ് മീൻസിനെയാണ് പ്രമാണാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രമാണം മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട 4 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്, ഓർ 4 ചെയിൻസ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. പ്രമത. പ്രമത എന്ന് പറഞ്ഞാൽ നോയറാണ്. നോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്, ദൈവത്തിനാണ്. എല്ലാ അറിവും ഉള്ളതാർക്കാണ്? ഗോഡിനാണ്. അതിനെയാണ് പ്രമത എന്ന് പറയുന്നത്. അറിവ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പ്രമത. ദെൻ നോബിൾ. ആ പറയുന്ന പൂർണ്ണമായ നോളജിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മളിലേക്ക് പൂർണ്ണമായ അറിവുകൾ റിവീൽഡ് അല്ല. ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നത് പ്രമേയാണ്. അതിനെയാണ് നോബിൾ എന്ന് പറയുന്നത്. അറിവ് നേടാൻ സാധിക്കുന്ന അറിവ്, അവൈലബിൾ ആയിട്ടുള്ള നോളജ്. ഇനി പ്രമാണ എന്ന് പറഞ്ഞാൽ ആ അവൈലബിൾ ആയിട്ടുള്ള നോളജിൽ നിന്നും നമ്മൾ അറിവ് നേടിയെടുക്കുന്ന രീതിയെയാണ് പ്രമാണ എന്ന് പറയുന്നത്. സോ ദി പ്രോസസ് ഓഫ് നോയിങ് ഈസ് കോൾഡ് പ്രമാണ. ദെൻ പ്രമിതി എന്ന് പറഞ്ഞാൽ ദി നോളജ് അച്ചീവ്ഡ് ബൈ പ്രമാണ. പ്രമാണയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് പ്രമിതി എന്ന് പറയുന്നത്. ഓക്കെ, 4 ടേംസ്. പ്രമത, പൂർണ്ണമായ അറിവ്, ദൈവത്തിന്റെ നോളജ് എന്നുള്ള രീതിയിലാണ് പ്രമത പറയുന്നത്. പ്രമേയ, ആ അറിവിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നോളജാണ് പ്രമേയ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നോളജാണ് പ്രമേയ. പ്രമേയയിൽ നിന്നും നമ്മൾ അറിവ് നേടിയെടുക്കുന്ന വഴിയാണ്, അല്ലെങ്കിൽ മീൻസിനെയാണ് പ്രമാണ എന്ന് പറയുന്നത്. പ്രമാണ വഴി നമ്മൾ നേടിയെടുക്കുന്ന അറിവ്, നമ്മളുടെ ഉള്ളിലേക്ക് നേടിയെടുത്ത അറിവാണ് പ്രമിതി. ഇതാണ് ഈ 4 ടേമുകളുടെ മീനിങ്. ഇതെല്ലാം സാൻസ്ക്രിറ്റ് ടേംസ് ആണ്. ഇന്ത്യൻ ലോജിക്കിൽ ഇത്തരം ടേമുകളും അതിന്റെ മീനിങ്ങുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നൗ all worldly entities must fall under either the category of prameya or pramana. നമ്മൾ ഈ കാണുന്ന ഓരോ വസ്തുക്കളും, നമ്മളുടെ വേൾഡ്ലി എൻറ്റിറ്റീസ് എല്ലാം ഒന്നെങ്കിൽ അത് പ്രമേയാണ്, നോബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ നോളജ് നേടിയെടുക്കാനുള്ള വഴികളാണ്. ഒന്നെങ്കിൽ അത് പ്രമേയാണ്, അല്ലെങ്കിൽ പ്രമാണയാണ്. ഓക്കെ, സോ ഇൻഫാക്ട് while we speak or even think about process of knowing, pramana also falls under the character of prameya. സോ നമ്മൾ ആ നോളജ് നേടിയെടുക്കുന്ന വഴികൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു അറിവാണ്. സോ പ്രമേയ എന്ന് പറഞ്ഞാൽ അറിവാണ്, ആ അറിവ് നേടിയെടുക്കുന്ന വഴികളാണ് പ്രമാണ. അത്രയും ഓർക്കുക. ദെൻ പ്രമാണ 6 തരത്തിലുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 6 പ്രമാണാസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തത് പ്രത്യക്ഷ. ഈ ടൈമാണ് കൂടുതൽ റെലവൻറ്റ്. പ്രത്യക്ഷ മീൻസ് പെർസെപ്ഷൻ. ദെൻ അനുമാന മീൻസ് ഇൻഫറൻസ്. ഉപമാന comparison or analogy. Then arthapatti means a postulation derivation from circumstances. Arthapatti. Then anupalabdhi. Anupalabdhi എന്ന് പറഞ്ഞാൽ non perception or negative cognitive proof. Then shabda.
ശബ്ദ മീൻസ് വേർഡ് ഓർ ടെസ്റ്റിമോണി ഓഫ് പാസ്റ്റ് പ്രസന്റ് റിലയബിൾ എക്സ്പെർട്സ്. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് പ്രമാണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ടൈപ്പ് പ്രത്യക്ഷയാണ്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ. ദീസ് ആർ ദി 6 മീൻസ് ഓഫ് നോളജ്. 6 ടൈപ്സ് ഓഫ് പ്രമാണയാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പ്രമാണയാണ് പ്രത്യക്ഷ. സോ വാട്ട് ഈസ് പ്രത്യക്ഷ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണ് പ്രത്യക്ഷ. ഇറ്റ് ഈസ് നോട്ട് ദി എക്സാക്ട് മീനിങ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ എന്താ അതിന്റെ അർത്ഥം? ഇംഗ്ലീഷിൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതല്ല, പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജാണ്. അതായത് നമ്മൾ കണ്ടറിയുന്നു, കണ്ട് മനസ്സിലാക്കുന്നു, കേട്ട് മനസ്സിലാക്കുന്നു, മണത്ത് മനസ്സിലാക്കുന്നു, രുചിച്ച് മനസ്സിലാക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന തൊട്ട് മനസ്സിലാക്കുന്നു. ഇവയെല്ലാം സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് പെർസെപ്ഷൻ ഈസ് ഓൾവേസ് അൺഎറിങ്. തെറ്റ് സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തതാണ്. ബിക്കോസ് നമ്മുടെ കൺമുന്നിൽ കണ്ട് നമ്മൾ നേടിയെടുത്ത നോളജാണ്. അതുകൊണ്ടാണ് അൺഎറിങ് എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രമാണ ദാറ്റ് എനേബിൾസ് എ പേഴ്സൺ ടു ഹാവ് കറക്റ്റ് കോഗ്നിഷൻ ഓഫ് ദി വേൾഡ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ലോകത്തെ തിരിച്ചറിയുന്നത് ഈ ഒരു പ്രമാണയുടെ സഹായത്തോടുകൂടിയാണ്. പ്രത്യക്ഷയുടെ സഹായത്തോടുകൂടിയാണ് വേൾഡ് എൻറ്റിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇംഗ്ലീഷിലെ മീനിങ് അല്ല. ഇംഗ്ലീഷിലെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ സമ്മൺസ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതല്ല ഇവിടെ മീനിങ് എന്ന് പറയുന്നത് സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് എന്ന് മാത്രമാണ്. ഓക്കെ, ഇൻ ഇന്ത്യൻ ഫിലോസഫി പെർസെപ്ഷൻ ദി ഫസ്റ്റ് ഓഫ് ദി 5 or 6 means of knowledge pramana enable a person to have correct cognition, correct understanding about the world. Okay, നമ്മൾ പറഞ്ഞു. Then പ്രത്യക്ഷ ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അനുഭവ, രണ്ട് സ്മൃതി. അനുഭവ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ റിമെമ്പേർഡ് പെർസെപ്ഷൻ ആണ്. ഇപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പേനയെ ഞാനിപ്പോ കണ്ടറിയുന്നു. ഇപ്പൊ കണ്ട് തിരിച്ചറിയുകയാണെങ്കിൽ അത് പെർസെപ്ഷൻ ആണ്. അത് എന്താണ്? അനുഭവയാണ്, അനുഭവിച്ചറിയാണ്. അതേസമയം ഇതേപോലൊരു ഐറ്റം പണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഇന്നതായിരുന്നു എന്ന് നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, ഓർ സ്മൃതി എന്ന് പറയുന്നത്. അനുഭവ, സ്മൃതി രണ്ട് ടേമിന്റെ മീനിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറയുന്ന പെർസെപ്ഷനെ തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓർഡിനറി പെർസെപ്ഷൻ എന്നും എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്നും. ഓർഡിനറി പെർസെപ്ഷൻ ഇത് ഓൾസോ കോൾഡ് ലൗകിക പ്രത്യക്ഷ ഓർ സാധാരണ പ്രത്യക്ഷ. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനെ അലൗകിക പ്രത്യക്ഷ എന്നും അസാധാരണ പ്രത്യക്ഷ എന്നും പറയും. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ. ഓർഡിനറി ഓർ ലൗകിക ഓർ സാധാരണ പ്രത്യക്ഷ. സാധാരണ പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യക്ഷ? നമ്മളുടെ സെൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഹാവിങ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഓഫ് വേൾഡ് ഒബ്ജക്ട് വിത്ത് അവർ സെൻസസ്. ലൗകിക പ്രത്യക്ഷ മീൻസ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് തൊട്ടറിയുന്നു, കണ്ടറിയുന്നു, കേട്ടറിയുന്നു, അങ്ങനെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വഴി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ അതൊരു ലൗകിക പ്രത്യക്ഷയാണ്. ലൗകിക പ്രത്യക്ഷയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ പെർസെപ്ഷനും ഇന്റേണൽ പെർസെപ്ഷനും. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കണ്ടാൽ മനസ്സിലാവും. എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിൽ ഇന്ററാക്ഷനിൽ നമ്മൾ നേടിയെടുക്കുന്ന നോളജ് ആണ്. ലൈക്ക് വിഷ്വൽ പെർസെപ്ഷൻ, കാഴ്ചയിലൂടെ നേടിയെടുക്കുന്ന നോളജ്. ഓൾഫാക്ടറി, നോസിലൂടെ മണത്തറിയുന്ന കാര്യങ്ങൾ. ഓഡിറ്ററി, അങ്ങനെ നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ നേടിയെടുക്കുന്ന നോളജിനെ നമ്മൾ എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറയും. അതേസമയം ഒരു ഇന്റേണൽ പെർസെപ്ഷൻ കൂടിയുണ്ട്. ആ ഇന്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ സെൻസ് ആണ്, മനസ്സിലൂടെ കടന്നു പോകുന്ന തിരിച്ചറിവുകൾ. മനസ്സിലൂടെ കടന്നു പോകുന്ന തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ, അതൊരു ഫീലിംഗ് അല്ലേ. അതേപോലെ ഹങ്കർ അല്ലെങ്കിൽ ടയർഡ്നെസ്, ഇവയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ മനസ്സിലൂടെയാണ്. അത്തരം നോളജുകളാണ് ഇന്റേണൽ പെർസെപ്ഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഓർഡിനറി പെർസെപ്ഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്സ്റ്റേണൽ പെർസെപ്ഷനും ഇന്റേണൽ പെർസെപ്ഷനും. എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻസ് ഓർ ഒബ്ജക്ട് ഇന്ററാക്ഷനിലൂടെ നേടിയെടുക്കുന്ന നോളജ് ആണ്. ഇന്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന തിരിച്ചറിവുകളാണ്. അത് ഹങ്കർ, ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഓർഡിനറി പെർസെപ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു.
ഇനി എക്സ്ട്രാ ഓർഡിനറി ഓർ അലൗകിക ഓർ അസാധാരണ പ്രത്യക്ഷ. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയും, അല്ലെങ്കിൽ അലൗകിക പ്രത്യക്ഷ എന്ന് പറയും, ഓർ അസാധാരണ പ്രത്യക്ഷ എന്ന് പറയും. അതായത് ഇറ്റ് മീൻസ് ഹാവിംഗ് ഇൻഡയറക്റ്റ് ഇന്ററാക്ഷൻ ഓഫ് വേൾഡ്ലി ഒബ്ജക്ട്സ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉപരിയായിട്ട് ഇൻഡയറക്റ്റ് ഇന്ററാക്ഷൻ നേരിടുന്നു. അതായത് കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, കൂടുതൽ ചിന്തിക്കാൻ സാധിക്കുന്നു. അതെല്ലാം എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷന്റെ ഭാഗമാണ്. അതായത് 3 തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ഉണ്ട്. ഒന്ന് സാമാന്യ ലക്ഷണ, ജ്ഞാനലക്ഷണ, മൂന്നാമതായിട്ട് യോഗജ. യോഗജയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സാമാന്യ ലക്ഷണ എന്ന് പറഞ്ഞാൽ പെർസീവിങ് ജനറാലിറ്റി ഫ്രം എ പെർട്ടിക്കുലർ ഒബ്ജക്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ ഇതേപോലുള്ള മറ്റു കാര്യങ്ങൾ, ഇതിന്റെ ഷേപ്പ് ഇന്നതാണ് എന്ന് തിരിച്ചറിയുന്നത് ജസ്റ്റ് സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴിയല്ല, നമുക്ക് പ്രീവിയസ്ലി ഉള്ള നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അത്തരം നോളജിനെ സാമാന്യ ലക്ഷണ എന്ന് പറയും. അതേസമയം ജ്ഞാനലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അത് ജ്ഞാനലക്ഷണയാണ്. അതേസമയം വേദാസിലൊക്കെ നോക്കുകയാണെങ്കിൽ വേദാസ് പറയുന്ന ജ്ഞാനലക്ഷണയെ പറ്റി ഹാവിങ് വെൻ വൺ സെൻസ് ഓർഗൻ ക്യാൻ ഓൾസോ പെർസീവ് ക്വാളിറ്റീസ് നോട്ട് അട്രിബ്യൂട്ടബിൾ ടു ഇറ്റ്. അതായത് ഒരു സെൻസ് ഓർഗന് അതിൽ പറയുന്നതിൽ ഉപരിയായിട്ട് അതിന്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്മെല്ലാണെങ്കിൽ, നോസിന്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്മെല്ലാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ജ്ഞാനലക്ഷണമാണ്. അതേസമയം ഇൻ റിയാലിറ്റി ജ്ഞാനലക്ഷണ കൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം ഒരു വസ്തു കാണുമ്പോൾ ആ വസ്തുവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ഫീച്ചേഴ്സും കൺസെപ്റ്റും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനലക്ഷണയുടെ ഭാഗമാണ്. ഇനി യോഗജ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയും. അതായത് വെൻ certain human beings through the power of yoga can perceive past, present and future and also have complete partial supernatural abilities എന്നാണ് വേദാസിൽ അധിഷ്ഠിതമായിട്ട് പറയുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് നേടിയെടുക്കുക, യോഗയുടെ സഹായത്തോടുകൂടി കൂടുതൽ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ യോഗയുടെ ഫീച്ചറായിട്ട് പറയും. പക്ഷേ ഇൻ റിയാലിറ്റി ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നിന്നും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളും ഉപരിയായിട്ട് അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയും അഡീഷണൽ നോളജ് ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നോളജ് വരുവാണെങ്കിൽ ആ സാഹചര്യങ്ങൾ യോഗജയുടെ ഭാഗമാണ്. യോഗജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലുപരി ആ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനും കൂടുതൽ അറിയാനും കൂടുതൽ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്ന എബിലിറ്റിയാണ് യോഗജ. ഓക്കെ, സോ സാമാന്യ ലക്ഷണ പെർസീവിങ് ജനറാലിറ്റി, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ജനറലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ സാമാന്യ ലക്ഷണയാണ്. ദെൻ ജ്ഞാനലക്ഷണ അതിന്റെ ആട്രിബ്യൂട്ട്സ് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അത് ജ്ഞാനലക്ഷണയാണ്. അതേസമയം യോഗജയാണെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു വസ്തുക്കളെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ നമ്മളുടെ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന എബിലിറ്റി, അതൊക്കെ ഈ പറയുന്ന യോഗജയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ. ഓക്കെ, സോ പ്രത്യക്ഷ 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞു, ഓർഡിനറി പെർസെപ്ഷനും എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനും, ലൗകിക ഓർ അലൗകിക ഓർ സാധാരണ ഓർ അസാധാരണ എന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഓർഡിനറിയിൽ സാധാരണ നമ്മൾ പറയുന്ന ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ ഇസ് ദെയർ. അതേസമയം എക്സ്ട്രാ ഓർഡിനറിയിൽ വരുമ്പോൾ സാമാന്യ ലക്ഷണ, ജ്ഞാനലക്ഷണ ആൻഡ് യോഗജ. സോ പ്രത്യക്ഷയുടെ പ്രോസസ് പറയുകയാണെങ്കിൽ, പ്രത്യക്ഷയുടെ അക്കോർഡിംഗ് ടു ന്യായ, പെർസെപ്ഷൻ ഓർ പ്രത്യക്ഷ ഈസ് കൺസിഡർഡ് ആസ് ദി ഫസ്റ്റ് സോഴ്സ് ഓഫ് നോളജ് ഓർ പ്രമാണ. പെർസെപ്ഷൻ ഈസ് എ ഡെഫിനിറ്റ് ഓർ ട്രൂ കോഗ്നിഷൻ ഓഫ് ദി ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സെൻസ് ഒബ്ജക്ട് കോണ്ടാക്ട്. അതായത് നമുക്ക് കിട്ടുന്ന റിയൽ നോളജ് ആണ് പെർസെപ്ഷൻ വഴി വരുന്നത്. സ്റ്റേജസ്, 2 സ്റ്റേജസ് അവിടെ പറയുന്നുണ്ട്. ഈ സ്റ്റേജസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രത്യക്ഷ എന്ന് പറയുന്ന ഈ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതിനകത്ത് 2 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജിനെ നിർവികൽപ എന്ന് പറയും. നിർവികൽപ ഓർ ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ. നിർവികൽപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വസ്തുവിനെ കാണുന്ന ആ ഒരു മൊമെന്റ് എന്താണെന്ന് തിരിച്ചറിയാതെ ആ ഒരു വസ്തുവിനെ കാണുക മാത്രം ചെയ്തു, ആ ഒരു പോയിന്റിനെയാണ് നിർവികൽപ എന്ന് പറയുന്നത്. എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിർവികൽപ ബിക്കംസ് സവികൽപ. ഓക്കെ, indeterminate, see, you can see it here. Indeterminate is also called nirvikalpa when one just perceives an object without being able to know its features. ഒരു ഒബ്ജക്റ്റ് നമ്മൾ പെർസീവ് ചെയ്തു, പക്ഷേ അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ മനസ്സിലാക്കിയില്ല, ഒന്ന് കണ്ടു, അത്രയും മാത്രമാണെങ്കിൽ അത് നിർവികൽപ്പയാണ്. ആൻഡ്
വെൻ സവികൽപ്പ എന്ന് പറഞ്ഞാൽ വെൻ someone is able to clearly known an object, ആ ഒബ്ജക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ സവികൽപ്പയായി. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ കണ്ട് ഒരു സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അത് എന്താണ് റിയലൈസ് ചെയ്യുക. ആ ഒരു സ്റ്റേജുകളാണ് ഇതിവിടെ പറയുന്നത്. പക്ഷെ തിയറിറ്റിക്കലി നിർവികൽപ്പയും സവികൽപ്പയും നമുക്ക് പറയാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി ഇത്തരം ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മളൊരു വസ്തു കാണുമ്പോൾ തന്നെ അത് എന്താണെന്ന് തിരിച്ചറിയും. അതിനൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ തിയറിറ്റിക്കലി പോസിബിൾ ആണ്, ബട്ട് വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ദീസ് ആർ ഡിഫറെന്റ് ഇൻ തോട്ട് ഓൺലി. അത് ഞാൻ പറഞ്ഞത് തിയറിറ്റിക്കലി ഇസ് പോസിബിൾ ബട്ട് നോട്ട് ഇൻ റിയാലിറ്റി. റിയാലിറ്റി ഇത് പോസിബിൾ അല്ല. സോ രണ്ട് സ്റ്റേജുകൾ. ഒന്നാമത്തെ സ്റ്റേജ് നിർവികൽപ്പയാണ്, രണ്ടാമത്തെ സ്റ്റേജ് സവികൽപ്പ. സോ ഫസ്റ്റ് പ്രമാണം കഴിഞ്ഞു. ഫസ്റ്റ് പ്രമാണയിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. എന്താണ് പ്രത്യക്ഷ? ഓർക്കുക, സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേടുന്ന നോളജാണ് പ്രത്യക്ഷ. ദെൻ പ്രത്യക്ഷയുടെ ക്ലാസിഫിക്കേഷൻസ്, അതിൽ ഓർഡിനറി പെർസെപ്ഷനും എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനും വരുന്നുണ്ട്. ഓർഡിനറി പെർസെപ്ഷനകത്ത് സെൻസ് ഒബ്ജക്ട് ഇന്ററാക്ഷൻ വഴി നേടുന്ന നോളജ് ആണെങ്കിൽ അത് ഓർഡിനറി പെർസെപ്ഷൻ ആണ്. അതേസമയം എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ സാമാന്യ ലക്ഷണ, ജ്ഞാനലക്ഷണ ആൻഡ് യോഗജ. ദെൻ അതിന്റെ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ, അതായത് നിർവികൽപ്പയും സവികൽപ്പയും. ക്ലിയർ ആണോ? പ്രത്യക്ഷ ക്ലിയർ ആയോ? ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഷാൽ ഐ മൂവ് ഓൺ? Yes, sir. ഓക്കെ. അടുത്തത് അനുമാന. രണ്ടാമത്തെ പ്രമാണയാണ് അനുമാന. അനുമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അനുമാനിക്കുക, സെയിം തിങ്. അനുമാന എന്ന് പറഞ്ഞാൽ അതാണ്. അനുമാന ഇസ് ദി സെക്കൻഡ് സോഴ്സ് ഓഫ് വാലിഡ് നോളജ്. അതായത് നമ്മൾ ഈ പറയുന്ന ലോജിക് ഒക്കെ അനുമാനയുടെ ഭാഗമാണ്. ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ പ്രമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഇൻഫറൻസിലേക്ക് എത്തുവാണ്. ആ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അനുമാനയാണ്. ഓക്കെ, സോ അനുമാന ഇസ് ദി സെക്കൻഡ് സോഴ്സ് ഓഫ് വാലിഡ് നോളജ്. Pramana, that is Anumana, is the immediate or indirect source of knowledge. It is different from Pratyasha because Pratyasha is the direct or immediate source of knowledge. Anumana എന്ന് പറഞ്ഞാൽ immediate source ആണ്, whereas Pratyasha എന്ന് പറഞ്ഞാൽ immediate source ആണ്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്റ്റ്ലി നേടിയെടുക്കുന്ന നോളജിനെ പ്രത്യക്ഷ എന്നും സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ലേറ്റർ നോളജിനെ അനുമാന എന്നും പറയും. അതായത് അനുമാന ലിറ്ററലി മീൻസ് ലേറ്റർ നോളജ്. ഓക്കെ, ലേറ്റർ നോളജ്, ഒരു കാര്യത്തെ പറ്റിയുള്ള നമ്മൾ തിരിച്ചറിയുന്ന നമ്മളുടെ ഒരു പ്രീവിയസ് നോളജിൽ നിന്നും നമ്മൾ എടുക്കുന്ന പുതിയ അറിവിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. അനു മീൻസ് ആഫ്റ്റർ, മന മീൻസ് നോളജ്, അനുമാന മീൻസ് ആഫ്റ്റർ നോളജ് ഓർ ലേറ്റർ നോളജ്. ഓക്കെ, അനുമാന ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് റീച്ചിങ് ടു എ ന്യൂ കൺക്ലൂഷൻ ഓർ എ ട്രൂത്ത് ഫ്രം വൺ ഓർ മോർ ഒബ്സർവേഷൻസ് ആൻഡ് പ്രീവിയസ് ട്രൂത്ത്സ് ബൈ അപ്ലൈയിങ് റീസൺസ്. നമ്മുടെ മുമ്പിലുള്ള പ്രീവിയസ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ഇങ്ങനെയാണ്, ഇത് സാഹചര്യം എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി അറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാർമേഘം മൂടി നിൽക്കുന്നത് കണ്ടു. ആൻഡ് നമ്മളുടെ പ്രീവിയസ് നോളജാണ് കാർമേഘം മൂടി നിൽക്കുവാണെങ്കിൽ മഴ പെയ്യും എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് നോളജാണ്. അപ്പൊ നമുക്ക് എന്താ അനുമാനിക്കാം? മഴ പെയ്യാൻ പോവുകയാണ്. ഇതാണ് അനുമാനം. നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ട് പ്രസന്റ് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന നമ്മളുടേതായ ഒരു കൺക്ലൂഷൻ, ഒരു അനുമാനം, അതാണ് അനുമാനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അനുമാനം റെഫേഴ്സ് ടു ദി ലോജിക്കൽ പ്രോസസ് ഓഫ് ഗെയിനിങ് നോളജ്. നോളജ് ഗെയിൻ ചെയ്യുന്ന ആ ഒരു ഡിഡക്റ്റീവ് പ്രോസസ് ആണ് അനുമാന. ഇൻ ഓൾ ഇൻഫറൻഷ്യൽ നോളജ് there are definite steps to be followed. The following steps are accepted for logical deduction of knowledge by teachers of Advaita Vedanta. അതായത് വേദാന്ത കൺസെപ്റ്റ് പ്രകാരം, അദ്വൈത വേദാന്ത കൺസെപ്റ്റ് പ്രകാരം യൂസ് ചെയ്യുന്ന അനുമാനിലേക്ക് എത്തുന്ന 3 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് പെർസെപ്ച്വൽ എവിഡൻസ്. അതായത് നമുക്ക് അവിടെ ഒരു എവിഡൻസ് വേണം, ഇപ്പോൾ ഒരു എവിഡൻസ് വേണം. ആ എവിഡൻസ് പറയുന്നത് ലൈക്ക് നമ്മൾ വഴിയിലൂടെ പോയപ്പോൾ ഒരു ഹില്ലില് വീസോ സ്മോക്ക്, പുക ഉയരുന്നതായിട്ട് കാണും. ഇതാണ് നമ്മുടെ പെർസെപ്ച്വൽ എവിഡൻസ്. ഈ പെർസെപ്ച്വൽ എവിഡൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രീവിയസ്ലി ഒരു പ്രയർ നോളജ് ഉണ്ടാകണം. ആ പ്രയർ നോളജ് ആണ് ഇൻവേരിയബിൾ കൺകമിറ്റൻസ്. അതായത് wherever there is smoke there is fire as seen in a kitchen.
നമ്മൾ എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ട്. ബിക്കോസ് വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ഇൻ കിച്ചൺ. കിച്ചണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഫയർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകും. എന്താ കൺക്ലൂഷൻ? therefore the hill has fire. ഇതാണ് അനുമാനയുടെ പ്രോസസ് ആസ് പെർ അദ്വൈത വേദാന്ത. ഓക്കെ, ഒരു എവിഡൻസ് വേണം. ദെൻ ആ എവിഡൻസ് വെച്ചുകൊണ്ട് നമുക്ക് ആ എവിഡൻസിന് പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കാണാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ സെയിം ആയിരിക്കും. സോ സ്ട്രക്ചർ ഓഫ് അനുമാന, ദിസ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് അനുമാന, അനുമാനയുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അനുമാനയ്ക്കകത്ത് പ്രപ്പോസിഷൻ, ദെൻ എ ഗ്രൗണ്ട്, ഇല്ലുസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇതാണ് സ്റ്റേജസ്. സോ അനുമാന ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതേ എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ആദ്യം ഒരു അനുമാന പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ദർ മസ്റ്റ് ബി പ്രതിജ്ഞ. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ്? മൗണ്ടൻ ഹാസ് ഫയർ. ആ മലയിൽ തീ കത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആ പ്രതിജ്ഞ. നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൗണ്ടനിൽ തീയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അവിടെയാണ് നമ്മുടെ മിഡിൽ ടേം വരുന്നത്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഹേതുവാണ്. അതേപോലെ ഇതിന് കാരണമായതിനെ നമ്മൾ ഹേതു എന്ന് പറയും. ഹേതു ഓർ റീസൺ. റീസൺ എന്താണ്? ബിക്കോസ് ഐ സോ സ്മോക്ക്, ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. മൗണ്ടനിൽ നിന്ന് പുക ഉയരുന്നത് ഞാൻ കണ്ടു. അതാണ് കാരണം. അത് കാരണമാണ് ഞാൻ ഈ പ്രതിജ്ഞ നടത്തുന്നത്. ദെൻ അതിനൊരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. എന്താ ഉദാഹരണ? വേറെവർ വാട്ട് എവർ ഹാസ് സ്മോക്ക് ഈസ് ഫിയറിംഗ്. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീ കത്തിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കാണുന്നതാണ്, ഓവനിലും മറ്റ് അടുപ്പിലും ഒക്കെ കണ്ടതാണ്. ഒരു പുക വന്നിട്ടുണ്ടെങ്കിൽ അതിന് തീ ഉള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളിനെ നമ്മൾ ഉപനയ ആക്കുന്നു. ഉപനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅഫർമേഷൻ ആണ്. അതായത് ദി മൗണ്ടൻ ഹാസ് സ്മോക്ക് വിച്ച് ഇസ് ഇൻവേരിയബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ. നമ്മൾ ആ മൗണ്ടനിൽ കണ്ട സ്മോക്ക് എന്ന് പറയുന്നത് ഫയറിലുമായിട്ട് ഇൻവേരിയബിളി അസോസിയേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട്. ഞാൻ ഈ മൗണ്ടനിൽ പുക കണ്ടു, അതുകൊണ്ട് മൗണ്ടനിൽ തീയുണ്ട്. അതിനെയാണ് ഉപനയ എന്ന് പറയുന്നത്, റീഅഫർമേഷൻ. ആൻഡ് ഫൈനലി ടു അവർ കൺക്ലൂഷൻ. കൺക്ലൂഷൻ ഇസ് കോൾഡ് നിഗമന. നമ്മുടെ നിഗമനം എന്താണ്? ഹെൻസ് ദി മൗണ്ടൻ ഹാസ് ഫയർ. സോ there are 5 elements of അനുമാന. ഫസ്റ്റ് എലമെന്റ് is പ്രതിജ്ഞ, then ഹേതു, ഉദാഹരണ, ഉപനയ ആൻഡ് ഫൈനലി നിഗമന. ഈ 5 എലമെന്റുകളും കൃത്യമായിട്ട് നോക്കിയേക്കുക. ഓർഡർ ചോദിക്കാം. ഓരോ എലമെന്റ് എടുത്ത് അതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കാം. മാച്ച് ദി ഫോളോയിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നൗ സോ അനുമാന മീൻസ് നോളജ് ബേസ്ഡ് ഓൺ പ്രയർ നോളജ്. ഒരു നമ്മളുടെ മുമ്പിലുള്ള പ്രീവിയസ് നോളജിൽ നിന്നും നമ്മൾ നേരിടുന്ന പുതിയ നോളജിനെയാണ് അനുമാന എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു. അനുമാന കൺസെപ്റ്റ് എല്ലാ സ്കൂൾ ഓഫ് തോട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ചർവക സ്കൂൾ ഓഫ് തോട്ട്. ചർവക സ്കൂൾ ഒഴികെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ചർവക സ്കൂൾ ഓഫ് ഫിലോസഫി ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്കൂൾ ഓഫ് തോട്ടും അനുമാന അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പറയും. നമുക്ക് സ്കൂൾ ഓഫ് തോട്ട് എല്ലാം ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സ്കൂൾ ഓഫ് തോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. സോ ഓൾ മേജർ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് അക്സെപ്റ്റ് അനുമാന പ്രമാണ. സോ അനുമാനയുടെ ഒരു നമ്മളുടെ മിഡിൽ ടേം, മേജർ ടേം ആൻഡ് മൈനർ ടേം നോക്കാം. അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഹേതുവാണ്. ദെൻ മൈനർ ടേം എന്ന് പറയുന്നത് പക്ഷയാണ്. ആൻഡ് മേജർ ടേം മീൻസ് സാധ്യ. ഓക്കെ, ഇതിനെല്ലാത്തിന്റെയും ഇന്ത്യൻ ലോജിക്ക് പ്രകാരമുള്ള ടേംസ് ആണ് പറഞ്ഞത്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഹേതു, മൈനർ ടേം പക്ഷ, മേജർ ടേം ഈസ് സാധ്യ. സോ if we see smoke in the hill, we can conclude that there must be fire. അതിനകത്ത് മേജർ ടേം എന്ന് പറയുന്നത് ഫയർ ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. മേജർ ടേം എന്ന് പറയുന്നത് സാധ്യ എന്ന് പറയുന്നത് ഫയർ ആണ്. ആൻഡ് മൈനർ ടേം എന്ന് പറയുന്നത് പക്ഷ എന്ന് പറയുന്നത് ഹില്ലാണ് നമ്മളത് കണ്ടത്. ദെൻ സ്മോക്ക് ആണ് അതിന്റെ കണക്റ്റിംഗ് ടേം ഹേതു. ക്ലാസിഫിക്കേഷൻ ഓഫ് അനുമാന. അനുമാനയെ നമുക്ക് 3 മേജർ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, psychological classification of anumana. Second, classification based on nature of vyapti. And third one is classification based on induction. Okay, so psychological classification of anumana. അനുമാനയെ നമ്മൾ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു.
സ്വാർത്ഥ അനുമാന ആൻഡ് പരാർത്ഥ അനുമാന. സൈക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സ്വാർത്ഥ ആൻഡ് പരാർത്ഥ. ദെൻ നേച്ചർ ഓഫ് വ്യാപ്തി പ്രകാരം, നേച്ചർ ഓഫ് വ്യാപ്തി ബേസ് ചെയ്തിട്ട് പൂർവ്വവാദ ഇൻഫറൻസ്, ശേഷവാദ ഇൻഫറൻസ്, സാമാന്യത ദുഷ്ട ഇൻഫറൻസ്. ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കേവലാൻവയ ഇൻഫറൻസ്, കേവല വ്യതിരേകി ഇൻഫറൻസ് ആൻഡ് അൻവയ വ്യതിരേകി ഇൻഫറൻസ്. ഈ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് നോക്കാം, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് സ്വാർത്ഥ അനുമാനം. സ്വാർത്ഥ അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു ഇൻഫർ സംതിങ് ഫോർ ഹിംസെൽഫ്, സ്വാർത്ഥം, റൈറ്റ്? നമ്മൾക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ഇൻഫർ ചെയ്യണമെങ്കിൽ, ലൈക്ക് നമ്മൾ മഴ പെയ്ത് നിൽക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ കാർമേഘം മൂടി നിൽക്കുന്നത് കാണുന്നു, മഴ പെയ്യാൻ പോവുകയാണെന്ന് സ്വയം തിരിച്ചറിയുകയാണെങ്കിൽ അത് സ്വാർത്ഥ അനുമാനമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹു പെർസീവ്സ് എ പാച്ച് ഓഫ് സ്മോക്ക് റിമെമ്പേഴ്സ് ദാറ്റ് there is a universal relation between smoke and fire, and finally infers that there is fire in the hill. പുക ഉയർന്ന ഒരു ഹില്ലിൽ നിന്ന് പുക ഉയർന്ന അദ്ദേഹം കണ്ടു. അദ്ദേഹം അപ്പൊ തന്നെ ഓർത്തു, there is a universal relation between fire and smoke. അപ്പൊ അതിൽ നിന്നും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു അവിടെ തീ കത്തിയിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അനുമാനിക്കുന്നതെങ്കിൽ അതിനെ സ്വാർത്ഥ അനുമാനം എന്ന് പറയും. എന്നാൽ പരാർത്ഥ അനുമാനമോ, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അനുമാനത്തിലേക്ക് എത്തുന്നതെങ്കിൽ അതിനെയാണ് പരാർത്ഥ അനുമാനം എന്ന് പറയുന്നത്. സോ ആൻ ഇൻഫറൻസ് ഇസ് സെഡ് ടു ബി പരാർത്ഥ അനുമാന when an inference is done in order to convince others. This inference is done when someone, after inferring to himself fire from smoke, expresses it in a 5 members logic. So like കുറച്ച് ആളുകളുടെ ഇടയിൽ ഇദ്ദേഹം ഇത് ഒന്ന് പറയുവാണ്, ദെൻ പറയുകയാണ്, നമ്മൾക്ക് അറിയാവുന്നതല്ലേ, എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് പരാർത്ഥ അനുമാനം. പരാർത്ഥ അനുമാനം, മറ്റൊരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമാനം. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്വാർത്ഥ അനുമാന ആൻഡ് പരാർത്ഥ അനുമാനം. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് വ്യാപ്തി. വ്യാപ്തിയെ ബേസ് ചെയ്തുകൊണ്ട് പൂർവ്വവാദ ഇൻഫറൻസ്, ശേഷവാദ ഇൻഫറൻസ് ആൻഡ് സാമാന്യ ദൃഷ്ട. സോ പൂർവ്വവാദ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ where the effect is inferred from cause. Effect is inferred from cause. Effect എന്തായിരിക്കും നമ്മൾ മുൻകൂട്ടി ഇൻഫർ ചെയ്യുന്നു. ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ ഇൻഫർ ചെയ്യുകയാണെങ്കിൽ പൂർവ്വമല്ലേ, പൂർവ്വവാദം. പൂർവ്വവാദം എന്ന് പറഞ്ഞാൽ എന്താ? പൂർവ്വം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇനി സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാർമേഘം മൂടി നിൽക്കുവാണ്, മഴ പെയ്യാൻ പോവുകയാണ്, ഇതാണ് പൂർവ്വവാദ ഇൻഫറൻസിന് എക്സാമ്പിൾ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റോ, ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മണ്ണ് മൊത്തം നനഞ്ഞു കിടക്കുവാണ്, പറമ്പിലൊക്കെ വെള്ളം താളം തട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഓൾറെഡി മഴ പെയ്തു. ഇതിനെയാണ് ശേഷവാദം എന്ന് പറയുന്നത്. ശേഷം സംഭവിച്ചതിന് ശേഷമാണെങ്കിൽ ശേഷവാദ്, സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് ഇൻഫർ ചെയ്യുന്നതെങ്കിൽ പൂർവ്വവാദം. ഓക്കെ, ദെൻ സാമാന്യത ദൃഷ്ട. സാമാന്യത ദൃഷ്ട എന്ന് പറഞ്ഞാൽ ജനറലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്, അതാണ് അതിന്റെ മീനിങ്. ജനറലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്. നമുക്ക് കാഴ്ച, ഇപ്പോൾ രാവിലെ നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ഈസ്റ്റിലായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ നമ്മൾ തലയ്ക്ക് മുകളിലെത്തി. അപ്പോൾ ജനറലി ലുക്ക് ലൈക്ക് സൺ ഈസ് മൂവിങ്. ഓക്കെ, അതായത് സൺ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും പൊസിഷൻ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സൺ മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സാമാന്യത ദൃഷ്ട ഇൻഫറൻസ്. ക്യാൻ ബി ടേംഡ് ആസ് generally what it look like. It has been observed that something changes its position due to movement. അവിടെ എന്തോ ഒരു മൂവ്മെന്റ്, പൊസിഷൻ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് മൂവ്മെന്റ് കൊണ്ടാണ് എന്ന് പറയുന്നതിനെയാണ് സാമാന്യ ദൃഷ്ട എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ദി സൺ ടു ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ബിക്കോസ് therefore the sun too has movement although the movement has not been seen. ഓക്കെ, തന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്, അപ്പോൾ അവിടെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ബേസ്ഡ് ഓൺ വ്യാപ്തി, പൂർവ്വവാദ്, ശേഷവാദ് ആൻഡ് സാമാന്യ ദൃഷ്ട. ഈ രണ്ട് ക്ലാസിഫിക്കേഷനും ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞത് സ്വാർത്ഥ അനുമാന, പരാർത്ഥ അനുമാന, പൂർവ്വവാദ്, ശേഷവാദ് ആൻഡ് സാമാന്യ ദൃഷ്ട. ഓക്കെ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 3 എണ്ണം കൂടിയാണ്. ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനുമാനയുടെ ക്ലാസിഫിക്കേഷൻ. ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അനുമാനയെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് കേവലാൻവയ ഇൻഫറൻസ് ആണ്.
Kevalanvai. When the Vyapti between the middle term and the major term is derived from uniform agreement in presence alone, it is called Kevalanvai inference. In the inference, Hedu has affirmative concomitance with Sadhya only. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേവലാൻവൈ ആണെങ്കിൽ പോസിറ്റീവ് റിലേഷനോട് കൂടിയായിരിക്കും നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പോസിറ്റീവ് ഇൻ ദി സെൻസ് വ്യാപ്തി പറയുന്നത് പ്രസൻസിലായിരിക്കും. എഗ്രിമെന്റ് ഈസ് ഇൻ പ്രസൻസ് അലോൺ. പ്രസൻസിലാണ് നമ്മൾ ആ വ്യാപ്തി പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾ നോബിൾ ഒബ്ജക്ട്സ് ആർ നെയിമബിൾ. നോബിൾ ഒബ്ജക്ട്സ് പൂർണ്ണമായിട്ടും നെയിമബിൾ പ്രസന്റ് ആണ്. നോട്ടല്ല, അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ആ ഒരു പോസിറ്റീവ് റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻ പറയുന്നതെങ്കിൽ അതുവഴി ദി പോട്ട് ഈസ് എ നോബിൾ ഒബ്ജക്ട്, ദെയർഫോർ പോട്ട് ഈസ് നെയിമബിൾ. സോ അതുവഴി നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് കേവലാൻവൈ ഇൻഫറൻസ് എന്ന് പറയുന്നത്. കേവലാൻവൈ. ഓക്കെ, യു ക്യാൻ സി ദി വ്യാപ്തി ബിറ്റ്വീൻ മിഡിൽ ടേം ആൻഡ് മേജർ ടേം ഇസ് ഡിറൈവ്ഡ് ഫ്രം യൂണിഫോം എഗ്രിമെന്റ് ഇൻ പ്രസൻസ് അലോട്ട്. പ്രസൻസിലാണ് എഗ്രി ചെയ്യുന്നത്. ഇത് പ്രസന്റ് ആണ്. അതായത് നോവൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നെയിമബിളിനകത്ത് പ്രസന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കേവലാൻവൈ ഇൻഫറൻസ് എന്ന് പറയാം. അതേസമയം ആബ്സെൻസിലാണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, സോ ദി വ്യാപ്തി ബിറ്റ്വീൻ മിഡിൽ ടേം ആൻഡ് മേജർ ടേം ഇസ് ഡിറൈവ്ഡ് ഫ്രം യൂണിഫോം എഗ്രിമെന്റ് ഇൻ ആബ്സെൻസ് അലോൺ. കണ്ടോ, ഇറ്റ് ഈസ് കോൾഡ് കേവല വ്യതിരേകി ഇൻഫറൻസ്. ആബ്സെൻസിലാണ് ആ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ കേവല വ്യതിരേകിയാണ്. ഇൻ ദിസ് ഇൻഫറൻസ് കേതു ഈസ് ഓൺലി നെഗറ്റീവ്ലി റിലേറ്റഡ് ടു സാധ്യ. കേതു സാധ്യയുമായിട്ട് നെഗറ്റീവ് റിലേഷനേ ഉള്ളൂ, ഡയറക്റ്റ് റിലേഷൻ ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം അതർ എലമെന്റ്സ്? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ടാണ്. അതർ എലമെന്റ്സിൽ നിന്നും ഡിഫറെന്റ് അല്ലാത്തതിന് വിച്ച് ആസ് നോട്ട് നെൽ. നെഗറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ യൂണിഫോം ഡിസഗ്രിമെന്റിലാണ് റിലേഷൻ പറയുന്നത്. അതിൽ നിന്നും നമ്മൾ അൾട്ടിമേറ്റ്ലി കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് കേവല വ്യതിരേകി ഇൻഫറൻസ് ആണ്. ഓക്കെ, അഫർമേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷനിൽ എത്തുവാണെങ്കിൽ അത് കേവലാൻവൈ. ദെൻ നെഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആബ്സെൻസ് പറഞ്ഞുകൊണ്ടാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നതെങ്കിൽ അതിനെ കേവല വ്യതിരേകി എന്ന് പറയും. ദെൻ മൂന്നാമത്തെ ടൈപ്പ് അൻവയ വ്യതിരേകിയാണ്. അൻവയ വ്യതിരേകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മൾ സെയിം കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അത് അൻവയ വ്യതിരേകിയാണ്. സോ വെൻ ദി മിഡിൽ ടേം in an inference is both positively and negatively related to the major term. പോസിറ്റീവ്ലി റിലേറ്റ് ചെയ്യാം, നെഗറ്റീവ്ലി റിലേറ്റ് ചെയ്യാം. അതായത് സി ഓൾ സ്മോക്കി ഒബ്ജക്ട്സ് ആർ ഫിയറി. പോസിറ്റീവ് ആണല്ലോ, അഫർമേറ്റീവ് ആണ്. ദി ഹിൽ ഈസ് സ്മോക്കി, ദെയർഫോർ ഹിൽ ഈസ് ഫിയറി. പോസിറ്റീവിൽ എത്തുന്നു. ഇതിനെ നമ്മൾ കേവലാൻവൈ എന്ന് പറയും, പോസിറ്റീവ് റിലേഷൻ. ദെൻ നോ നോൺ ഫിയറി ഒബ്ജക്ട്സ് ആർ സ്മോക്കി. ഇതെന്താ, നെഗറ്റീവ് റിലേഷൻ. The hill is smoky, therefore hill is not non-fiery, that is hill is fiery. രണ്ടിടത്തും കൺക്ലൂഷൻ എന്താണ്? രണ്ടിടത്തും കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത് സെയിം ആണ്. അതായത് പോസിറ്റീവ്ലി നമുക്ക് റിലേറ്റ് ചെയ്യാം, നെഗറ്റീവ്ലി റിലേറ്റ് ചെയ്യാം, അൾട്ടിമേറ്റ്ലി വിൽ ഗെറ്റ് സെയിം ഇൻഫറൻസ്. അങ്ങനെയാണെങ്കിൽ അതിനെ അൻവയ വ്യതിരേകി ഇൻഫറൻസ് എന്ന് പറയും. ഓക്കെ, സോ മൂന്ന് ടൈപ്പ് നമ്മൾ പറഞ്ഞു. കേവലാൻവൈ ആണെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ പ്രസൻസിലാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അത് കേവലാൻവൈ. ദെൻ ആബ്സെൻസിലാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നതെങ്കിൽ അത് കേവല വ്യതിരേകി. ഈ കേവലാൻവൈയിലും കേവല വ്യതിരേകിയിലും ഒരുപോലെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താമെങ്കിൽ, രണ്ട് രീതിയിലും നമുക്ക് ഒരുപോലെ കൺക്ലൂഷനിലേക്ക് എത്താമെങ്കിൽ അതിനെയാണ് അൻവയ വ്യതിരേകി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Is it clear? Yes, sir. ഓക്കെ, നൗ ഇനി നമുക്ക് പറയാനുള്ളത് വ്യാപ്തി, ദെൻ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ടേം ആൻഡ് ഹേതു ഭാഷ. അതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്സ്. സോ വിൽ ടേക്ക് എ ബ്രേക്ക്. 10 മിനിറ്റ്സിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. 8:10 നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അനുമാനെ പറ്റിയാണ്. സോ അനുമാനയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ
ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഹേതുഭാഷ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് ഫാലസീസ് ഇൻ ഇന്ത്യൻ ലോജിക് ഇസ് കോൾഡ് ഹേതുഭാഷ. ഈ വെസ്റ്റേൺ ലോജിക്കൽ ഫാലസീസ് തന്നെയാണ് ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ ഹേതുഭാഷ എന്ന് പറയുന്നത്. സോ എനിവേ, വ്യാപ്തി വ്യാപ്തി മീൻസ് ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് ആണ് വ്യാപ്തി എന്ന് പറയുന്നത്. അതായത് വ്യാപ്തി റെഫേഴ്സ് ടു സ്റ്റേറ്റ് ഓഫ് പെർവേഷൻ, ദി പ്രോസസ് ഓഫ് ബീങ് സ്പ്രെഡിങ് ത്രൂ ഓർ ബീങ് പാർട്ട് ഓഫ് പെർസീവ്ഡ് ഇൻ എവറി പാർട്ട് ഓഫ് സംതിങ്. അതായത് എത്രമാത്രം സ്പ്രെഡഡ് ആണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത്. സോ കൺസിഡർഡ് ആസ് ലോജിക്കൽ ഗ്രൗണ്ട് ഓഫ് ഇൻഫറൻസ്. നമുക്ക് ഇൻഫറൻസിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വ്യാപ്തി ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എത്രമാത്രം സ്പ്രെഡഡ് ആണ്, എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള ബേസിലാണ് നമ്മുടെ ആ ഇൻഫറൻസ് കൺസെപ്റ്റ് പറയുന്നത്. സോ വ്യാപ്തി ഗ്യാരണ്ടീസ് ദി ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹേതു, ദാറ്റ് ഇസ് ദി മിഡിൽ ടേം, ആൻഡ് സാധ്യ, ദി മേജർ ടേം. സോ മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ആ ഒരു ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ വ്യാപ്തിയുടെ സപ്പോർട്ടോട് കൂടിയാണ്. ഓക്കെ, നൗ these are the 5 qualities or 5 characteristics of middle term. Very, very important. മിഡിൽ ടേമിന് ഉണ്ടായിരിക്കേണ്ട 5 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. 5 ക്വാളിറ്റീസ് എല്ലാം മിഡിൽ ടേമിന് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ക്വാളിറ്റി, ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. സോ മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. നമ്മളുടെ നേരത്തെ എക്സാമ്പിൾ, ഹില്ലിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഏതായിരുന്നു നമ്മളുടെ മൈനർ ടേം? മൈനർ ടേം എന്ന് പറയുന്നത് ഹില്ലാണ്, റൈറ്റ്? ദെൻ മേജർ ടേം എന്ന് പറയുന്നത് ഫയർ ആണ്. ഓക്കെ, ആൻഡ് മിഡിൽ ടേം എന്ന് പറയുന്നത് സ്മോക്ക് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ടേംസ്. മിഡിൽ ടേം എന്താണ്, മേജർ ടേം എന്താണ്, മൈനർ ടേം എന്താണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. സോ ഹേതു എന്ന് പറയുന്നത് ഇവിടെ സ്മോക്ക് ആണ്. സ്മോക്ക് കാരണമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അത് പ്രകാരം നമ്മൾ ഹേതുവിന്റെ ക്വാളിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് മിഡിൽ ടേമിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റിയെ നമ്മൾ പ്രക്ഷധർമ്മത എന്ന് പറയും. പ്രക്ഷധർമ്മത, വിച്ച് മീൻസ് ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. അതായത് ഹേതു മൈനർ ടേമിൽ പ്രസന്റ് ആയിരിക്കണം. ഹേതു എന്ന് പറയുന്നത് എന്താണ്? സ്മോക്ക്. നമ്മുടെ മൈനർ ടേം എന്താണ്? ഹിൽ. ഹില്ലിൽ നിന്നും പുക ഉയർന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകണം. അതായത് ഹില്ലിൽ ഈ സ്മോക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, സോ മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി മൈനർ ടേം. അതിനെയാണ് പ്രക്ഷധർമ്മത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സപക്ഷസത്വ. സപക്ഷസത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഓൾ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് മേജർ ടേം ഈസ് പ്രസന്റ്. മേജർ ടേം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് മിഡിൽ ടേമിനെ കാണാൻ പറ്റണം. അതായത് ഈ സ്മോക്ക് എവിടെയെല്ലാം നമുക്ക് കാണുന്നുണ്ടോ അവിടെയെല്ലാം ഫയർ ഉണ്ടാവണം. ഓക്കെ, രണ്ടാമത്തെ ക്വാളിറ്റി. സോ ആദ്യത്തെ ക്വാളിറ്റി എന്താണ്? പ്രക്ഷധർമ്മത. പ്രക്ഷധർമ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ടേം, അതായത് നമ്മളുടെ ഹില്ലിൽ ഈ പുക നമുക്ക് കാണാൻ സാധിക്കണം. അതായത് മൈനർ ടേമിൽ മിഡിൽ ടേം പ്രസന്റ് ആയിരിക്കണം. രണ്ടാമത്തെ സപക്ഷതത്വ, എല്ലാ പോസിറ്റീവ് ഒക്യൂറൻസിലും, അതായത് മിഡിൽ ടേമിന്റെ എല്ലാ പോസിറ്റീവ് ഒക്യൂറൻസിലും, മിഡിൽ ടേമിന്റെ അല്ല മേജർ ടേമിന്റെ എല്ലാ പോസിറ്റീവ് ഒക്യൂറൻസിലും നമുക്ക് ഈ പറയുന്ന മിഡിൽ ടേമിനെ കാണാൻ സാധിക്കണം. എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെയെല്ലാം ഫയർ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് വിപക്ഷസത്വ, ഇറ്റ് മസ്റ്റ് ബി ആബ്സെന്റ് ഇൻ ഓൾ നെഗറ്റീവ് ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് മേജർ ടേം ഇസ് ആബ്സെന്റ്. മേജർ ടേം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള തീ ഉണ്ടാവരുത്. മിഡിൽ ടേം ആയിട്ടുള്ള പുക ഉണ്ടാവരുത്. അതായത് മേജർ ടേം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും, മേജർ ടേം എന്താണ്? ഫയർ ആണ്. ഫയർ ഇല്ലാതെ ഒരിക്കലും പുക ഉണ്ടാവരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അതിനെയാണ് വിപക്ഷസത്വ എന്ന് പറയുന്നത്. 3 കണ്ടീഷൻസ് ക്ലിയർ ആണോ? സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റീസ് ആണ്. ക്വാളിറ്റീസ് ഓഫ് മിഡിൽ ടേം. മിഡിൽ ടേമിന്റെ ക്വാളിറ്റീസ് പറയുമ്പോൾ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ മൈനർ ടേം. മൈനർ ടേമിനകത്ത് മിഡിൽ ടേം പ്രസന്റ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി, ഈ പറയുന്ന മേജർ ടേമിന്റെ എല്ലാ പോസിറ്റീവ് ഒക്യൂറൻസിലും മിഡിൽ ടേമിനെ നമുക്ക് കാണാൻ സാധിക്കണം. ദെൻ മേജർ ടേം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും മിഡിൽ ടേം ഉണ്ടാകാനും പാടില്ല. സോ ദീസ് ആർ ദി ഫസ്റ്റ് 3 ക്വാളിറ്റി. ക്ലിയർ ആയോ? ഇനി അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സൈഡ് തന്നേക്കുന്നത് മാച്ച് ചെയ്ത് നോക്കുക. അതിനുവേണ്ടിയാണ് മിഡിൽ ടേം, മേജർ ടേം, മൈനർ ടേം എന്താണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ 3 ക്ലിയർ ആയോ എല്ലാവർക്കും? Clear ആണ് sir. ഫൈൻ.
നാലാമത്തത് അബാധിത. അബാധിത എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി നോൺ ഇൻകമ്പാറ്റബിൾ വിത്ത് ദി മൈനർ ടേം. മൈനർ ടേമുമായിട്ട് ചേർത്ത് പറയാൻ പറ്റാത്ത ഒന്നാവരുത്. ഇവിടെ നമ്മളിപ്പോ സ്മോക്ക് എന്ന് പറയുമ്പോൾ ഹില്ലുമായിട്ട് ചേർത്ത് വെക്കാം. ഹില്ലിൽ സ്മോക്ക് ഉണ്ടാകാം, അങ്ങനെ നമുക്ക് ചേർത്ത് പറയാൻ സാധിക്കും. പക്ഷെ അവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒന്നാവരുത് നമ്മളുടെ മിഡിൽ ടേം. അതായത് മൈനർ ടേം എന്ന് പറയുന്നത്, ഇമാജിൻ മൈനർ ടേം എന്ന് പറയുന്നത് വാട്ടറാണ്. ഓക്കെ, സോ വാട്ടറിൽ നിന്നും പുകയുയരുന്നു. പുകയുയരാട്ടോ, ഉയരാൻ പാടില്ല എന്നല്ല. സോ അത്തരം തീ കത്തിയിട്ട് പുകയുയരുന്നു എന്ന് പറയുന്നത് ഡയറക്ട്ലി നമുക്ക് ലോജിക്കലി പറയാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അത്തരത്തില് ഡയറക്ട്ലി നമുക്ക് മൈനർ ടേമുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ഒന്നാവരുത്. ഓക്കെ, അതായത് ഇറ്റ് മസ്റ്റ് ബി നോൺ ഇൻകമ്പാറ്റബിൾ വിത്ത് ദി മൈനർ ടേം. മൈനർ ടേമുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റാത്തതാവരുത് നമ്മളുടെ മിഡിൽ ടേം. അതായത് ഇറ്റ് മസ്റ്റ് നോട്ട് പ്രൂവ് ദി കൂൾനെസ് ഓഫ് ഫയർ. പറഞ്ഞു അവസാനം നമ്മളെന്താ ഈ പറയുന്ന ഫയർ തണുത്തിരിക്കുന്നതുകൊണ്ടാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോയി എത്തിക്കരുത്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഒന്നാവരുത്. അതാണ് അബാധിത. ദെൻ അവിരുദ്ധ. സോ ഇറ്റ് മസ്റ്റ് ബി ക്വാളിഫൈഡ് ബൈ ദി ആബ്സെൻസ് ഓഫ് കൗണ്ടറാക്ടിങ് റീസൺസ് വിച്ച് ലെഡ് ടു കോൺട്രാഡിക്ടറി കൺക്ലൂഷൻ. അതായത് ടോട്ടലി കൗണ്ടറാക്ട് ചെയ്യുന്ന, കോൺട്രാഡിക്ടറി ആയിട്ട് കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. അതായത് ഇറ്റ് മസ്റ്റ് ബി, ഈ പറയുന്ന മിഡിൽ ടേം എന്ന് പറയുന്നത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് കോൺട്രാഡിക്ടറി റീസൺസ് അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദി ഫാക്ട് ഓഫ് ബീയിങ് കോസ്റ്റ് cannot be used to prove eternity of sound. സൗണ്ട് എറ്റേണൽ ആണെന്ന് പറയാൻ വേണ്ടി ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ജസ്റ്റ് അതിന്റെ എന്താ ഓപ്പോസിറ്റ് ആണ്, കോൺട്രാഡിക്ടറി ആയിട്ടാണ് പറയുന്നത്. സൗണ്ട് എറ്റേണൽ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. എറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യമില്ലാത്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് പറയാൻ വേണ്ടി അത് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺട്രാഡിക്ടറി ആണ്. എറ്റേണലും ക്രിയേറ്റഡും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ കോൺട്രാഡിക്ടറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വരരുത് എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ. അതിനെ അവിരുദ്ധ എന്ന് പറയും. സോ പ്രക്ഷധർമ്മത, സപക്ഷതത്വ, വിപക്ഷതത്വ, അബാധിത ആൻഡ് അവിരുദ്ധ. സോ ദീസ് ആർ ദി 5 ക്വാളിറ്റീസ് ഓഫ് എ മിഡിൽ ടേം. ഇനി ഇൻ എനി കേസ് ഈ പറയുന്ന 5 ക്വാളിറ്റീസിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്യുന്നതാണ് ഹേത്വഭാഷ. ഹേത്വഭാഷ എന്ന് പറഞ്ഞാൽ ഇത് എ സാൻസ്ക്രിറ്റ് ടേം വിച്ച് ലിറ്ററലി മീൻസ് ഫാലസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഈ മിഡിൽ ടേമിന്റെ ക്വാളിറ്റി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മിഡിൽ ടേമിന് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാതാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഫാലസി ഒക്യൂർ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, in Indian logic, fallacy is called Hedubhasha. So the fallacy occurs when middle term appears to be the reason, but it is not a valid reason. മിഡിൽ ടേം ആണ് ഹേതു, കാരണം അതിന്റെ മിഡിൽ ടേം ആണ്. പക്ഷെ ആ ഹേതു വാലിഡ് അല്ല, ആ റീസൺ എന്ന് പറയുന്നത് വാലിഡ് അല്ല. അങ്ങനെ വരുമ്പോഴാണ് ഹേതുഭാഷ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ there are 5 kinds of fallacy according to Nyaya school. All these 5 fallacies are regarded as material fallacies. Material fallacies occur when the reasoning is unsound because of an error concerning the subject matter of the argument. അതായത് ഈ പറയുന്ന ഹേതുഭാഷാസ് എന്ന് പറയുന്നത് എല്ലാം ഇൻഫോർമൽ ഫാലസിയാണ്. ഇവിടെ ഫോർമൽ ഫാലസിനെ പറ്റി പറയുന്നേ ഇല്ല. മെറ്റീരിയൽ ഫാലസി എന്ന് പറയുന്നത് ഇൻഫോർമൽ ഫാലസിയാണ്. അതായത് സബ്ജക്ട് മാറ്ററിലുള്ള അല്ലെങ്കിൽ കണ്ടന്റിലുള്ള എറർ കാരണമാണ് ഈ ഫാലസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സ്ട്രക്ചറിലുള്ള എറർ അല്ല, കണ്ടന്റിലുള്ള എറർ. അതാണ് ഇൻഫോർമൽ ഫാലസി ആണെന്ന് പറയാനുള്ള കാരണം. So they deals with errors regarding how an argument is expressed, the content of expression, meaning of expression. അവിടെയാണ് എറർ ഹാപ്പൻ ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ഫാലസീസ് ആണ് ഹേതുഭാഷ. ഓൺ ദി അതർ ഹാൻഡ്, ഫോർമൽ ഫാലസി നമുക്കറിയാമല്ലോ. ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം, ആർഗ്യുമെന്റ്, സ്ട്രക്ചർ, അതിൽ വരുന്ന എറർ ആണെങ്കിൽ ഫോർമൽ ഫാലസി. ദെൻ ഇൻഫോർമൽ ഫാലസി ആണെങ്കിൽ കണ്ടന്റിൽ വരുന്ന എറർ അല്ലെങ്കിൽ എക്സ്പ്രഷനിൽ വരുന്ന എറർ, അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസി. ലാംഗ്വേജ്, ഗ്രാമർ, അതൊക്കെയാണ് ഇൻഫോർമൽ ഫാലസി വരുന്നത്. എല്ലാ ഹേതുഭാഷാസും ഇൻഫോർമൽ ഫാലസീസ് ആണ്. ഓക്കെ, നൗ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹേതുഭാഷാസിലേക്ക് പോകുന്നു. 5 എണ്ണമാണ് മേജർ വൺസ്. ഫസ്റ്റ് വൺ ഈസ് സത്പ്രതിപക്ഷ. സത്പ്രതിപക്ഷ ഓർ കൗണ്ടർ ആർഗ്യുമെന്റ്. വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബി വെരി വെരി ജെന്യൂൻ കേട്ടോ. അത്രയും സിൻസിയറിറ്റിയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഹേതുഭാഷയാണ് സത്പ്രതിപക്ഷ.
സത്പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ സത്പ്രതിപക്ഷ involves making an argument in favor of something and then later contradicting that argument. It is essentially representing inconsistent reasons. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ആർഗ്യുമെന്റ് പറഞ്ഞു പിന്നീട് അതിനെ കോൺട്രാഡിക്ട് ചെയ്യുക, അവിടെയാണ് സത്പ്രതിപക്ഷ ഹാപ്പൻ ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ഫയർ ഈസ് ഹോട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ദി ക്വാളിറ്റി ഓഫ് ഹീറ്റ്. കൗണ്ടർ ആർഗ്യുമെന്റ് ഫയർ ഈസ് നോട്ട് ഹോട്ട് ബിക്കോസ് ഇറ്റ് ലാക്സ് കോൾഡ്നെസ്. സംഭവിച്ചിരിക്കുന്നത് എന്താ? രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒരെണ്ണം നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു, എന്നാൽ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് അതേ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവിടെ ഹാപ്പൻ ചെയ്ത ഫാലസിയാണ് സത്പ്രതിപക്ഷ, കൗണ്ടർ ആർഗ്യുമെന്റ്. സോ ഹിയർ ദി ആർഗ്യുമെന്റ് പ്രസന്റ്സ് കോൺട്രാഡിക്ടറി റീസൺ ഫോർ ദി സെയിം സബ്ജക്ട്, ലീഡിങ് ടു ഫാലസി ഓഫ് സത്പ്രതിപക്ഷ. ഓക്കെ, അതായത് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള റീസൺ ആണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് നമ്മൾ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരുന്നു കോൺട്രാഡിക്ടറി റീസൺ ഉണ്ടാകാൻ പാടില്ല, റൈറ്റ്? ഓർക്കുന്നുണ്ടല്ലോ? അത്തരം കോൺട്രാഡിക്ടറി റീസൺസ് പറഞ്ഞുകൊണ്ട് ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫാലസിയാണ് സത്പ്രതിപക്ഷ ഓർ കൗണ്ടർ ആർഗ്യുമെന്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് വൺ, സത്പ്രതിപക്ഷ. രണ്ടാമത് വിരുദ്ധ. വിരുദ്ധ ഈസ് സിമിലർ ടു കോൺട്രാഡിക്ടറി കൺസെപ്റ്റുമായിട്ട് സിമിലർ ആണ്. അവിരുദ്ധയുടെ ഓപ്പോസിറ്റ് ആണ് വിരുദ്ധ. വിരുദ്ധ ടേക്ക് പ്ലേസ് വെൻ മിഡിൽ ടേം ഇൻ എ സിലോജിസം കോൺട്രാഡിക്ട് ദി സബ്ജക്ട് ടേം ഓർ ഈസ് കോൺട്രാഡിക്ടറി ടു ഇറ്റ്. അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് സബ്ജക്ട് ടേമിനെ കോൺട്രാഡിക്ട് ചെയ്യുവാണ്, അവിടെയാണ് വിരുദ്ധ വരുന്നത്. വിരുദ്ധയുടെ കേസിൽ ഓൾ ലിവിംഗ് ബീയിങ്സ് ഹാവ് സോൾ, റോക്സ് ആർ നോട്ട് ലിവിംഗ് ബീയിങ്സ്, ദെയർഫോർ റോക്സ് ഹാവ് സോൾ. കണ്ടോ? അതായത് വിരുദ്ധമായിട്ടാണ്, തെറ്റായിട്ടാണ് ആ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദി ഫാലസി ഓഫ് വിരുദ്ധ ഒക്കേഴ്സ് ബിക്കോസ് ദി മിഡിൽ ടേം സോൾസ് കോൺട്രാഡിക്ട് വിത്ത് ദി സബ്ജക്ട് ടേം റോക്ക്. സോൾസ് എന്ന് പറയുന്ന മിഡിൽ ടേമിനെ നമുക്ക് റോക്ക് എന്ന് പറയുന്ന, അവിടെ ഒരു എറർ പറ്റിയിട്ടുണ്ട്, ഗിവ് മി 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
Can you see this slide? Slide ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. ഇത് കാണാമോ? ശരി. അതായത് ആ സ്ലൈഡിൽ രണ്ടുമൂന്ന് എറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വ്യാപ്തി കൺസെപ്റ്റ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ദീസ് ആർ ദി 5 ക്വാളിറ്റീസ്, 5 ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പ്രക്ഷധർമ്മത, സപക്ഷസത്വ, വിപക്ഷസത്വ, അബാധ്യത ആൻഡ് അവിരുദ്ധ. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹേതുഭാഷാസ് പറയുമ്പോൾ ഹേതുഭാഷാസിൽ ആദ്യത്തത് വിരുദ്ധയാണ്. വിരുദ്ധ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്യൂസ് വെൻ വി ഹാവ് കോൺട്രാഡിക്റ്റഡ് മിഡിൽ ടേം. മിഡിൽ ടേം കോൺട്രാഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെയാണ് വിരുദ്ധ വരുന്നത്. ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് പ്രൂവിംഗ് ദി മേജർ ടേം, ദി മിഡിൽ ടേം പ്രൂവ്സ് ഓപ്പോസിറ്റ്. അതായത് നമ്മൾ നേരത്തെ ക്വാളിറ്റീസ് പറഞ്ഞില്ലേ, ക്വാളിറ്റീസിൽ നിങ്ങൾക്ക് ഇവിടെ അവിരുദ്ധ കാണാം. അവിരുദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? വിരുദ്ധ അല്ലാത്തത്. അതൊരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു. അതേസമയം ആ ക്വാളിറ്റി ഇല്ലെങ്കിലോ അവിടെ വിരുദ്ധ ഹാപ്പൻ ചെയ്യും. അതായത് ഇവിടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഫാക്ട് ഓഫ് ബീങ് കോസ്റ്റ് ഈസ് യൂസ്ഡ് ടു പ്രൂവ് എറ്റേണിറ്റി ഓഫ് സൗണ്ട്. സൗണ്ട് എറ്റേണൽ ആന്ന് പറയാൻ ശ്രമിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് വിരുദ്ധ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്താണോ അവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വിരുദ്ധ. ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ പറയുമ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ തവണ ചോദിച്ചത് ഇത് തന്നെയാണ്. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഏത് ടൈപ്പ് ഓഫ് ഫാലസി ആണെന്നാണ് ചോദിച്ചിരുന്നത്. ദാറ്റ് ഈസ് വിരുദ്ധ. ഓക്കെ, കോൺട്രാഡിക്റ്റഡ് മിഡിൽ ടേം. മിഡിൽ ടേം ഇവിടെ കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ്. മിഡിൽ ടേം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് മിഡിൽ ടേം പറയുന്നത്. അതാണ് വിരുദ്ധ. ഓക്കെ, അടുത്തത് സപ്രതിപക്ഷ. സത്പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്യൂസ് വെൻ ദി മിഡിൽ ടേം ഈസ് കോൺട്രാഡിക്റ്റഡ് ബൈ അനദർ മിഡിൽ ടേം. അതായത് നമ്മൾ ഒരു മിഡിൽ ടേമിനെ മറ്റൊരു മിഡിൽ ടേം വെച്ചിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്തു, രണ്ട് മിഡിൽ ടേം വരുവാണ്. ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ ആൻഡ് സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സോ ഓഡിബിൾ ആയതുകൊണ്ട് ഇത് എറ്റേണൽ എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുകയാണ്, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഓഡിബിൾ എന്ന് പറയുന്ന ടേമും പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന ടേമും തമ്മിൽ ജസ്റ്റ് കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ് സിറ്റുവേഷൻസിലെ. ആദ്യം ഓഡിബിൾ ആയതുകൊണ്ട് അത് എറ്റേണലാണെന്ന് പറഞ്ഞു. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് നോൺ എറ്റേണലാന്ന് പറയുന്നു. രണ്ട് സാഹചര്യങ്ങളിലും ഇവിടെ മിഡിൽ ടേം സാഹചര്യത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനെയാണ് കോൺട്രാഡിക്റ്റഡ് ബൈ അനദർ ടേം എന്ന് പറയുന്നത് സത്പ്രതിപക്ഷ. സത്പ്രതിപക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതേ കൺസെപ്റ്റ് തന്നെ. സത്പ്രതിപക്ഷയും വിരുദ്ധയും സിമിലർ ആയിട്ട് തോന്നാം. വിരുദ്ധ വരുന്നത് കോൺട്രാഡിക്റ്റഡ് മിഡിൽ ടേം ആണ്. വേറെ സത്പ്രതിപക്ഷയിൽ വരുമ്പോൾ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെന്റിൽ എന്താണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് പറയുന്നത്. അവിടെയാണ് സത്പ്രതിപക്ഷ വരുന്നത്. ഓക്കെ, മൂന്നാമതായി അസിദ്ധ ഹേതുഭാഷ. അസിദ്ധ ഹേതുഭാഷ ഇസ് ഓൾസോ കോൾഡ് സാധ്യസാമ. ഈ ഹേതുഭാഷയെ സാധ്യസാമ എന്ന് കൂടി വിളിക്കും. അതായത് ഫാലസി ഓഫ് അൺപ്രൂവ്ഡ് മിഡിൽ ടേം. മിഡിൽ ടേം പ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, മിഡിൽ ടേം പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇറ്റ് ഒക്കേസ് വെൻ ദി മിഡിൽ ടേം ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദി മൈനർ പ്രെമിസ്. മിഡിൽ ടേം മൈനർ പ്രെമിസിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. മൈനർ പ്രെമിസിലല്ല, മൈനർ ടേമിൽ പ്രസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മൈനർ ടേമിൽ മിഡിൽ ടേം പ്രസന്റ് അല്ലെങ്കിൽ അപ്പോഴാണ് അസിദ്ധ ഹേതുഭാഷ ഹാപ്പൻ ചെയ്യുന്നത്. വെൻ ദി മിഡിൽ ടേം ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദി മൈനർ ടേം. എന്തുകൊണ്ട് അത് പ്രസന്റ് അല്ല എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് അസിദ്ധ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ആശ്രയസിദ്ധ. വെൻ ദി മിഡിൽ ടേം യൂസ്ഡ് ഇൻ ദി ആർഗ്യുമെന്റ് ഈസ് നോട്ട് റിയൽ. മിഡിൽ ടേം റിയൽ അല്ല, അതുകൊണ്ട് തന്നെ പ്രസന്റ് ആകാൻ പറ്റില്ല. സോ ദി മൈനർ ടേം ഈസ് ദി ലോക്കസ് ഓഫ് ദി മിഡിൽ ടേം, ബട്ട് വെൻ ദി മൈനർ ടേം ഈസ് അൺറിയൽ, ദി മിഡിൽ ടേം കാനോട്ട് ബി പ്രസന്റ്. അതായത് മൈനർ ടേം എന്ന് പറയുന്നത് ഒരിക്കലും മൈനർ ടേമിൽ മിഡിൽ ടേമിന് പ്രസന്റ് ആകാൻ സാധിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അൺറിയൽ. ഫോർ എക്സാമ്പിൾ പറയാം, സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ്, ലൈക്ക് ലോട്ടസ് ഓഫ് ദി പോണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്കൈ ലോട്ടസ് എന്ന് പറയുന്നത് ഇമാജിനറി തിങ് ആണ്. ആ സ്കൈ ലോട്ടസിനകത്ത് ഒരിക്കലും ഫ്രാഗ്രന്റ് എന്ന് പറയുന്നതിനകത്ത് പ്രസന്റ് ആകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? സ്കൈ ലോട്ടസ് ഈസ് ആൻ ഇമാജിനറി തിങ്. ആ ഇമാജിനറി തിങ്ങിനകത്ത് ഒരു പോണ്ടിലെ ലോട്ടസ് പോലെ അത് ഫ്രാഗ്രന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോസെക്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ആ പോണ്ടിലെ ലോട്ടസ് അല്ല സ്കൈ ലോട്ടസ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രാഗ്രന്റിന് ഒരിക്കലും സ്കൈ ലോട്ടസിനകത്ത് പ്രസന്റ് ആകാൻ സാധിക്കില്ല. ഇതാണ് ആശ്രയസിദ്ധ. മിഡിൽ ടേം റിയൽ അല്ലാത്തത് കൊണ്ട്, ഓക്കെ, മിഡിൽ ടേം റിയൽ അല്ലാത്തതുകൊണ്ട് അതിന് മൈനർ ടേമിൽ പ്രസന്റ് ആകാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ആശ്രയസിദ്ധ ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ
രണ്ടാമത് സ്വരൂപസിദ്ധ. സ്വരൂപസിദ്ധ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേസ് വെൻ ദി മൈനർ ടേം ഈസ് നോട്ട് അൺറിയൽ ബട്ട് ബിക്കോസ് ഓഫ് ദി വെരി നേച്ചർ ഓഫ് മിഡിൽ ടേം cannot be present in the minor term. ഇവിടെ മൈനർ ടേം അൺറിയൽ ഒന്നുമല്ല, പക്ഷേ മിഡിൽ ടേമിന്റെ ക്യാരക്ടർ വെച്ചിട്ട് മിഡിൽ ടേമിന് ആ മൈനർ ടേമിനകത്ത് പ്രസന്റ് ആകാൻ സാധിക്കില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എ ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സീൻ. സൗണ്ടിനെ കാണാൻ സാധിക്കുമോ? സീൻ എന്ന് പറയുന്ന ആ ക്വാളിറ്റിക്ക് ഒരിക്കലും സൗണ്ടിനകത്ത് വരാൻ സാധിക്കില്ല, മാച്ച് ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് സൗണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ അത്തരത്തിൽ ഈ പറയുന്ന സീനിന്, സോ ഹിയർ സൗണ്ട് ഈസ് ദി മൈനർ ടേം. സൗണ്ട് എന്ന് പറയുന്നതാണ് മൈനർ ടേം ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് റിയൽ ബട്ട് മിഡിൽ ടേം ക്യാൻ, മിഡിൽ ടേം ആയിട്ടുള്ള ഇവിടെ സീനാണ്. സീൻ cannot present in minor premise because sound cannot be seen, റൈറ്റ്? സീൻ എന്ന് പറയുന്ന ഈ മിഡിൽ ടേമിന് ഒരിക്കലും സൗണ്ട് എന്ന് പറയുന്ന മൈനർ ടേമിന് അത് പ്രസന്റ് ആകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? സൗണ്ട് എങ്ങനെയാണ് സീൻ ചെയ്യുന്നത്? കാണുക എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും സൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് സ്വരൂപസിദ്ധ വരുന്നത്. സ്വരൂപം കൊണ്ട്, അതായത് ആ മിഡിൽ ടേമിന്റെ ക്വാളിറ്റി, മിഡിൽ ടേം മൈനർ ടേം ഇവിടെ റിയൽ ആണ്. മൈനർ ടേം റിയൽ ആയാലും ആ റിയൽ ആയിട്ടുള്ള മൈനർ ടേമിനകത്ത് നമ്മളുടെ മിഡിൽ ടേമിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് പ്രസന്റ് ആകാൻ സാധിക്കുന്നില്ല. അവിടെയാണ് സ്വരൂപസിദ്ധ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വ്യാപ്യത്വസിദ്ധ. വ്യാപ്യത്വസിദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേസ് വെൻ ദി വ്യാപ്തി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് അൺകണ്ടീഷണൽ ഇൻ നേച്ചർ ഇറ്റ് ഈസ് കണ്ടീഷണൽ. വ്യാപ്തി അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞു, അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിരിക്കണം. ആ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷണൽ ആയി കഴിഞ്ഞാൽ അവിടെയാണ് വ്യാപ്യത്വസിദ്ധ ഹാപ്പൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, whenever there is fire there is smoke. കണ്ടോ? whenever there is fire there is smoke എന്ന് പറഞ്ഞു. Here the വ്യാപ്തി is conditional in nature because there are some cases where there is fire without smoke. സ്മോക്ക് ഇല്ലാതെ തീയുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു അയൺ ബോൾ കത്തുമ്പോൾ സ്മോക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്തരത്തില് സ്മോക്ക് ഇല്ലാതെ ഫയർ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ ആണ്, അൺകണ്ടീഷണൽ അല്ല. ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ അല്ല. 100% എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകണം എന്നുള്ള ആ ക്വാളിറ്റി ഇവിടെ മാച്ച് ചെയ്യില്ല. ഓക്കെ, മേജർ ടേമിന്റെ എല്ലാ പോസിറ്റീവ് ഇൻസ്റ്റൻസസിലും മൈനർ ടേം ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മേജർ ടേമിന്റെ എല്ലാ പോസിറ്റീവ് ഇൻസ്റ്റൻസസിലും നമുക്കിവിടെ നമ്മളുടെ മിഡിൽ ടേമിനെ, മൈനർ ടേം അല്ല മിഡിൽ ടേമിനെ കാണാൻ സാധിക്കില്ല. മേജർ ടേം എന്താണ്? ഫയർ ആണ്. ഫയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് പുക കാണാൻ സാധിക്കില്ല. അതാണ് വ്യാപ്യത്വസിദ്ധ. ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ അല്ല. ഓക്കെ, സോ ഈ 3 ടൈപ്പുമാണ് അസിദ്ധ ഹേതുഭാഷയുടെ ഭാഗമായിട്ട് വരുന്നത്. അസിദ്ധ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം അൺപ്രൂവ്ഡ് ആണ്. അവിടെയാണ് അസിദ്ധ ഹേതുഭാഷ വരുന്നത്. മിഡിൽ ടേം അൺപ്രൂവ്ഡ് ആണ്. മിഡിൽ ടേം അൺപ്രൂവ്ഡ് ആവുന്ന 3 സിറ്റുവേഷൻസ് ആണ്. ഒന്ന് ആശ്രയസിദ്ധ, മിഡിൽ ടേം അൺറിയൽ ആവുമ്പോൾ, ആർഗ്യുമെന്റിലെ റിയൽ അല്ല, അങ്ങനെ വരുമ്പോൾ ആശ്രയസിദ്ധ വരും. സ്വരൂപസിദ്ധ, മിഡിൽ ടേം റിയൽ ആണ്, അതിന്റെ മൈനർ ടേം റിയൽ ആണ്, മിഡിൽ ടേം റിയൽ ആണ്, പക്ഷേ മിഡിൽ ടേമിന് മൈനർ ടേമിന് പ്രസന്റ് ആകാൻ സാധിക്കില്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബേസിക് നേച്ചർ, ബേസിക് ക്വാളിറ്റി വെച്ചിട്ട് പ്രസന്റ് ആകാൻ പറ്റില്ല. അതേസമയം വ്യാപ്യത്വസിദ്ധയാണെങ്കിൽ മിഡിൽ ടേം ഇവിടെ കണ്ടീഷണൽ ആണ്. ചില സാഹചര്യങ്ങളിലൊക്കെ ആ റിലേഷൻ എന്ന് പറയുന്നത് വ്യാപ്തി കണ്ടീഷണലാണ്. ചില സാഹചര്യങ്ങളിലുണ്ട്, പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന മിഡിൽ ടേമിനെ മൈനർ ടേമിൽ കാണാൻ മേജർ ടേമിൽ കാണാൻ സാധിക്കില്ല. അതാണ് വ്യാപ്യത്വസിദ്ധ. ദെൻ അടുത്ത ടൈപ്പാണ് സാവ്യവിചാര ഹേതുഭാഷ. സാവ്യവിചാര ഹേതുഭാഷ ഇസ് ഓൾസോ നോൺ ആസ് അനേകാന്തിക. സാവ്യവിചാരയെ അനേകാന്തിക എന്നുകൂടി പറയും. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദി ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ ടേം. മിഡിൽ ടേം ഇറഗുലർ ആണ്, റെഗുലർ അല്ല. സോ ഇവിടെ 3 തരത്തിലുള്ള ഇറഗുലർ മിഡിൽ ടേം ഉണ്ട്. ഒന്ന് സാധാരണ സാവ്യവിചാര ഹേതുഭാഷ. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ മിഡിൽ ടേം ഈസ് ടു വൈഡ് ഫോർ ബ്രോഡ് ഇൻ നേച്ചർ. മിഡിൽ ടേം വളരെ ബ്രോഡാണ്. ആസ് എ റിസൾട്ട് both the positive, so middle term is positive in both sabaksha and vibaksha. എന്താണ് സബക്ഷ ആൻഡ് വിപക്ഷ ഇൻസ്റ്റൻസസ്? as we already said, സബക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബക്ഷ തത്വമാണ്. അതായത് മേജർ ടേം എവിടെയെല്ലാം ഉണ്ടോ ആ സാഹചര്യങ്ങളിലെല്ലാം മിഡിൽ ടേം ഉണ്ടായിരിക്കണം. അതാണ് സബക്ഷ തത്വം. വിപക്ഷ തത്വം എന്ന് പറഞ്ഞാൽ മേജർ ടേം ആയിട്ടുള്ള ഫയർ എവിടെയൊക്കെ ആബ്സെന്റ് ആണോ അവിടെ ഒന്നും നമുക്ക് പുക ഉണ്ടാകാൻ പാടില്ല, മിഡിൽ ടേം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് വിപക്ഷ തത്വം. പക്ഷേ മിഡിൽ ടേം വളരെ ബ്രോഡ് ആയതുകൊണ്ട് സപക്ഷ ഇൻസ്റ്റൻസിലും വിപക്ഷ ഇൻസ്റ്റൻസിലും നമുക്ക് ഈ പറയുന്ന മിഡിൽ ടേമിനെ കാണാൻ സാധിക്കും.
അങ്ങനെയാണെങ്കിൽ അതിനെ സാധാരണ ഹേതുഭാഷ എന്ന് പറയും. സോ ഇറ്റ് വൈലേറ്റ്സ് ദി റൂൾ ഓഫ് ദി മിഡിൽ ടേം ഷുഡ് നോട്ട് ബി പ്രസന്റ് ഇൻ നെഗറ്റീവ് ഇൻസ്റ്റൻസസ്. നെഗറ്റീവ് ഇൻസ്റ്റൻസസിൽ മിഡിൽ ടേം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള റൂൾ നമ്മൾ പറഞ്ഞു. ആ റൂൾ ഇവിടെ വൈലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദി ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോബിൾ. ഇവിടെ നമ്മൾ നോബിൾ എന്നുള്ളതാണ് മിഡിൽ ടേം ആയിട്ട് എടുത്തത്. ഈ നോബിൾ എന്ന് പറയുന്നത് നോബിൾ ക്യാൻ ബി പ്രസന്റ് ഇൻ ബോത്ത് ഫിയറി ആൻഡ് നോൺ ഫിയറി ഒബ്ജക്ട്സ്. നോബിൾ എന്ന് പറയുന്ന ആ മിഡിൽ ടേമിന് ഫിയറി ഒബ്ജക്ട്സിലും പ്രസന്റ് ആകാൻ സാധിക്കും, നോൺ ഫിയറിയിലും പ്രസന്റ് ആകാൻ സാധിക്കും. അതായത് പോസിറ്റീവ് ഇൻസ്റ്റൻസസിലും നെഗറ്റീവ് ഇൻസ്റ്റൻസസിലും ഈ പറയുന്ന ഫിയറി എന്ന് പറയുന്ന മേജർ ടേമിന്റെ പോസിറ്റീവ് ഇൻസ്റ്റൻസസിലും നെഗറ്റീവ് ഇൻസ്റ്റൻസസിലും നമ്മളുടെ മിഡിൽ ടേം പ്രസന്റ് ആയിരിക്കും. അതാണ് സാധാരണ സാവ്യഭിചാര ഹേതുഭാഷ. ഓക്കെ, ദെൻ അടുത്തത് അസാധാരണ സാവ്യഭിചാര. അതായത് ഇറ്റ് ഒക്കേഴ്സ് വെൻ ദി മിഡിൽ ടേം ഇസ് ടു നാരോ. ആദ്യം നമ്മൾ പറഞ്ഞ മിഡിൽ ടേം വളരെ വലുതാവുമ്പോൾ പോസിറ്റീവ് ഇൻസ്റ്റൻസിലും നെഗറ്റീവ് ഇൻസ്റ്റൻസിലും മിഡിൽ ടേം പ്രസന്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ വളരെ നാരോ ആയാലോ, ആസ് എ റിസൾട്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ പക്ഷ. അതായത് സപക്ഷയിലില്ല, വിപക്ഷയിലുമില്ല. ആകെ ഈ ഗീവൺ സിറ്റുവേഷനിൽ മാത്രമേ പ്രസന്റ് ഉള്ളൂ. അതാണ് പക്ഷ എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം പ്രസന്റ് ആണ്. ഇതിന്റെ എല്ലാ പോസിറ്റീവ് ഇൻസ്റ്റൻസിലും പ്രസന്റ് അല്ല. അതേപോലെ ഇതിന്റെ നെഗറ്റീവ് ഇൻസ്റ്റൻസിൽ ആബ്സെന്റും അല്ല. അതാണ് ടു നാരോ എന്ന് പറഞ്ഞത്. അത്രയും നാരോ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഈ ഓഡിബിൾ എന്ന് പറയുന്നത് സൗണ്ടുമായിട്ട് മാത്രം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സൗണ്ട് ഓഡിബിൾ എന്ന് പറയുന്നത് അത്രയും നാരോ ആണ്. അപ്പോൾ അതിനെ സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കൂ. അത് വേറൊരു സിറ്റുവേഷനിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കാതെ പോകും. അവിടെയാണ് അസാധാരണ സാധ്യവിചാര ഹേതുഭാഷ വരുന്നത്. സോ യു നീഡ് ടു റിമെമ്പർ ദിസ്. മിഡിൽ ടേം ഈസ് ടു നാരോ ഇൻ നേച്ചർ. അതാണ് സാധാരണ സാവ്യഭിചാര ഹേതുഭാഷ. അസാധാരണ സാവ്യഭിചാര ഹേതുഭാഷ. ദെൻ അനുപസംഹാരി. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദി മിഡിൽ ടേം ഈസ് നോൺ എക്സ്ക്ലൂസീവ്. മിഡിൽ ടേം നോൺ എക്സ്ക്ലൂസീവ് ആണ്. അതായത് സോ ദി മൈനർ ടേം ഈസ് ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ലീവ്സ് നത്തിങ് ബൈ വേ ഓഫ് സപക്ഷ ആൻഡ് വിപക്ഷ. മൈനർ ടേമിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സപക്ഷ ഇൻസ്റ്റൻസും ഇല്ല, വിപക്ഷയും ഇല്ല. എല്ലാ കാര്യങ്ങളും മൈനർ ടേമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഓൾ തിങ്സ്. സി മൈനർ ടേം നോക്കി, ഓൾ തിങ്സ് ആർ നോൺ എറ്റേണൽ. ഇപ്പൊ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇനി ഓൾ തിങ്സ് അല്ലാത്ത എന്താണ്? ബിക്കോസ് ദേ ആർ നോബിൾ. അപ്പോൾ ഈ ഓൾ തിങ്സ് എന്ന് പറയുന്ന ഈ മൈനർ ടേമിനകത്ത് എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി സപക്ഷ ഇൻസ്റ്റൻസ് ഇല്ല, വിപക്ഷ ഇൻസ്റ്റൻസ് ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യമാണ് അനുപസംഹാരി. ഓക്കെ, സോ മിഡിൽ ടേം ഈസ് നോൺ എക്സ്ക്ലൂസീവ്. എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഇവിടെ ഒന്നും പറയാനില്ല. പൂർണ്ണമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുകയാണ് മേജർ ടേമിനകത്ത്. ദെൻ ഫൈനലി ബാധിത. ഇറ്റ് ഈസ് ആൻ ഹേതുഭാഷ which occurs when middle term is contradicted by some other പ്രമാണ. അതായത് ഇതുവരെ പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ഒരു പ്രമാണയുടെ നോളജ് പ്രകാരം നമ്മളുടെ മിഡിൽ ടേം കോൺട്രാഡിക്ട് ചെയ്യുകയാണ്. അനുമാന അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പ്രമാണ വഴിയുള്ള നോളജ് കാരണം നമ്മളുടെ മിഡിൽ ടേം കോൺട്രാഡിക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് ബാധിത എന്ന് പറയുന്നത്. അതർ ദാൻ ഇൻഫറൻസ് ലൈക്ക് പെർസെപ്ഷൻ പോലുള്ള ഒരു കാര്യമാകാം, അതായത് പ്രത്യക്ഷ പോലുള്ള മറ്റൊരു പ്രമാണയാകാം. ആ പ്രമാണം വെച്ചിട്ട് കൊണ്ട് നമ്മളുടെ ഈ നോളജിനെ നമ്മളുടെ ഈ ഒരു പ്രമാണയെ കോൺട്രാഡിക്ട് ചെയ്യുന്നു. വൺ ഇൻസ്റ്റൻസ് ഓഫ് ബാധിത ഫാലസി ഈസ് ഫയർ ഈസ് കോൾഡ് because it is a substance. Here fire is called is a fallacy because the middle term is not compatible with the minor term. Fire is cold എന്ന് പറയുമ്പോൾ ഫയർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന കോൾഡുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നില്ല, കോമ്പാറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് വാസ് ഒക്യുർഡ് ബൈ സം ഓഫ് ദി പ്രമാണ അതർ ദാൻ ഇൻഫറൻസ്. ഈ ഒരു ഫയർ കോൾഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രമാണം ഉപയോഗിച്ചുണ്ടാകും, ഇൻഫറൻസ് വഴിയല്ല. സോ അത്തരത്തിൽ വേറൊരു പ്രമാണയിൽ നിന്നുള്ള നോളജ് അനുമാനിക്ക് റീസൺ ആയി കഴിഞ്ഞാൽ അവിടെ ഹാപ്പൻ ചെയ്തിരിക്കുന്ന ഫാലസിയാണ് ബാധിത എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ഫാലസീസ്. ഈ ഫാലസീസ് നിങ്ങൾ ഒരു തവണ കൂടി വായിച്ചു നോക്കണം, ബിക്കോസ് ഒറ്റ തവണ വായിക്കുമ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവില്ല, ഐ നോ, ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് അഗെയിൻ. സോ ഫസ്റ്റ് വിരുദ്ധ, കോൺട്രാഡിക്റ്റഡ് മിഡിൽ ടേം കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ്. സത്പ്രതിപക്ഷയാണെങ്കിൽ ഒരെണ്ണത്തിന് പോസിറ്റീവ് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് മറ്റൊരു മിഡിൽ ടേം വെച്ചുകൊണ്ട് കോൺട്രാഡിക്ട് ചെയ്യുകയാണ്. രണ്ട് മിഡിൽ ടേം വരുവാണ്, അവിടെയാണ് സത്പ്രതിപക്ഷ വരുന്നത്. ദെൻ അസിദ്ധ ഹേതുഭാഷ,
അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡിൽ ടേം ആണ്. അസിദ്ധ 3 തരത്തിലാകാം: ആശ്രയസിദ്ധ, സ്വരൂപസിദ്ധ ആൻഡ് വ്യാപ്യത്വസിദ്ധ. ദെൻ സാവ്യവിചാര ഹേതുഭാഷ, ഇറഗുലർ മിഡിൽ ടേം. ഇങ്ങനെയുള്ള ടേമുകൾ നിങ്ങൾ പഠിച്ചേക്കാം കേട്ടോ. ഇങ്ങനെയുള്ള ടേമുകൾ ലൈക്ക് ഇറഗുലർ മിഡിൽ, അൺപ്രൂവ്ഡ് മിഡിൽ, അങ്ങനെയുള്ള ടേമുകൾ നിങ്ങൾ ഓർക്കണം. സാവ്യവിചാര സാധാരണ സാവ്യവിചാരയാകാം, ദെൻ അസാധാരണ സാവ്യവിചാരയാകാം, അതുകൂടാതെ അനുപസംഹാരിയാകാം. ദെൻ ബാധിത, കോൺട്രാഡിക്റ്റഡ് ബൈ സം അതർ പ്രമാണ. ഓക്കെ, മിഡിൽ ടേം ഈസ് കോൺട്രാഡിക്റ്റഡ് ബൈ സം അതർ പ്രമാണയാണെങ്കിൽ അതിനെ ബാധിത എന്ന് പറയും. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാലസീസ്. ക്ലിയർ ആണോ? ഹേതുഭാഷാസ്. ക്ലിയർ ആണ് സർ. ശരി, പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. അത് അത്ര വ്യക്തമായിട്ട് ഈ ഒരു ഏരിയ മനസ്സിലാവില്ല, ബിക്കോസ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടോപ്പിക് ആണ് ഹേതുഭാഷ. സോ യു മസ്റ്റ് ഗോ ത്രൂ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ കേട്ടോ. നൗ, സാധാരണ ഫാലസി ഒക്യൂഴ്സ് വെൻ. എപ്പോഴാണ് സാധാരണ ഹേതുഭാഷ ഒക്യൂർ ചെയ്യുന്നത്? സാധാരണ സാവ്യവിചാര ഹേതുഭാഷ. Middle term is too wide. മിഡിൽ ടേം ഈസ് ടു വൈഡ്. ഓക്കെ, ദെൻ അടുത്തത് വ്യാപ്യത്വ സിദ്ധ ഒക്യൂഴ്സ് വെൻ. വ്യാപ്തി ഏത് സിറ്റുവേഷൻ ആകുമ്പോഴാണ്? സ്വാഭാവിക, അൺകണ്ടീഷണൽ, കോൺട്രാഡിക്ടറി ആൻഡ് ക്യാബി. എപ്പോഴാണ് വ്യാപ്യത്വ സിദ്ധ? അവിടെ ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? സി, അതിവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. വ്യാപ്തി ഇൻ നേച്ചർ ഈസ് കണ്ടീഷണൽ. കണ്ടീഷണൽ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് സ്വാഭാവിക. കണ്ടോ, കണ്ടീഷണൽ ആണ്, അൺകണ്ടീഷണൽ ആകണം. പക്ഷേ വ്യാപ്തി കണ്ടീഷണൽ ആയി കഴിഞ്ഞാലാണ് വ്യാപ്യത്വ സിദ്ധ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് സ്വാഭാവിക, മീൻസ് കണ്ടീഷണൽ. നൗ 5 ഫാലസീസ് അക്സെപ്റ്റഡ് ബൈ ന്യായ. ന്യായ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 5 ഫാലസിസും ഏതാണ്? ഏത് ടൈപ്പാണ്? ഫോർമൽ ഫാലസി ആണോ, മെറ്റീരിയൽ ഫാലസീസ് ആണോ, ഡിഡക്റ്റീവ് ഫാലസീസ് ആണോ? ഓക്കെ, ഓൾ ഫാലസീസ് ആർ മെറ്റീരിയൽ ഫാലസീസ്. ദെൻ അവിടെ നമ്മൾ പോകുന്നു. നമ്മളുടെ അനുമാന ഇസ് ഡൺ. നൗ വി ആർ മൂവിങ് ഓൺ ടു കമ്പാരിസൺ ഓർ ഉപമാന. ഉപമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമാന. ഉപ മീൻസ് സിമിലാരിറ്റി, മാന മീൻസ് നോളജ്. അതായത് നോളജ് ഡിറൈവ്ഡ് ഫ്രം സിമിലാരിറ്റി ഈസ് കോൾഡ് ഉപമാന. ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് ഉപമാന എന്ന് പറയുന്നത്. അനുമാനം എന്താണ്? അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് നോളജിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന പുതിയ നോളജിനെയാണ് അനുമാന എന്ന് പറയുന്നത്. ഹെൻസ് ഉപമാന ഡെറിവേറ്റീവ്ലി മീൻസ് ദി നോളജ് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ടു തിങ്സ്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ സിമിലർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന നോളജാണ് ഉപമാന. കീപ് ഇൻ മൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ അനുമാന ആൻഡ് ഉപമാന. അനുമാന ടോക്സ് അബൌട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ട്രൂത്ത്. അനുമാനയിൽ എപ്പോഴും നമ്മൾ ട്രൂത്തിനെ പറ്റിയാണ് പറയുന്നത്. ലൈക്ക് സ്മോക്ക് ഈസ് പ്രസന്റ് ഇൻ ഫയർ. അത് എല്ലായിടത്തും അങ്ങനെയല്ലേ? സ്മോക്ക് ഉണ്ടെങ്കിൽ അവിടെ ഫയർ ഉണ്ട്, അത് കണക്റ്റഡ് ആണ്. വേറെ ഉപമാന ഇസ് ബേസ്ഡ് ഓൺ അനലോജി ആൻഡ് മേ നോട്ട് ബി ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ട്രൂത്ത് ബട്ട് ബേസ്ഡ് ഓൺ അവർ തോട്ട്സ്. നമ്മളുടെ ചിന്തയാണ്. രാജാവിന്റെ മുഖം ചന്ദ്രനെ പോലെ ഇരിക്കുന്നു, നമ്മളുടെ ചിന്തയാണ്. നമ്മളായിട്ട് പറയുകയാണ് രാജാവിന്റെ മുഖം ചന്ദ്രനെ പോലെയാണ്. അവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ കമ്പാരിസൺ നടത്തി, പേഴ്സണലി അനലോജി അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഉപമിക്കുക. അതാണ് ഉപമാന. വേറെ അനലോജി എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് അനലോജി അല്ല, കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അതായത് അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. നമ്മുടെ പ്രീവിയസ് നോളജിൽ നിന്ന് നമ്മൾ എത്തിയ പുതിയ നോളജാണ് അനുമാന. വേറെ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ വ്യൂ പോയിന്റ് ആണ് ഉപമാനയിൽ പറയുന്നത്. ഓക്കെ, സോ ഉപമാനയുടെ കോമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ there is 3 components. The subject of comparison is called ഉപമേയം. സബ്ജക്റ്റിനെ നമ്മൾ ഉപമേയം എന്ന് പറയും, ഒബ്ജക്റ്റിനെ ഉപമാനം എന്ന് പറയും. ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണോ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് ആ ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സാമാന്യം എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് ഈസ് ഉപമേയം, ഒബ്ജക്റ്റ് ഈസ് ഉപമാനം ആൻഡ് ആട്രിബ്യൂട്ട്സ് ആർ സാമാന്യ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമേ ഉപമാനയെ പറ്റി നമുക്ക് പറയാനുള്ളൂ. ഉപമാന എന്ന് പറഞ്ഞാൽ ഉപമിക്കുക, അത് തന്നെ. Then നെക്സ്റ്റ് മീൻസ് ഓഫ് നോളജ് ഈസ് ശബ്ദ. ശബ്ദ എന്ന് പറഞ്ഞാൽ ശബ്ദ മീൻസ് റിലൈങ് ഓൺ വേർഡ്, ടെസ്റ്റിമോണി ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് റിലയബിൾ എക്സ്പെർട്സ്. അതായത് ശബ്ദ വാക്കുകളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ്. ഒന്നെങ്കിൽ അത് എഴുതി വെച്ചതായിരിക്കാം,
വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വ്യക്തികളുടെ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ, റിലയബിൾ എക്സ്പേർട്സിന്റെ ആപ്തവാക്യങ്ങളാകാം. അതായത് അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ ഇറ്റ് ഇസ് ദി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ്. ന്യായ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം നാലാമത്തെ വാലിഡ് സോഴ്സ് ആയിട്ടാണ് ശബ്ദയെ പറയുന്നത്. സോ ക്യാൻ സേ ഇതിനെ ആപ്തവാക്യ ടെസ്റ്റിമോണി ഓഫ് പ്രസന്റ് ആൻഡ് പാസ്റ്റ് റിലയബിൾ എക്സ്പെർട്സ് എന്ന് പറയും. ആപ്തവാക്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഈ പറയുന്ന ശബ്ദയുടെ ഭാഗമാണ്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സ്, അതാണ് ആപ്തവാക്യാസ്. അത് നമുക്ക് ശബ്ദയുടെ ഭാഗമായിട്ട് പറയാം. സോ ദിസ് മീൻസ് ഓഫ് ഗെയിനിങ് പ്രോപ്പർ നോളജ് ഈസ് എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് ഈ ശബ്ദ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പറയുന്നതാകാം, ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നതാകാം, അല്ലെങ്കിൽ എഴുതി വെച്ചതായിരിക്കാം, റിട്ടൺ ആകാം. സോ ശബ്ദ ഈസ് ഡീംഡ് വാലിഡ് വെൻ ഇറ്റ്സ് മീനിങ് ഹാസ് ബീൻ പ്രോപ്പർലി ആൻഡ് കെയർഫുള്ളി അണ്ടർസ്റ്റുഡ്. ഇത് ശബ്ദം വാലിഡ് ആവുന്ന എപ്പോഴാണ്? ഈ പറയുന്ന ഇൻഡിവിജ്വൽ ട്രസ്റ്റ് വർത്തി ആണെങ്കിൽ അത് വാലിഡ് ആണ്. നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ആ പറയുന്ന വ്യക്തിക്ക് അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത്രയും ട്രസ്റ്റ്ഫുൾ ആണ് എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾക്കും അർത്ഥമുണ്ടാവും, വാലിഡ് ആയിരിക്കും, ആ നോളജ് വാലിഡ് ആയിരിക്കും. അതേസമയം പറയുന്ന വ്യക്തി അത്രയും ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ആ നോളജ് ഇൻവാലിഡ് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ കണ്ടീഷൻസ് ഓഫ് ശബ്ദ പ്രമാണം. ശബ്ദ പ്രമാണിൽ ഒന്ന് ആകാംക്ഷയാണ്. സോ ദി മ്യൂച്വൽ ഇംപ്ലിക്കേഷൻ ഓർ എക്സ്പെക്റ്റൻസി ഈസ് കോൾഡ് ആകാംക്ഷ. അതായത് രണ്ട് ഭാഗത്തു നിന്നും നോളജ് നേടിയെടുക്കാനുള്ള ഒരു എക്സ്പെക്റ്റൻസി ഉണ്ടാവണം, ആകാംക്ഷ ഉണ്ടാവണം എന്ന് പറയും. അതായത് ഇത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് പറയുന്ന കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം, പറയുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ആ പറയുന്ന കണ്ടെക്സ്റ്റ് അവതരിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. ഇതാണ് ആകാംക്ഷയുടെ ഭാഗമായിട്ട് പറയുന്നത് എക്സ്പെക്റ്റൻസി. രണ്ടാമതായിട്ട് യോഗ്യത. നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് കറക്റ്റ് വേർഡ്സ് ആയിരിക്കണം. ആ ഒരു കോണ്ടെക്സ്റ്റിനെ കൃത്യമായിട്ട് നിർവചിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം കാര്യം വിവരിക്കാൻ. അതാണ് യോഗ്യത. സോ വേർഡ്സ് ഷുഡ് പോസസ് ദി ഫിറ്റ്നസ് ടു കൺവേ ദി സെൻസ്. ആ ഒരു കൺസെപ്റ്റ് എന്താണോ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുക. ദെൻ സന്നിധി. ദി തേർഡ് കണ്ടീഷൻ ഈസ് ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് വേർഡ് ടു വൺ അനദർ. സന്നിധി മീൻസ് ആ വേർഡ്സിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. അതായത് ആ സാഹചര്യത്തെ കണക്ട് ചെയ്യുന്ന വേർഡ്സ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, ആ വേർഡ്സിനെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഉപയോഗിക്കുക. ദി വേർഡ്സ് മസ്റ്റ് ബി സ്പോക്കൺ ഇൻ ക്വിക്ക് സക്സഷൻ വിത്തൗട്ട് ലോങ് ഇന്റർവെൽസ്. ശബ്ദയിൽ നിന്നുള്ള നോളജാണ്, അതുകൊണ്ട് അതിനൊരു ടോൺ ഉണ്ടാകണം, അതിനൊരു കണക്ഷൻ ഉണ്ടാകണം, സോ പ്രോക്സിമിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ ശബ്ദം കൃത്യമായിട്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തൂ. ദെൻ താത്പര്യ. താത്പര്യ എന്ന് പറഞ്ഞാൽ ദി വാലിഡിറ്റി ഓഫ് എ സെന്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ പർപ്പസ്, നോട്ട് ഓൺ ദി ലിറ്ററൽ മീനിങ്. അതായത് താത്പര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന വ്യക്തിയെ ഇത് കൺവേ ചെയ്യാനും അതേപോലെ അതിന്റെ ഒരു ഇന്റൻഷൻ എന്താണ്, സ്പീക്കറുടെ പർപ്പസ് എന്താണ്, ആ പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആ ശബ്ദയുടെ ക്വാളിറ്റി എന്താണെന്ന് പറയാൻ സാധിക്കുക. സോ ദീസ് ആർ ദി ഫോർ കണ്ടീഷൻസ്: ആകാംക്ഷ, യോഗ്യത, സന്നിധി ആൻഡ് താത്പര്യ. ആകാംക്ഷ എന്താണ്? എക്സ്പെക്റ്റൻസി ഉണ്ടാവണം രണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്നും. യോഗ്യത, ഈ ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വേർഡ്സ് ഉപയോഗിക്കുക. ദെൻ സന്നിധി, ഈ വേർഡ്സ് ഒരു പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്തതായിരിക്കണം. അതായത് സംസാരിക്കുന്ന രീതിയായാലും എഴുതി തയ്യാറാക്കിയതായാലും അത് വായിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തതായിരിക്കണം. ദെൻ താത്പര്യ, കൃത്യമായിട്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് നോളജ് എത്തിക്കാനുള്ള ഇന്റൻഷൻ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇവ നാലും ചേരുന്നതാണ് ശബ്ദപ്രമാണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ശബ്ദപ്രമാണ. ആകാംക്ഷ മീൻസ് ദി കപ്പാസിറ്റി ഓഫ് വേർഡ്സ് ടു ബിക്കം ഒബ്ജക്ട് ഓഫ് എൻക്വയറി. അതായത് ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ ആണ് പ്രധാനം, ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമാണ് പ്രധാനമായിട്ടും. ദെൻ യോഗ്യത, എക്സ്പെക്റ്റൻസി ആണ്. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റൻസി ആണ് പ്രധാനമായിട്ടും. മീൻസ് ഒബ്ജക്ട് ഓഫ് എൻക്വയറി ആകാനുള്ള എബിലിറ്റി വേർഡ്സിൽ ഉണ്ടാകണം, ഉപയോഗിക്കുന്ന വേർഡ്സ് പ്രോപ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് യോഗ്യതയുടെ ഭാഗമായിട്ട് വേർഡ് ഷുഡ് നോട്ട് കോൺട്രാഡിക്ട്, പ്രോപ്പർ വേർഡ്സ് ഉപയോഗിക്കുക. രണ്ട് കൺസെപ്റ്റും സിമിലർ ആയിട്ട് തോന്നാം, എന്നാൽ ആകാംക്ഷ ഉദ്ദേശിക്കുന്നത് പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റൻസിയാണ്, മ്യൂച്വൽ ഇംപ്ലിക്കേഷൻ. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം വേർഡ്സ് ഉപയോഗിക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സന്നിധി എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് വേർഡ്സ്. ആൻഡ് താത്പര്യ, വാലിഡിറ്റി ഓഫ് സെന്റൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പർപ്പസ്. പർപ്പസ് ആണ്, നോട്ട് പർപ്പസ്. ഇറ്റ് ഇസ് ഇറ്റ്സ് പർപ്പസ്, നോട്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. ഇന്റൻഷൻ എന്താണോ ആ ഇന്റൻഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ വാലിഡിറ്റി നമ്മൾ പറയുക, ലിറ്ററൽ മീനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ശബ്ദ പ്രമാണം. ഓക്കെ, സോ ശബ്ദ പ്രമാണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു.
ദെൻ ശബ്ദപ്രമാണയുടെ കണ്ടീഷൻസ് പറഞ്ഞു. ഇത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്, ശബ്ദപ്രമാണയുടെ ഒരു ക്ലാസിഫിക്കേഷൻ പറയാം. സോ ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ശബ്ദപ്രമാണയെ വൈദിക എന്നും ലൗകിക എന്നും ക്ലാസിഫൈ ചെയ്യാം. അതായത് സ്ക്രിപ്ചറൽ സോഴ്സും സെക്യുലാർ സോഴ്സും. എന്താണ് വൈദിക? വൈദിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ വേദ. വേദയിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കുന്ന നോളജ് ആണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദി വൈദിക ടെസ്റ്റിമോണി ഇസ് പെർഫെക്റ്റ് ആൻഡ് ഇൻഫാലിബിൾ ബിക്കോസ് ദി വേദാസ് ആർ സ്പോക്കൺ ബൈ ഗോഡ്. അങ്ങനെയാണ് കരുതുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് ഒരിക്കലും എറർ ഉണ്ടാവില്ല. സോ വൈദിക എന്ന് പറയുന്നത് എറർ ഇല്ലാത്ത നോളജ് ആണെന്നാണ് കൺസെപ്റ്റ് പറയുന്നത്. സോ വൈദിക ഓർ സ്ക്രിപ്ചറൽ ടെസ്റ്റിമോണി ഇസ് ദസ് പെർഫെക്റ്റ് ആൻഡ് ഇൻഫാലിബിൾ ബൈ ഇറ്റ്സ് നേച്ചർ, ഇറ്റ്സ് വെരി നേച്ചർ. സോ വൈദിക എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, എറർ സംഭവിക്കാത്ത ടൈപ്പ് ഓഫ് നോളജ് ആയിട്ടാണ് പറയുക. ദെൻ സെക്യുലാർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആണ് പറയുന്നത്. വൈദിക വേദയിൽ നിന്നും വായിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. സെക്യുലാർ ഓർ ലൗകിക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പറയുന്നതാണ്. ഹ്യൂമന് എറർ സംഭവിക്കാം. സോ അത്തരം ടെസ്റ്റിമോണി എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ടെസ്റ്റിമോണി ഓഫ് ഹ്യൂമൻ ബീങ്സ് മേ therefore be true or false of ലൗകിക testimony only that which proceeds from trustworthy persons is valid. ട്രസ്റ്റ്വർത്തി ആയുള്ള ഇൻഡിവിജ്വൽസ് ആണ് പറയുന്നതെങ്കിൽ വാലിഡ് ആണ്, അതേസമയം അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. ദെൻ ഓൺ ദി ബേസ് ഓഫ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ശബ്ദപ്രമാണയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദൃഷ്ടത ആൻഡ് അദൃഷ്ടത, പെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് ആൻഡ് നോൺ പെർസിപ്പിറ്റബിൾ ഇൻപെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ്. ദൃഷ്ടത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഡീൽസ് വിത്ത് പെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് ഇൻ വിച്ച് we include trustworthy assertions of ordinary persons, saints and scriptures. അതായത് നമുക്ക് കണ്ട് തിരിച്ചറിയാവുന്ന ചില കാര്യങ്ങൾ, അതായത് എക്സ്പേർട്സ് പറയുന്ന നമുക്ക് കണ്ട് തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ദൃഷ്ടതയാണ്, ദൃശ്യമാവുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ലൈക്ക് ഒരു ഫോർ ഇൻസ്റ്റൻസ് വി ക്യാൻ ടോക്ക് അബൌട്ട് അസർഷൻസ് ഓഫ് റിലയബിൾ ഫാമർ റിഗാർഡിംഗ് പ്രോപ്പർ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്. ഒരു എക്സ്പെർട്ട് ഫാമറിനോട് നമുക്ക് ചോദിച്ച് എങ്ങനെയാണ് ഒരു പ്രോപ്പർ കൾട്ടിവേഷൻ ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് ആ ഒരു ഏരിയയിൽ അദ്ദേഹം എക്സ്പേർട്ട് ആണ്, അതിന് അദ്ദേഹത്തിന്റെ റിസൾട്ട് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. അതാണ് പെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് ഓർ ദൃഷ്ടത. എന്നാൽ ഇംപെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് ഓർ അദൃഷ്ടത എന്ന് പറഞ്ഞാൽ അദൃഷ്ടത റിലേറ്റ്സ് ടു ഇംപെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് സച്ച് ആസ് acceptable statements of common men, sayings, religious texts, statements of scientists concerning atoms, beliefs of religious texts. Is refers to objects that cannot be seen or verified. അതായത് ഇത് നമ്മുടെ വിശ്വാസങ്ങളാണ്. പെർസിപ്പിറ്റബിൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൃശ്യമാവുന്നതാണ്, ദൃഷ്ടതയാണ്, നമുക്കത് പ്രൂവ് ചെയ്യാനും കാണാനും സാധിക്കും. എന്നാൽ അദൃഷ്ടത എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ചില ട്രസ്റ്റ് വർത്തിയായുള്ള ഇൻഡിവിജ്വൽസ് പറയുന്നതാകാം, അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാകാം. ഇവ നമ്മൾ കണ്ടു തിരിച്ചറിയുകയോ തൊട്ടറിയുകയോ ഒന്നും പോസിബിൾ അല്ല. എന്നാലും നമ്മൾ ഈ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അദൃഷ്ടത. സോ ഇത്തരത്തിൽ രണ്ട് രീതിയിലാണ് പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ശബ്ദപ്രമാണയെ ക്ലാസിഫൈ ചെയ്യുന്നത്, ദൃഷ്ടത ആൻഡ് അദൃഷ്ടത. ക്ലിയർ ആണോ? സോ ശബ്ദപ്രമാണയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ശബ്ദപ്രമാണ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ കണ്ടീഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്ചറൽ ആൻഡ് സെക്യുലർ, ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ദൃഷ്ടത ആൻഡ് അദൃഷ്ടത. ക്ലിയർ ആണോ? പ്ലീസ് പറയൂ. ദെൻ അടുത്തത് നാലാമത്തെ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷ പറഞ്ഞു, അനുമാന പറഞ്ഞു, ഉപമാന പറഞ്ഞു, ശബ്ദ പറഞ്ഞു. അഞ്ചാമത്താണ് അർത്ഥപത്തി. അഞ്ചാമത്തെ സോഴ്സ് ഓഫ് നോളജ്, പോസ്റ്റുലേഷൻ ഓർ ഡെറിവേഷൻ ഫ്രം സർക്കംസ്റ്റൻസസ്. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, കൽപ്പന, സപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. അതായത് ഒരു അസംഷൻ വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന നോളജ് ആണെങ്കിൽ അതിനെ നമുക്ക് അർത്ഥപത്തി എന്ന് പറയാം. ഒരു കാര്യം അസ്യൂം ചെയ്തിട്ട് അതുവഴി എടുക്കുന്ന നോളജ് ആണെങ്കിൽ അതാണ് അർത്ഥപത്തി. സോ അർത്ഥ മീൻസ് സിഗ്നിഫിക്കൻസ്, അപത്തി മീൻസ് സപ്പോസിഷൻ, കൽപ്പന. സോ അർത്ഥപത്തി ഈസ് ദി സപ്പോസിഷൻ ഓഫ് എ കോസ്. ഇവിടെ അസ്യൂം ചെയ്യുകയാണ് കോസ് എന്താണെന്ന്. ആ ഒരു കോസ് അസ്യൂം ചെയ്തിട്ട് അതുവഴി എടുക്കുന്ന നോളജിനെയാണ് അർത്ഥപത്തി എന്ന് പറയുന്നത്. അർത്ഥപത്തി ഇസ് നോളജ് അറൈവ്ഡ് അറ്റ് ത്രൂ പ്രിസംഷൻ ഓർ പോസ്റ്റുലേഷൻ. നമ്മളൊരു കാര്യം പ്രിസ്യൂം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അസ്യൂം ചെയ്തുകൊണ്ട് അതുവഴി എടുക്കുന്ന നോളജാണ് അർത്ഥപത്തി.
Many Indian scholars considered this pramana as invalid or at best weak. അതായത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പ്രമാണമായിട്ടാണ് ഇതിൽ കരുതുന്നത്. എന്തുകൊണ്ടാണ്? ഒരു അസംഷൻ വെച്ചിട്ടാണ് ഈ നോളജിലേക്ക് എത്തുന്നത്. ആ അസംഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആ നോളജും തെറ്റി. സോ ദി ബോട്ട് മേ ഹാവ് ഗോട്ടൺ ഡിലേഡ് ഓർ ഡൈവേർട്ടഡ്. അതാണ് കൺസെപ്റ്റ്. ഈ ബോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഒന്നെങ്കിൽ വൈകി പോകാം, അല്ലെങ്കിൽ വേറെ വഴി പോയെന്നിരിക്കും. സോ അർത്ഥപത്തിയാണെങ്കിൽ അസംഷൻ ബേസ് ചെയ്തിട്ടുള്ള നോളജ് ആണ്. അതുകൊണ്ട് 100% സർട്ടനിറ്റിയോടുകൂടി ട്രൂ ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ ദിസ് മീൻസ് പ്രിസെപ്ഷൻ, അതായത് കാരണം ഓർ അസംഷൻ ഈസ് ദി നോളജ് ഓഫ് ഇന്നർ കോൺട്രാഡിക്ഷൻ, അനുപത്തി, ആൻഡ് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് റീകൺസിലേഷൻ ഓഫ് കോൺട്രാഡിക്ഷൻ, ഉപത്തി. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു അസംഷൻ മുന്നിൽ വയ്ക്കുകയാണ്. അതായത് നാളെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊരു അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ നോളജ് നേടിയെടുക്കുന്നത്. അങ്ങനെ ഒരു അസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള നോളജിനെയാണ് അർത്ഥപത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ എക്സാമ്പിൾ ഓർത്താൽ മതി. ദി ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് മെത്തേഡ് ഓഫ് നോളജ് ഈസ് എ ഫാറ്റ് പേഴ്സൺ. ഹി സേസ് ദാറ്റ് ഹി നെവർ ഈറ്റ്സ് ഇൻ ദി ഡേ. അദ്ദേഹം പകല് ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഫാറ്റ് പേഴ്സൺ ആണ്. സോ ദെൻ we can easily postulate that he eats in the night. അപ്പൊ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? അദ്ദേഹം രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഇതാണ് അർത്ഥപത്തി. ഓക്കെ, ബിക്കോസ് ആ ഒരു റീസൺ വയ്ക്കുമ്പോൾ മാത്രമേ ആ ഒരു ഫാറ്റ്നെസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കൂ. ആ ഒരു റീസൺ വെച്ചുകൊണ്ട്, അതായത് ആ ഒരു അസംഷൻ വയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ എന്തുകൊണ്ട് അദ്ദേഹം ഫാറ്റ് ആയി എന്നുള്ളതിന് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു വേ ആയിട്ട് ഇതിനെ പറയാൻ സാധിക്കും. പക്ഷേ ഇതാകണമെന്നില്ല അതിനുള്ള റീസൺ. നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ അസംഷൻ ആണ്. ദാറ്റ് മേ നോട്ട് ബി വാലിഡ് ഓൾ ദി ടൈം. അതാണ് അർത്ഥപത്തിയുടെ ലിമിറ്റേഷൻ. നൗ അർത്ഥപത്തിയെ പറ്റി അത്രയും ഓർക്കുക. അതിന് ലാസ്റ്റ് വൺ ഈസ് അനുപലബ്ധി. അനുപലബ്ധി ഈസ് ഓൾസോ കോൾഡ് നെഗറ്റീവ് കോഗ്നിറ്റീവ് പ്രൂഫ്. അതായത് അനുപലബ്ധി ഈസ് സംതിങ്, നമ്മൾ ഒരു കാര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നും നോളജ് നേടിയെടുത്തു കഴിഞ്ഞാൽ അതാണ് അനുപലബ്ധി. ഇതുവരെ പറഞ്ഞതെല്ലാം ഓരോ തിരിച്ചറിവും കണ്ടും കേട്ടും തൊട്ടുമൊക്കെയാണ്. അതേസമയം ഒരു കാര്യം ഇല്ല എന്ന് തിരിച്ചറിയുന്നതും അറിവാണെന്നാണ് അനുപലബ്ധി പറയുന്നത്. അതായത് ദിസ് ഫ്ലവർ ഹാസ് നോ ഫ്രാഗ്രൻസ്. ഈ പൂവിന് മണമില്ല. മണമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ നമ്മുടെ നോളജിൽ നിന്നും കൂടുതലായിട്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. നമ്മൾ അഡീഷണലി ഒരു കാര്യവും കൂടി മനസ്സിലാക്കി. ഇതാണ് അനുപലബ്ധി. ഓക്കെ, സോ അനു മീൻസ് നോൺ, ഉപലബ്ധി മീൻസ് അവൈലബിലിറ്റി. Okay, so that means അനുപലബ്ധി is the immediate knowledge of non-existence of an object. ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് അനുപലബ്ധിയിൽ വരുന്നത്. We can use this method of knowledge also very often. അതായത് ലൈക്ക് നമുക്ക് പറയാം, there is no teacher in the classroom. നോളജ് ആണല്ലോ. there is no sound here. This flower has no fragrance. ഇവിടെയൊക്കെ എന്താണ്? ഒരു കാര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ് ഇവിടെ എല്ലാം വരുന്നത്. അതാണ് അനുപലബ്ധി. Is it clear? സോ 6 പ്രമാണാസിനെ പറ്റി നമ്മൾ പറഞ്ഞു. 6 പ്രമാണാസ്. ഫസ്റ്റ് ഈസ് പ്രത്യക്ഷ, ദെൻ അനുമാന, ഉപമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ. ഈ 6 പ്രമാണാസ് നമ്മൾ പറഞ്ഞു. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? Yes, sir. ഓക്കെ, സോ ഡിഫറെന്റ് പ്രമാണാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഏരിയയും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. ലെറ്റ്സ് സീ. പ്രമാണ കൺസെപ്റ്റ് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് മീൻസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫീസ് ആണ്. സോ ഇന്ത്യൻ ഫിലോസഫീസിലേക്ക് വരുമ്പോൾ യു ക്യാൻ സീ ഹിയർ നമ്മൾ ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടാണ് നേരെ പ്രമാണത്തിലേക്ക് പോയത്. സോ ഈ ഫിലോസഫീസ് കൂടി നമ്മൾ നോക്കുക. അത്ര ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പറയില്ല, എന്നാലും കണക്റ്റഡ് ആയിട്ട് ചിലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് കാണാം. അതിനുവേണ്ടിയാണ്. സോ ഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ന്യായ, വൈശേഷിക, മീമാംസ, ദെൻ സംഖ്യ, യോഗ ആൻഡ് ഉത്തരമീമാംസ. ആൻഡ് അൺഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറയുമ്പോൾ ബുദ്ധിസം, ജൈനിസം ആൻഡ് ചർവക സ്കൂൾ ഓഫ് തോട്ട്. നൗ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സംഖ്യ. സംഖ്യ കപില മുനിയുടെ സംഖ്യ ഫിലോസഫി. സംഖ്യ is the oldest of the orthodox philosophical systems. It postulates that everything in reality stems from Purusha and Prakriti. അതായത് നമ്മളുടെ മുമ്പിലുള്ള എല്ലാ റിയാലിറ്റിയും 2 കോമ്പോണൻസ് ചേർന്നതാണ്.
ഒന്ന് പുരുഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൽഫാണ്, നമ്മളുടെ സോളാണ്, ആത്മാവാണ്, അതേപോലെ നമ്മളുടെ മൈൻഡാണ്, നമ്മുടെ മനസ്സാണ്. സോ പുരുഷയും അതിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രകൃതി എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് ഏജൻസിയാണ്, മാറ്ററാണ്, എനർജിയാണ്. സോ പ്രകൃതിയെ നമുക്ക്, അതായത് പ്രകൃതിയിലെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പുരുഷയിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രകൃതിയിലെ മാറ്റങ്ങൾ കാരണമാണ്. പുരുഷ cannot be modified or changed, while പ്രകൃതി brings change in all objects. പുരുഷ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഖ്യാ ഫിലോസഫിയുടെ കോർത്തിങ്. ഇപ്പൊ സംഖ്യാ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? എവറിത്തിങ് ഇൻ റിയാലിറ്റി സ്റ്റെംസ് ഫ്രം പുരുഷ ആൻഡ് പ്രകൃതി. അതാണ് സംഖ്യാ ഫിലോസഫിയുടെ ബേസിക് കൺസെപ്റ്റ്. അതിൽ പ്രകൃതി എന്ന് പറയുന്നതാണ് ചേഞ്ച് ഏജന്റ്, അല്ലാതെ പുരുഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കില്ല. ഇതാണ് സംഖ്യാ ഫിലോസഫി. ദെൻ യോഗ ഫിലോസഫി ബൈ പതാഞ്ജലി. സോ യോഗ ലിറ്ററലി മീൻസ് യൂണിയൻ ഓഫ് ടു പ്രിൻസിപ്പൽ എൻറ്റിറ്റീസ്. അതാണ് അതിന്റെ മീനിങ്, യൂണിയൻ ഓഫ് ടു പ്രിൻസിപ്പൽ എൻറ്റിറ്റീസ്. യോഗിക് ടെക്നിക്സ് കൺട്രോൾ ബോഡി, മൈൻഡ്, സെൻസ് ഓർഗൻസ് ആൻഡ് thus considered as a means of achieving freedom or മുക്തി. അതായത് മോക്ഷം നേടിയെടുക്കാനുള്ള ഒരു വഴിയാണിത്. നമ്മളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നു, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു, സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്നു, അതുവഴി ഫ്രീഡം, മുക്തി, മോക്ഷ നേടിയെടുക്കുന്നു. സോ ദിസ് ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടി യോഗ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, യു ക്യാൻ സി ദിസ് ഫ്രീഡം കുഡ് ബി അറ്റൈൻഡ് ബൈ പ്രാക്ടീസിങ് സെൽഫ് കൺട്രോൾ, യാമ ചെയ്യുന്നത് വഴി, ദെൻ ഒബ്സർവിങ് ദി റൂൾസ്, നിയമ ഫോളോ ചെയ്യുന്നത് വഴി, ഫിക്സ്ഡ് പോസ്റ്റേഴ്സ്, ആസനാസ് ചെയ്യുന്നത് വഴി, ബ്രീത്ത് കൺട്രോൾ, പ്രാണായാമ ചെയ്യുന്നത് വഴി, അതേപോലെ ചൂസിങ് ആൻ ഒബ്ജക്റ്റ്, ഒരു പ്രത്യാഹാരം, ഒരു ലക്ഷ്യം മുന്നിൽ വയ്ക്കുന്നതോടൊപ്പം, ആൻഡ് ഫിക്സിങ് ദി മൈൻഡ്, ഒരു ധർണ, മനസ്സിനെ അവിടെ ഉറപ്പിക്കുക, ആൻഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ചൂസൺ ഒബ്ജക്റ്റ്, ധ്യാന, നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഉറപ്പിക്കുക, ധ്യാനം ചെയ്യുക, ആൻഡ് കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് സെൽഫ്, മെർജിങ് മൈൻഡ് ആൻഡ് ഒബ്ജക്ട്, സമാധി. ഈ ഡിഫറെന്റ് സ്റ്റേജിലൂടെയാണ് ഒരു യോഗിയുടെ ലൈഫ് മൂവ് ചെയ്യുന്നതാണ് യോഗ പറയുന്നത്. അപ്പോൾ യാമ കണ്ടക്ട് ചെയ്യുക, സെൽഫ് കൺട്രോൾ കണ്ടക്ട് ചെയ്യുക, ദെൻ നിയമാസ് ഫോളോ ചെയ്യുക, ആസനാസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ദെൻ ബ്രെത്ത് കൺട്രോൾ, അതായത് പ്രാണായാമാസ് ചെയ്യുക, ആൻഡ് ഒബ്ജക്റ്റിൽ ഉറച്ചു നിൽക്കുക, ദെൻ ആ ഒബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സിനെയും മൈൻഡിനെയും ഒക്കെ മെർജ് ചെയ്യുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ഇതാണ് സമാധി എന്ന് പറയുന്നത്. ഓക്കെ, യോഗ അഡ്മിറ്റ്സ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആസ് എ ടീച്ചർ ആൻഡ് ഗൈഡ്. ഗോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫിലോസഫി പ്രകാരം ഒരു ടീച്ചറിന്റെ റോളാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടി, ഒരു ഗൈഡിന്റെ റോളാണ് ദൈവത്തിന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ന്യായ ഫിലോസഫി. നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫിലോസഫിയാണ് ന്യായ സ്കൂൾ ഓഫ് തോട്ട്. ഗൗതമ മുനിയുടെ കൺസെപ്റ്റ് ആണ്. ദെൻ ന്യായ ഫിലോസഫി സ്റ്റേറ്റ്സ് ദാറ്റ് നത്തിങ് ഈസ് അക്സെപ്റ്റബിൾ അൺലെസ് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് റീസൺ ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി എ റീസൺ, ഒരു സയന്റിഫിക് എൻക്വയറിയോട് കൂടി മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതാണ് ന്യായ സ്കൂൾ ഓഫ് തോട്ട്. സോ ഇറ്റ്സ് എ ടെക്നിക് ഓഫ് ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ റീസണിങ് ഒക്കെ ഈ ന്യായ സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ന്യായ സൂത്ര സേ there are 4 means of attaining valid knowledge. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രമാണസ് ഏതൊക്കെയായിരുന്നു? മസ്റ്റ് റിമെമ്പർ, എത്ര പ്രമാണത്തിന് നമ്മൾ പറഞ്ഞു? 6 പ്രമാണത്തിന് പറഞ്ഞു. പ്രത്യക്ഷ, അനുമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ. പ്രത്യക്ഷ, അനുമാന, ഉപമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ. ഇതാണ് 6 പ്രമാണസ്. ഈ 6 പ്രമാണത്തിൽ ന്യായ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്ന 4 പ്രമാണസാണുള്ളത്. ഓക്കെ, ന്യായ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒന്ന് പ്രത്യക്ഷ, ദെൻ അനുമാന, ഉപമാന കമ്പാരിസൺ ആൻഡ് ശബ്ദ. ഓക്കെ, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, ഇവ 4മാണ് ന്യായ സ്കൂൾ ഓഫ് തോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തത് വൈശേഷിക ഫിലോസഫിയാണ്, കനഡയുടെ വൈശേഷിക ഫിലോസഫി. ദി ബേസിസ് ഓഫ് ദി സ്കൂൾസ് ഫിലോസഫി ഇസ് ദാറ്റ് all objects in the physical universe are reducible to finite number of atoms, and Brahman is regarded as the fundamental force that causes consciousness in atoms. അതായത് ലോകത്തുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും, എല്ലാ വസ്തുക്കളെയും നമുക്ക് ചെറിയ ആറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ആറ്റത്തിന് ഊർജം കൊടുക്കുകയും ജീവൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ബ്രഹ്മനാണ്. ബ്രഹ്മൻ ഇസ് എ ഗോഡ് കൺസെപ്റ്റ്. ഇതാണ്
വൈശേഷിക ഫിലോസഫി പറയുന്നത്. സോ ദേ ബിലീവ് ഇൻ ഗോഡ് ആസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ. ദൈവം എന്ന് പറയുന്ന ഒരു വഴികാട്ടിയായിട്ട് ഈ ഫിലോസഫി വിശ്വസിക്കുന്നു. ദി ലിവിംഗ് ബീയിങ്സ് ആർ റിവാർഡഡ് ആൻഡ് പണിഷ്ഡ് അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് കർമ്മ. കർമ്മ ബേസ് ചെയ്തിട്ട് ഓരോ ജീവജാലങ്ങൾക്കും റിവാർഡ് കിട്ടും, പണിഷ്മെന്റ് കിട്ടും. അതായത് മെറിറ്റ് ഉള്ളവർക്ക് റിവാർഡ് കിട്ടും, ഡിമെറിറ്റ് ഉള്ളവർക്ക് പണിഷ്മെന്റ് കിട്ടും. ഇതാണ് വൈശേഷിക ഫിലോസഫി പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്. വൈശേഷിക accepted perception and inference as a valid source of knowledge. സോഴ്സ് ഓഫ് വാലിഡ് നോളജ് ആയിട്ട് വൈശേഷിക അക്സെപ്റ്റ് ചെയ്യുന്നത് രണ്ടെണ്ണം മാത്രമാണ്. ഇതൊക്കെയാണ് പ്രത്യക്ഷ ആൻഡ് അനുമാന. ഈ രണ്ട് സോഴ്സുകൾ മാത്രമേ വാലിഡ് സോഴ്സ് ആയിട്ട് വൈശേഷിക ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. വൈശേഷിക ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ട് പ്രമാണ എന്ന് പറയുന്നത് പ്രത്യക്ഷയും അനുമാനയും മാത്രമാണ്. ബാക്കി 6 പ്രമാണത്തിനെയും വാലിഡ് സോഴ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് പൂർവമീമാംസ, ജൈമിനിയുടെ പൂർവമീമാംസ. ദിസ് ഫിലോസഫി encompasses the ന്യായ വൈശേഷിക systems and emphasizes the concept of valid knowledge. According to പൂർവമീമാംസ, വേദാസ് ആർ ഇറ്റേണൽ ആൻഡ് possesses all knowledge. വേദാസ് എന്ന് പറയുന്നത് ഇറ്റേണൽ ആണ്, ദൈവികമാണ്. അതുകൊണ്ട് എല്ലാ നോളജും വേദയിലുണ്ട് എന്നാണ് ഈ ഫിലോസഫി വിശ്വസിക്കുന്നത്. അക്കോർഡിംഗ് ടു മീമാംസ ഫിലോസഫി, വേദാസ് ആർ ഇറ്റേണൽ ആൻഡ് possesses all knowledge. And religion is the means of fulfillment of duties prescribed by Veda. മതം വഴിയാണ്, റിലീജിയൻ വഴിയാണ് വേദ പറയുന്ന ആ ഡ്യൂട്ടീസ് എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ ഒരു ഫിലോസഫി പറയുന്നത്. സോ ഇറ്റ് സേസ് ദാറ്റ് എസെൻസ് ഓഫ് വേദ ഈസ് ധർമ്മ. വേദയുടെ എസെൻസ് എന്ന് പറയുന്നത് ധർമ്മയാണ്. ബൈ എക്സിക്യൂഷൻ ഓഫ് ധർമ്മ വൺ ഏൺ മെറിറ്റ് വിച്ച് ലീഡ്സ് ടു ഹെവൻ ആഫ്റ്റർ ഡെത്ത്. സ്വർഗം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ പറ്റി മീമാംസ ഫിലോസഫി പറയുന്നുണ്ട്. സോ ആ ഒരു മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് കൺസെപ്റ്റ് പൂർവമീമാംസയിലും അതേപോലെ വൈശേഷികയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടിടത്തും നമ്മളുടെ കർമ്മത്തിന് അധിഷ്ഠിതമായിട്ട് സ്വർഗം കിട്ടാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാം. ഇത് രണ്ടും വൈശേഷികയിലും പൂർവമീമാംസയിലും പറയുന്ന ഫിലോസഫിയാണ്. ദെൻ വേദാന്ത ഫിലോസഫി, 6ാമത്തെ സ്കൂൾ ഓഫ് തോട്ട്. ദി വേദാന്ത ഓർ ഉത്തരമീമാംസ സ്കൂൾ കോൺസെൻട്രേറ്റ്സ് ഓൺ ദി ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ഓഫ് ഉപനിഷത്ത്. ഉപനിഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ആണ്, അതായത് വേദയിലല്ല, ഉപനിഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ആണ് വേദാന്തയിൽ പറയുന്നത്. അതായത് ഇത് വേദയിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന, ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ, ഗുരുമുഖത്ത് നിന്ന് ഉപനിഷ്ഠനായി അവർ മനസ്സിലാക്കിയെടുക്കുന്ന നോളജ് എന്നാണ് ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേദ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ അതിൽ നിന്നും ഉള്ള ചില മിസ്റ്റിക് ആയുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ചില സ്പിരിച്വൽ കണ്ടംപ്ലേഷൻസ് ആണ് വേദയിൽ നിന്നും എടുത്തിരിക്കുന്ന. അത് അവരുടെ ഗുരുക്കന്മാര് ഈ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയിരുന്ന ഒരു രീതിയാണ് ഉപനിഷത്ത് എന്നുള്ള രീതിയിൽ പിന്നീട് മാറിയത്. ഉപനിഷ്ഠനായി നേടിയെടുത്ത നോളജ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. സോ അത്തരത്തിൽ ഗെയിൻ ചെയ്തിരിക്കുന്ന നോളജ്, അതായത് ഉപനിഷത്തിൽ അധിഷ്ഠിതമായിട്ടാണ് വേദാന്ത ഫിലോസഫി വരുന്നത്. അതുകൂടാതെ ബ്രാഹ്മണത്തിൽ അധിഷ്ഠിതമായിട്ടല്ല. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, റിച്വൽസിനെ പറ്റിയാണ് പറയുന്നത്. സാക്രിഫൈസും റിച്വൽസും ആണ് ബ്രാഹ്മണാസിൽ പറയുന്നത്. സോ ബ്രാഹ്മണാസിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജ് അല്ല, എന്നാൽ ഉപനിഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജാണ് വേദാന്ത ഫിലോസഫിയിൽ വരുന്നത്. ദ സ്കൂൾ സെപ്പറേറ്റഡ് ഇൻ ടു 6 സബ് സ്കൂൾസ്. റെലവന്റ് അല്ല. സ്കൂൾസ് 6 സബ് സ്കൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അദ്വൈത, ആദിശങ്കരയുടെ അദ്വൈത വേദാന്ത, ദെൻ വിശിഷ്ട അദ്വൈത, ദ്വൈത അദ്വൈത, ദെൻ വിശിഷ്ട അദ്വൈത, ദെൻ ദ്വൈത മാധവാചാര്യയുടെ ദ്വൈത, ദെൻ ദ്വൈത അദ്വൈത, ദെൻ ശുദ്ധ അദ്വൈത, അചിന്ത്യ ഭേദ. സോ ദീസ് ആർ ജസ്റ്റ് ദി നെയിംസ്. ആ നെയിംസ് മാത്രം ഒന്ന് ഓർത്തേക്കുക. ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ. അടുത്തത്, സോ ഇത്രയുമാണ് ഓർത്തഡോക്സ് സ്കൂൾസ്. ഓർത്തഡോക്സ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, വേദാന്ത. Okay, so these are the orthodox schools of Indian logic. Then unorthodox schools of Indian philosophy. Unorthodox എന്ന് പറഞ്ഞാൽ വേദയിൽ അധിഷ്ഠിതമല്ലാത്ത സ്കൂൾ ഓഫ് തോട്ട് ആണ്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാവുന്നത് ചർവക സ്കൂളാണ്. ബൃഹസ്പതിയുടെ ചർവക സ്കൂൾ. ചർവക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റിക് ഓർ സെപ്റ്റിക്കൽ ഓർ യു ക്യാൻ സേ അസ്തെറ്റിക് സ്കൂൾ. ഏത്തിസ്റ്റിക് ആയിട്ടുള്ള സ്കൂളാണ്. അതായത് ഇവിടെ വിശ്വസിക്കുന്നത് വേറൊരു ലോകമൊന്നുമില്ല, ഇത് മാത്രമാണ് ലോകം.
നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോകം അവസാനിച്ചു എന്നുള്ളതാണ് ഏത്തിസ്റ്റിക് കൺസെപ്റ്റിലാണ് ചർവക സ്കൂൾ വരുന്നത്. അക്കോർഡിംഗ് ടു ചർവക ദർ ഇസ് നോ അതർ വേൾഡ്, മറ്റൊരു ലോകവുമില്ല. ഹെൻസ് ഡെത്ത് ഈസ് ദി എൻഡ് ഓഫ് ഹ്യൂമൻസ്, പ്ലഷർ ഈസ് ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ലൈഫ്. സന്തോഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈഫിന്റെ ലക്ഷ്യം തന്നെ. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ലോകായത ഫിലോസഫി, ദി ഫിലോസഫി ഓഫ് മാസസ്. വേൾഡ്ലി വൺസ് എന്ന് പറയും, ഒറ്റ ജീവിതമാണ് നമുക്കുള്ളത്, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ചർവക സ്കൂൾ ഓഫ് തോട്ട് നമ്മളോട് പറയുന്നത്. ദെൻ ചർവക സ്കൂൾ ഓഫ് തോട്ടിൽ നിങ്ങൾ ഓർക്കേണ്ടത് ദേ ആക്സെപ്റ്റഡ് ഓൺലി പ്രമാണം. ദാറ്റ് ഈസ് ദേ അക്സെപ്റ്റഡ് ഓൺലി പ്രത്യക്ഷ ആസ് എ പ്രമാണ. വാലിഡ് മീൻസ് ഓഫ് നോളജ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രത്യക്ഷയെ മാത്രമാണ്. അനുമാനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അനുമാനം എന്ന് പറയുന്നത് നമ്മൾ അനുമാനിക്കുന്നതാണ്, അത് എങ്ങനെ വേണമെങ്കിലും ആകാം എന്നാണ് അവർ പറയുന്നത്. സോ പ്രത്യക്ഷ ഇറ്റ് ഈസ് ഓൺലി സോഴ്സ് ഓഫ് വാലിഡ് നോളജ്, ഓൺലി ഡയറക്റ്റ് പെർസെപ്ഷൻ. അതിൽ തന്നെ അനുഭവയാണ്. സ്മൃതി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അനുഭവം മാത്രമാണ് ചർവക സ്കൂള് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബട്ട് വി cannot perceive through senses, must be treated as നോൺ എക്സിസ്റ്റൻസ്. നമുക്ക് സെൻസസിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒന്നും തന്നെ എക്സിസ്റ്റൻസ് അല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് ഈ സ്കൂൾ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് refutes all the other sources of knowledge such as no mind, no consciousness and then no soul. ഫിസിക്കൽ ബോഡി ഈസ് റിയൽ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നാണ് ഈ ഫിലോസഫി പറയുന്നത്. സോ ദി വാലിഡിറ്റി ഓഫ് ഇൻഫറൻസ് ഇസ് ഓൾസോ റിജക്റ്റഡ് ബൈ ചർവക. അനുമാന കൺസെപ്റ്റും ചർവക റിജക്റ്റ് ചെയ്യുവാണ്. ചർവക റിവ്യൂസ് പെർസെപ്ഷൻ ഈസ് വാലിഡ് ആൻഡ് ഇൻഫറൻസ് ഈസ് ഇൻവാലിഡ്. ഇൻഫറൻസ് എന്ന് പറയുന്നത് തെറ്റാണ്, അത് ഇൻവാലിഡ് ആണെന്നാണ് ഈ ഫിലോസഫി പറയുന്നത്. സോ ചർവക സ്കൂളിലെ ഒരു വലിയ ക്രിയേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് കൗടില്യയുടെ അർത്ഥശാസ്ത്രയാണ്. കൗടില്യയുടെ അർത്ഥശാസ്ത്ര ഇസ് ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ്. ചർവക സ്കൂൾ ഓഫ് തോട്ടിനുമായി ബന്ധപ്പെട്ടതാണ് ചാണക്യ അല്ലെങ്കിൽ കൗടില്യ, രണ്ടും ഒരാളാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള വർക്ക്, ആ ബുക്ക് ഈ ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ദെൻ അടുത്തത് ജെയിൻ ഫിലോസഫി. ജെയിൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ ദി ബേസിക് പ്രിൻസിപ്പിൾ ഈസ് അനേകാന്തവാദ. അനേകാന്തവാദ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് പല വ്യൂ പോയിന്റിലായിരിക്കും. ഇതാണ് അനേകാന്തവാദ. സോ ദി ഐഡിയ ദാറ്റ് റിയാലിറ്റി ഈസ് പെർസീവ്ഡ് ഡിഫറെന്റ്ലി ഫ്രം ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂ. ഓരോരുത്തരും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നത് പല രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ ആൻഡ് ദാറ്റ് നോ സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ ഇസ് കംപ്ലീറ്റ്ലി ട്രൂ. അത് ഓരോരുത്തർക്കും അവരവരുടേതായ പെർസെപ്ഷൻ ഉണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ റിയാലിറ്റി അവർ തിരിച്ചറിയുന്ന അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കും. ഇതിൽ ഏതാണ് യഥാർത്ഥം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാം യഥാർത്ഥം എന്താണെന്ന് പറയണമെങ്കിൽ അവർ കേവലിൻസ് ആകണം. കേവലിൻസ് ആരാണ്? കേവലിൻസ് എന്ന് പറഞ്ഞാൽ കൈവല്യ അറ്റൈൻ ചെയ്തവരാണ്. കൈവല്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കൈവല്യ ഓർ നിർവാണ ഓർ മോക്ഷ. ഹിന്ദുയിസത്തിൽ മോക്ഷ എന്ന് പറയും, ജൈനിസത്തിൽ കൈവല്യ എന്ന് പറയും, ബുദ്ധിസത്തിൽ നിർവാണ എന്ന് പറയും. ഇവയെല്ലാം മോക്ഷയാണ്, മുക്തി നേടുക എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു സാൽവേഷൻ അറ്റൈൻ ചെയ്തവർക്ക് മാത്രമാണ് യഥാർത്ഥ ഉത്തരം അറിയാവുന്നത്. ഓക്കെ, സോ ഓൺലി കേവലിൻസ്, ദോസ് ഹു ഹാവ് ഇൻഫിനിറ്റ് നോളജ്, അവർക്കാണ് യഥാർത്ഥ അറിവുള്ളത്. അവർക്കറിയാം ഏതാണ് റിയാലിറ്റി. They only know the true answer and all others would only know the part of the answer. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന്റെ പാർട്ട് മാത്രമേ അറിയൂ. കേവലിനാണ് യഥാർത്ഥ ഉത്തരം അറിയാൻ സാധിക്കുക. ഓക്കെ, ജെയിൻ ഹാസ് ക്രിട്ടിക്കലി എക്സാമിൻഡ് ദി വാലിഡ് സോഴ്സ് ഓഫ് നോളജ്. സോ there are two kinds of knowledge as per Jain. ജൈനിസം പ്രകാരം പ്രമാണസും ഉണ്ട്, നയവും ഉണ്ട്. നയ എന്ന് പറയും. പ്രമാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the knowledge of a thing as it is. പ്രമാണം നമ്മൾ പറഞ്ഞില്ലേ, ഒരു വസ്തുവിനെ പറ്റിയുള്ള നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ് പ്രമാണം. അതേസമയം നയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടാണ്. അതിനെ ഓരോ വ്യക്തികളും അവരവരുടെ വ്യൂ പോയിന്റ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വ്യൂ പോയിന്റിനെ പറ്റിയാണ് നയം പറയുന്നത്. സോ പ്രമാണ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമാണ തന്നെയാണ് മീൻസ് ഓഫ് ഗെറ്റിംഗ് നോളജ് ആണ്. സോ നോളജ് എന്താണ്, ഒരു വസ്തുവിനെ എന്താണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അത് പ്രമാണയാണ്. അതേസമയം അതിന്റെ നമ്മളുടെ കാഴ്ചപ്പാടിലേക്ക് മാറ്റുവാണെങ്കിൽ അതിനെയാണ് നയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഏരിയ മതി. ജയിലിൽ അത്രയും കാര്യങ്ങൾ ഓർക്കുക, അത്രയും കാര്യങ്ങൾ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ബുദ്ധിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിസം ഇസ് എ നോൺ തിയസ്റ്റിക് ഫിലോസഫി.
ദൈവമുണ്ടോ? ബുദ്ധിസത്തിൽ ദൈവമുണ്ടോ? ഇത് തന്നെയാണ് ബുദ്ധനും പറഞ്ഞത്. നോ ആൻസർ. അദ്ദേഹം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ തയ്യാറായില്ല. സോ ആ ഒരു കൺസെപ്റ്റ് ആണ്, നോൺ തീയിസ്റ്റിക് ഫിലോസഫിയാണ്, ഹൂസ് ടെനൻസ് ആർ നോട്ട് എസ്പെഷ്യലി കൺസേൺഡ് വിത്ത് ദി എക്സിസ്റ്റൻസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ കൺസിഡർ ചെയ്യാത്ത ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് ബുദ്ധിസം എന്ന് പറയാം. സോ ബുദ്ധ കൺസിഡേർഡ് ദി വേൾഡ് ആസ് ഫുൾ ഓഫ് മിസറി ആൻഡ് കൺസിഡേർഡ് എ മാൻസ് ഡ്യൂട്ടീസ് ടു ലിബറേഷൻ ഫ്രം ദിസ് പെയിൻഫുൾ വേൾഡ്. ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് മൊത്തം മിസറീസ് ആണ്. ഈ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്നും ലിബറേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ ഹി സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ബ്ലൈൻഡ് ഫെയ്ത്ത്. അന്ധവിശ്വാസങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. വേദാസിനെയൊക്കെ പൂർണ്ണമായിട്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. സോ ബുദ്ധിസം പ്രകാരം ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. അതിൽ 4 യോഗകാര, മാധ്യമിക, ദെൻ സൗത്രാന്തിക ആൻഡ് വൈഭാഷിക. ഇതെല്ലാം ഡിഫറെന്റ് ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. ദെൻ സൗതാന്തികയും വൈഭാഷികയും ഒക്കെ സ്കൂൾ ഓഫ് തോട്ടാണ്. അതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. സൗതാന്തികയാണെങ്കിൽ സേവ് ദാറ്റ് എറ്റേണൽ ഒബ്ജക്ട്സ് ആർ നോട്ട് നോൺ ത്രൂ പെർസെപ്ഷൻ. പെർസെപ്ഷനിലൂടെ എറ്റേണൽ ഒബ്ജക്ട്സ് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നാണ് സൗതാന്തിക പറയുന്നത്. പെർസെപ്ഷനിലൂടെ നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ, എക്സ്റ്റേണലി ഉള്ള ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ വൈഭാഷികാസ് പറയുന്നത് എക്സ്റ്റേണൽ ഒബ്ജക്ട്സിനെ പറ്റിയുള്ള നോളജ് നമുക്ക് പ്രത്യക്ഷയിലൂടെ നേടിയെടുക്കാം എന്നൊക്കെയാണ്. എനിവേ, ഓൾ ദീസ് ആർ സ്റ്റാഫ്സ് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് റീഡ്, നത്തിങ് മോർ. ഓക്കെ, പ്രത്യക്ഷ നോളജ് ബുദ്ധിസം പ്രകാരം പ്രത്യക്ഷയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇന്ദ്രിയജ്ഞാന. ഇന്ദ്രിയജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ് ത്രൂ സെൻസസ് ആണ്. നമ്മൾ നമ്മളുടെ സെൻസസ് വഴി നേടിയെടുക്കുന്ന നോളജ്. മനോവിജ്ഞാന, സെൻസുവൽ നോളജ് ഇൻ ദി ഫോം ഓഫ് സമനതര പ്രത്യയ. അതായത് ആഫ്റ്റർ ദി നോളജ് ത്രൂ സെൻസസ്. സെൻസസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെ നമ്മൾ ചിന്തിച്ചെടുക്കുന്നു, മനസ്സിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുന്നതാണ് മനോവിജ്ഞാന. ദെൻ ആത്മസംവേദന, ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ചിത്ത. ചിത്തയൊക്കെ ഫോളോ ചെയ്യുന്നത്, ധർമാസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി നമ്മൾ നേടിയെടുക്കുന്ന അഡീഷണൽ നോളജ്, അഡീഷണൽ തിരിച്ചറിവുകളെയാണ് ആത്മസംവേദന എന്ന് പറയുന്നത്. ദെൻ യോഗിജ്ഞാന. സോ ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് പ്ലഷർ ഓഫ് തിങ്സ് പെർസെപ്റ്റബിൾ ത്രൂ വേരിയസ് പ്രമാണ. അതായത് നമ്മൾ നോളജ് വഴി നേടിയെടുക്കുന്ന, പ്രമാണാസ് വഴി നേടിയെടുക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളജാണ്. ഓക്കെ, അതാണ് നമ്മൾ യോഗിജ്ഞാന എന്ന് പറയുന്നത്. സോ 4 ലെവലിലാണ് ബുദ്ധിസം പ്രത്യക്ഷയെ പറയുന്നത്. ഒന്ന് ഇന്ദ്രിയജ്ഞാന, സെൻസസ് വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജ്. മനോവിജ്ഞാന, ചിന്തകളിലൂടെ നമ്മൾ അതിനെപ്പറ്റി തിരിച്ചറിയുന്നത്. ആത്മസംവേദന, ചിട്ടയും ധർമ്മവും ചെയ്യുന്നത് വഴി നമ്മൾ നേടിയെടുക്കുന്ന അഡീഷണൽ നോളജ്. ആൻഡ് ഫൈനലി യോഗിജ്ഞാന, അൾട്ടിമേറ്റ് നോളജ്, മാക്സിമം തിരിച്ചറിയാവുന്നതിന് മാക്സിമം ആണ് യോഗിക് നോളജിൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇനഫ്. ഇത്രയും കാര്യങ്ങൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ഓർക്കുക. സോ ഇത്രയുമാണ് നമ്മുടെ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടിൽ. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം മതി. സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റി ഒരു ഓവർവ്യൂ ഉണ്ടാകണം, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പറയുന്ന PPT ഞാൻ ഷെയർ ചെയ്യും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതും പറയാം. സോ ഇത്രയുമാണ് നമുക്ക് ലോജിക്കൽ റീസണിങ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക് മേ ബി കൺഫ്യൂസിങ് ഫോർ മീ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഏരിയ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. കൺസെപ്റ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഷാൽ ഐ വൈൻഡ് അപ്പ്? ഓക്കെ, താങ്ക് യു എവരി വൺ. വീണ്ടും നാളെ നമുക്ക് ബ്രേക്ക് ആണ്, മറ്റന്നാൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു ഡേ ബ്രേക്ക് വരുന്നുണ്ട് നാളെ. ദെൻ മറ്റന്നാളായിരിക്കും അടുത്ത സെഷൻ വരുന്നത്. താങ്ക് യു, ബൈ. Thank you, sir.